and all. ബ്രില്യൻറ്റിനൊപ്പം MBBSലേക്ക് എന്ന ഈ സെഷൻ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്കറിയാം ബയോളജിയുടെയും ഫിസിക്സ് കെമിസ്ട്രി എന്നതിൻ്റെ 3 സെഷൻസ് ആണുള്ളത്. നമ്മൾ അതിൻ്റെയൊക്കെ നല്ല സുപ്രീം ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ബയോളജി ഞാനായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. എൻ്റെ പേര് ഹിന. ഞാൻ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റേഴ്സ് +1 സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ 2 ചാപ്റ്റേഴ്സ് ആയിരിക്കും. അതിൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. നമുക്കെന്നാൽ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. നിങ്ങൾ എൻ്റെ കൂടെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് തുടങ്ങാം എന്നാൽ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നോക്കിയേ, ദ ബാക്ടീരിയൽ സെൽ എൻവലപ്പ് consisting of a tightly bound 3-layered structure from outside to inside. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ച് നോക്കിയേ. നമ്മൾ പ്രോക്യാരിയോട്ടിക് സെല്ല് പഠിച്ചപ്പോഴത്തേക്കും നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? അതിന് സെൽ എൻവലപ്പ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. അതിന് 3 ലെയേഴ്സ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. ഇവർ 3 ലെയേഴ്സ് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ഓർഡറാണ് ചോദിച്ചേക്കുന്നത്. ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ് എന്ന് പറഞ്ഞ ഓർഡർ ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കിയേ. എന്നിട്ട് എല്ലാവരും കമൻറ്റ് ബോക്സിലൊന്ന് ആൻസർ ചെയ്തേ. കിട്ടുന്ന ആൻസേഴ്സ് ഒന്ന് ചെയ്തേ. കിട്ടുന്നുണ്ടോ? പഠിച്ചൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? നോക്കിയേ. മിക്കവരും ആൻസർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഏതായിരുന്നു ഫസ്റ്റ് ലെയർ? ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഏതായിരുന്നു? ഗ്ലൈക്കോ കാലിക്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ലൂസ്ലി അറേഞ്ച്ഡ് ആണെങ്കിൽ അതിനെ സ്ലൈം എന്നും, ടൈറ്റ്ലി അറേഞ്ച്ഡ് ആണെങ്കിൽ അതിനെ നമ്മൾ ക്യാപ്സ്യൂൾ എന്നും വിളിക്കും, ഇല്ലേ? അത് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? സെൽ വാൾ. അതും കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 3 ലെയേഴ്സും എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ അതിൻ്റെ ഓർഡർ ഔട്ട്സൈഡ് ടു ഇൻസൈഡ് ആണോ, ഇൻസൈഡ് ടു ഔട്ട്സൈഡ് ആണോ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ 3. മിക്കവരും അത് ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൈറ്റോകോൺഡ്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് ആർ. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. 2 സ്റ്റേറ്റ്മെന്റും വായിച്ച് നോക്കുക. എന്നിട്ട് താഴെയുള്ള ഓപ്ഷൻസ് ഏതാ വരുന്നത് നോക്കിയേ. 2 സ്റ്റേറ്റ്മെന്റിൽ സെമി ഓട്ടോണോമസ് ഓർഗനിൽ നിന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നത്. അത് 2ന്റെയും കേസിൽ ശരിയാവണം, അല്ലേ? ഏതിന്റെ? മൈറ്റോകോൺഡ്രിയയുടെയും കേസിൽ ശരിയാവണം, ക്ലോറോപ്ലാസ്റ്റിന്റെ കേസിലും ശരിയാവണം. രണ്ടാമത് തന്ന സ്റ്റേറ്റ്മെന്റ് നോക്കി ഏതാണുള്ളത്? formed by division of pre-existing organelles and they contain DNA but lack protein synthesizing machinery. ശരിയാണോ? കിട്ടുന്നുണ്ടോ? എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുറച്ചൊരു ടൈം അതിന് കൊടുക്കുക. 2 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് ഇവിടെ. ഓരോ സ്റ്റേറ്റ്മെന്റും ശരിയാണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് തോന്നുന്നുണ്ട്, അല്ലേ? സെമി ഓട്ടോണോമസ് ഓർഗനൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? മൈറ്റോകോൺഡ്രിയയിലും ക്ലോറോപ്ലാസ്റ്റിനും സ്വന്തമായിട്ട് അവർക്കൊരു സർക്കുലർ DNA ഉണ്ട്. അതുകൊണ്ട് അവരുടെ ചില ഫങ്ഷൻസ് ഒക്കെ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അവരെ സെമി ഓട്ടോണോമസ്, ഇല്ലേ? ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അതിനെ ഓട്ടോണോമസ് എന്ന് വിളിച്ചേനെ. ഈ പകുതി കാര്യങ്ങൾ ആരാ? ന്യൂക്ലിയർ DNA ആണ് ചെയ്ത് കൊടുക്കുന്നത്. പകുതി കാര്യങ്ങൾ തന്നെ ചെയ്യും. അപ്പൊ എന്താണ്? സെമി ഓട്ടോണോമസ് ഓർഗനൽ. അത് ശരിയാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലേ? ഇനി ഫോംഡ് ബൈ ഡിവിഷൻ ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് ഓർഗനൽസ്. അത് ശരിയാണ്. പ്രീ എക്സിസ്റ്റിംഗ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. പ്രീ എക്സിസ്റ്റിംഗ് ഓർഗനൽസ് ഡിവൈഡ് ചെയ്തിട്ടാണ്, ഫിഷൻ വഴി ഡിവൈഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? ഒരു ഓർഗൻ ഡിവൈഡ് ചെയ്തിട്ടാണ് 2 ഓർഗനിലായിട്ട് അത് മാറുന്നത്, ഇല്ല? അത് മൈറ്റോകോൺഡ്രിയയുടെ കേസിലും ക്ലോറോപ്ലാസ്റ്റിന്റെ കേസിലും ശരിയാണ്. ദേ കണ്ടെയ്ൻ DNA. അതും ശരിയാണ്. 2 പേർക്കും DNA ഉണ്ട്, സർക്കുലർ ഡബിൾ സ്ട്രാൻഡ് DNA ഉണ്ട്. ബട്ട് ലാക്ക് പ്രോട്ടീൻ സിന്തസൈസിങ് മെഷീനറി. ആരാ പ്രോട്ടീൻ സിന്തസൈസിങ് മെഷീനറി എന്ന് പറയുന്നത്? ആരാണ്? റൈബോസോംസ് ആണ് പ്രോട്ടീൻ സിന്തസൈസിങ് മെഷീനറി. അവർക്ക് 2 പേർക്കും റൈബോസോംസ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. 2 പേർക്കും റൈബോസോംസ് ഉണ്ട്. ഏത് റൈബോസോംസാ? 70S ആണോ 80S ആണോ? യുക്യാരിയോട്സിനെ പോലത്തെ റൈബോസോംസ് ആണോ ഉള്ളത്? പ്രോക്യാരിയോട്സിനെ പോലത്തെ റൈബോസോംസ് ആണോ ഉള്ളത്? പ്രോക്യാരിയോട്ടിക് റൈബോസോംസ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, ഇല്ലേ? അപ്പം ലാക്ക് പ്രോട്ടീൻ സിന്തസൈസിങ് മെഷീനറി എന്ന് പറയുന്നത് ശരിയായിട്ട് വരുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അപ്പം ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പം സ്റ്റേറ്റ്മെന്റ് 1
ഈസ് ട്രൂ. അങ്ങനെയല്ലേ വരിക? സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്. നോക്കാം അങ്ങനെ ഏതാ ഓപ്ഷൻ വന്നേക്കുന്നേ? ഓപ്ഷൻ 1 കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 70S റൈബോസോംസ് ആർ ഫൗണ്ട് ഇൻ. ഇപ്പൊ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ചെയ്തതായിട്ട് റിലേഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഇല്ലേ? നോക്കിയേ, യൂകാരിയോട്ടിക് സെൽ 70S റൈബോസോംസ് യൂകാരിയോട്ടിക് സെല്ലിൽ ഉണ്ടോ? നോക്കിയേ, ഒന്ന് ചെയ്ത് ശ്രമിച്ചേ. ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സമയം തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാം. ചെയ്ത് നോക്കിയേ. യൂകാരിയോട്ടിക് സെൽ, പ്രോകാരിയോട്ടിക് സെൽ, മൈറ്റോകോൺഡ്രിയ, ഏതായിരിക്കും വരിക? യൂകാരിയോട്ടിക് സെല്ല് നമുക്കറിയാം എന്താണുള്ളത്, 80S ആണ് റൈബോസോംസ് അല്ലേ. പ്രോകാരിയോട്ടിക് സെല്ലിന് 70S ആണ്. മൈറ്റോകോൺഡ്രിയക്കും എന്ത് തന്നെയാണ്? മൈറ്റോകോൺഡ്രിയ യൂകാരിയോട്ടിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നതെങ്കിലും അവർക്കും എന്താണ്? 70S റൈബോസോംസ് ആണ്. കിട്ടുന്നുണ്ടോ? എല്ലാവരും കിട്ടുന്നുണ്ടോ? ഓക്കെ, അടുത്തതിലേക്ക് പോവാം. One type of chromosomes has middle centromere, whereas the other has terminal centromere. They are chromosomes in the structure വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നമ്മുടെ സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. അവിടെ 4 ടൈപ്പ് ഓഫ് ക്രോമസോം നമ്മൾ പഠിക്കുന്നുണ്ട്. അവരുടെ പൊസിഷൻ ഓഫ് സെൻട്രോമിയർ വെച്ചിട്ട് നമ്മൾ 4 നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് ചെയ്താൽ വരിക. ഓക്കെ, ഒരെണ്ണത്തിന് എന്താണ് അവർ പറയുന്നത്? മിഡിലാണ്, സെൻട്രോമിയർ മിഡിലാണ് ഉള്ളത്. നമ്മൾ അതിനെ ഒരു മിഡിൽ എന്നുള്ള വാക്കിന് നമ്മൾ വേറൊരു വാക്ക് പഠിച്ചിട്ടുണ്ട്. നമ്മൾ അതിനൊരു പേര് പറയും ഇല്ലേ? ഒരു സെൻട്രോമിയർ എവിടെയാണുള്ളത്? ടെർമിനൽ സെൻട്രോമിയർ ആണ്. എല്ലാവരും ആൻസർ പറയുന്നുണ്ടല്ലോ. ഓക്കെ, നോക്കാം. മിഡിൽ സെൻട്രോമിയർ അല്ലേ? നമുക്ക് സെൻട്രോമിയർ ഒത്ത നടുക്കാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് മെറ്റാസെൻട്രിക് ഇല്ലേ? സെൻട്രോമിയർ ടെർമിനൽ പൊസിഷനിലാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ടീലോസെൻട്രിക്. എല്ലാവരുടെയും ആൻസേഴ്സ് കറക്റ്റ് ആണ്. മെറ്റാസെൻട്രിക് ആൻഡ് ടീലോസെൻട്രിക്. സെക്കൻഡ് ഓപ്ഷൻ എല്ലാവർക്കും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. മിക്കവരും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്തതിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റുന്നുണ്ടോ? സെല്ലുലാർ ഓർഗനൽസ് നോക്കി. സെല്ലുലാർ ഓർഗനൽസ് വിത്ത് മെംബ്രെയിൻസ് ആർ. മെംബ്രെയിൻസ് ഉള്ള സെല്ലുലാർ ഓർഗനൽസിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് മെംബ്രെയിൻ ഇല്ലാത്ത ഒരാളെ അറിയാം അല്ലേ? അതിനെ നമുക്ക് എന്താണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. നമുക്ക് കറക്റ്റ് ഓപ്ഷനിലേക്ക് വരാൻ ഒന്ന് നോക്കിയേ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ന്യൂക്ലിയസ്, റൈബോസോംസ്, മൈറ്റോകോൺഡ്രിയ. ഇവർ ചോദിച്ചിരിക്കുന്നത് സെല്ലുലാർ ഓർഗനൽസ് വിത്ത് മെംബ്രെയിൻസ് ആണ്. രണ്ടാം ക്രോമസോംസ്, റൈബോസോംസ് ആൻഡ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. തേർഡ് ഓപ്ഷൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ribosomes and nuclei. Fourth option lysosomes, Golgi apparatus and mitochondria. നോക്കാം. ഫസ്റ്റ് ഓപ്ഷനിൽ ഒരാൾ കിടപ്പുണ്ട്. ആരാണത്? മെംബ്രെയിൻ ഇല്ലാത്ത ഒരാൾ അവിടെ ഉണ്ട്. അതാരാത്? റൈബോസോംസ് അല്ലേ? റൈബോസോംസ് നമുക്കറിയാം മെംബ്രെയിൻ ഇല്ലാത്ത ഒരു ഓർഗനൽ ആണെന്ന് അറിയാം. റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ ആണ് ഇല്ലേ? സെക്കൻഡ് ഓപ്ഷനിൽ വീണ്ടും ക്രോമസോംസ്, റൈബോസോംസ്. ഇവർക്കൊക്കെ മെംബ്രെയിൻ ഉണ്ടോ? ഇല്ല. നോക്കിയേ, തേർഡിനകത്തും റൈബോസോംസ് കയറി വന്നിട്ടുണ്ട് ഇല്ലേ? അപ്പം ഏതാണ് കിട്ടിയേക്കുന്നത്? ഫോർത്ത് ഓപ്ഷൻ. അതാണ് മാക്സിമം ആൾക്കാർക്ക് അത് കിട്ടിയിട്ടുണ്ട്. മെജോറിറ്റിയും അത് പറയുന്നുണ്ട്. 59% ആൾക്കാരും അത് പറയുന്നുണ്ട്. ഓക്കെ, നോക്കിയേ റൈബോസോംസ്. ബാക്കിയുള്ളവർക്ക് എന്താ തെറ്റിപ്പോയെന്ന് നോക്കിയാൽ റൈബോസോംസ് നമ്മൾ പഠിക്കുമ്പോഴേ നമ്മളിത് പറയുന്നുണ്ട്. അതിന് മെംബ്രെയിൻ ഇല്ലാത്തൊരു ഓർഗനലാണ് ഇല്ലേ? റൈബോസോംസിനെ പറ്റി നമ്മൾ അങ്ങനെ മെംബ്രെയിൻ ഉള്ളതും ഇല്ലാത്തതും എല്ലാം നമ്മൾ ആ സമയത്ത് സെൽ പഠിപ്പിക്കുമ്പോഴത്തേനും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. റൈബോസോംസ് പറയുമ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് പറയുന്നത് ഇതാണ്, അതിന് മെംബ്രെയിൻ ഇല്ല, RNAയും പ്രോട്ടീനും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം 3 ഓപ്ഷനിലും റൈബോസോംസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ്
കറക്റ്റ് ഓപ്ഷൻ. ഫോർത്ത് ഓപ്ഷനാണ് കറക്റ്റ്. ഓക്കെ, നമുക്ക് അടുത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which one of the following does not differ in E. coli and Chlamydomonas? Question ശ്രദ്ധിച്ച് വായിക്കുക. E. coli and Chlamydomonas ആണ് തന്നേക്കുന്നത്. ഇത് രണ്ടും എന്ത് ടൈപ്പ് ഓഫ് ഓർഗാനിസം ആണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് ആദ്യം നമുക്ക് കിട്ടേണ്ട കാര്യം. ഇത് രണ്ടും എന്ത് ടൈപ്പ് ഓഫ് ഓർഗാനിസം ആണ്? വെറുതെ ഒരു ഓർഗാനിസത്തിന്റെ പേര് പറഞ്ഞേക്കുവാണോ, അത് ഏതെങ്കിലും ഒരു എന്താണ് പെർട്ടിക്കുലർ സെൽ ടൈപ്പ് ഉള്ള ഓർഗാനിസം ആണോ ഇവർ രണ്ടുപേരും? അതാണ് ആദ്യം ആലോചിക്കേണ്ടത്. ഏതാണ് E. coli? എന്താണ് E. coli? നമുക്കറിയാം, അതൊരു പ്രോകാരിയോട്ടിക് സെല്ലാണ്. പ്രോകാരിയോട്ടിക് സെല്ല് ഉള്ള ഒരു ഓർഗാനിസം ആണ്, പ്രോകാരിയോട്ടിക് ആണ്. ക്ലമൈഡോമോണാസ് എന്താണ്? യൂകാരിയോട്ടിക് ആണ്. അപ്പൊ അതിൻ്റെതായ വ്യത്യാസം ഇവർക്ക് കാണും. ഏതൊരു പെർട്ടിക്കുലർ കമ്പോണന്റിലാണ് വ്യത്യാസം ഇല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? നോക്കാം. റൈബോസോംസ് ആണ് ആദ്യം പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം റൈബോസോംസിന്റെ കേസിൽ എന്താണ്? പ്രോകാരിയോട്ടിക്. ഈ കൊളയ്ക്ക് എത്രയാണ്? 70S റൈബോസോം ആണ് ഇല്ലേ? ക്ലമൈഡോമോണാസിനോ 80S റൈബോസോം ആണ്. ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് ഉള്ള കാര്യമാണോ ചോദിച്ചിരിക്കുന്നത്? ഡസ് നോട്ട് ഡിഫർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ക്രോമസോമൽ ഓർഗനൈസേഷൻ ഇവർക്ക് എങ്ങനെയാണ്? ഡബിൾ സ്ട്രാൻഡഡ് ആണ്, സർക്കുലർ ആണ്. ഇവർക്കോ? യൂകാരിയോട്ടിക് സെല്ലിന്റെ കാര്യം ചോദിച്ചേക്കുന്നത്. യൂകാരിയോട്ടിക് സെല്ലിന് എങ്ങനെയാണ്? ഡബിൾ സ്ട്രാൻഡഡ് ആണ്, പക്ഷെ ലീനിയർ ക്രോമസോംസ് ആണ് നമ്മൾ പഠിച്ചേക്കുന്നത് ഇല്ലേ? യൂകാരിയോട്ടിക് സെല്ലിന് വരുമ്പോൾ അങ്ങനെ വരും. ഇനി സെൽ വാൾ എങ്ങനെയാണ്? സെൽ വാൾ വന്നേക്കുന്നത് പ്രോകാരിയോട്ടിക് സെല്ലാണെങ്കിൽ അവർ സെൽ വാൾ വിൽ ബി മേഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. യൂകാരിയോട്ടിക് സെല്ലാണെങ്കിൽ, അതും പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ എന്താ പറയുക? അതിന്റെ സെൽ വാൾ ഇസ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ് എന്ന് പറയും. അപ്പോൾ സെൽ വാൾ കമ്പോണന്റും ഡിഫർ ചെയ്യുന്നുണ്ട്. ഇനി ഫോർത്ത് ഓപ്ഷൻ നോക്കാം. സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ എങ്ങനെയാ വരിക? നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെ ഒരു സെന്റൻസ് തന്നെ എഴുതിയിട്ടുണ്ട്. യൂകാരിയോട്സിന്റെ കേസിലും പ്രോകാരിയോട്സിന്റെ കേസിലും സെൽ മെംബ്രെയിൻ സ്ട്രക്ചറലി ഡിഫറൻസ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഏതാ വരിക? രണ്ടുപേർക്കും സെൽ മെംബ്രെയിൻ ഒരുപോലെ ആയിരിക്കും. അപ്പൊ ഏതായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ 4. ഓപ്ഷൻ 4 കിട്ടുന്നുണ്ടോ? ഓക്കെ, അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ന്യൂക്ലിയസ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം സറൗണ്ടിങ് സൈറ്റോപ്ലാസം ബൈ എ ന്യൂക്ലിയർ മെംബ്രെയിൻ വിച്ച് ഈസ്. അപ്പം യൂകാരിയോട്ടിക് സെല്ലിന്റെ കേസാണ് പറഞ്ഞേക്കുന്നത്. ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയർ മെംബ്രെയിൻ കൊണ്ട് നമ്മളതിനെ ന്യൂക്ലിയർ മെംബ്രെയിൻ കൊണ്ട് സറൗണ്ട് ചെയ്തേക്കുന്നു. ആ മെംബ്രെയിൻ്റെ എന്താണ് പെക്യുലാരിറ്റി എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. എന്താണ്? സിംഗിൾ ലെയർ വിത്ത് പോസ്. അങ്ങനെയാണോ? സിംഗിൾ ലെയറേ ഉള്ളൂ ന്യൂക്ലിയസിന്? അല്ല, നമ്മൾ ഡബിൾ മെംബ്രെയിൻ ആയിട്ടുള്ള ഓർഗനൽസിന്റെ പേര് പഠിച്ചപ്പോഴത്തേക്കും നമ്മൾ പഠിച്ചതാണ് ന്യൂക്ലിയസിന് 2 മെംബ്രെയിൻ ഉണ്ട്. ഡബിൾ മെംബ്രെയിൻ ആണ് അല്ലേ? ഇനി സിംഗിൾ ലെയർഡ് വിത്തൗട്ട് പോസ്, അതാണോ? സെക്കൻഡ് ഓപ്ഷൻ ആണോ? അവിടെയും സിംഗിൾ മെംബ്രെയിൻ ആണ് കാണിച്ചേക്കുന്നത്. തേർഡ് ഓപ്ഷൻ നോക്കിയേ, ഡബിൾ ലെയർഡ് വിത്ത് പോസ്. ഡബിൾ ലെയർഡ് വിത്തൗട്ട് പോസ് ഏതാണ് കിട്ടുന്നത്? കിട്ടുന്നുണ്ടോ? ആ, ഡബിൾ ലെയർ പറയുന്നുണ്ട് ചിലവര്, പക്ഷേ ബാക്കിയുള്ള കാര്യം പറയുന്നില്ല. ഓപ്ഷൻ 3 എല്ലാവരും പറയുന്നുണ്ട്. ചിലവർ അത് ഓപ്ഷൻ 4ലേക്ക് പോകുന്നുണ്ടല്ലോ. നോക്കിയേ, മെജോറിറ്റി ആൾക്കാർ അങ്ങനെ പോകുന്നുണ്ട്, ഓപ്ഷൻ 3ലേക്ക് പോകുന്നുണ്ട്. പക്ഷെ എന്താ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എന്താണ് ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ ഇങ്ങനെ പറയുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഡബിൾ മെംബ്രെയിൻ ആണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ചില ഭാഗം എന്താ പറയുന്നത്, ഇതുപോലെ 2 മെംബ്രെയിൻ ഉണ്ട്. ഇത് ഇന്നർ മെംബ്രെയിൻ, ഇത് ഔട്ടർ മെംബ്രെയിൻ. ഇന്നർ മെംബ്രെയിനും ഔട്ടർ മെംബ്രെയിനും കൂടെ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഇടയ്ക്കൊരു സ്പേസ് വരും.
പ്ലാൻ സെൽസിന് നമുക്കറിയാം ഡിഫറെൻറ്റ് വാൾ ലെയേഴ്സ് ഉണ്ട് ഇല്ലേ? അതിൻ്റെ പ്ലാസ്മ മെംബ്രെയിനോട് അടുത്ത് നിൽക്കുന്ന വാൾ ലെയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പ്ലാസ്മ മെംബ്രെയിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ വാൾ ലെയേഴ്സ് എങ്ങനെയാണ് വരുന്നത് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒന്ന് കിട്ടുന്നുണ്ടോ നോക്കിയേ, എല്ലാവരും ഒന്ന് ചെയ്തേ. നോക്കാം, നമുക്ക് നോക്കാം. ഒരു പ്ലാൻ സെല്ല് വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, ഞാനിപ്പോൾ വരച്ചേക്കുന്നത് എന്താണ്? അതിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ ആണ് വരച്ചിരിക്കുന്നത്. പ്ലാസ്മ മെംബ്രെയിൻ, അകത്ത് സൈറ്റോപ്ലാസം, സൈറ്റോപ്ലാസത്തിനകത്ത് ന്യൂക്ലിയസ്, ഇത് പ്ലാസ്മ മെംബ്രെയിൻ. ഇനി പ്ലാസ്മ മെംബ്രെയിന് തൊട്ട് മുകളിൽ എന്തായിരിക്കും? ശരിക്കും പറഞ്ഞാൽ ഒരു വരേണ്ടത്. ഇത് ഏതിൻ്റെ കേസ് ഞാൻ പറയുന്നത്? യങ് പ്ലാൻ സെല്ലിൻ്റെ കേസാണ് പറയുന്നത്. ഇനി ഈ സെല്ല് മെച്യൂർ ആകുമ്പോഴത്തേക്കും എവിടെയാണ്? അപ്പോഴാണ് സെക്കൻഡറി വാൾ ലെയറും ടെർഷറി ഒക്കെ വരുന്നത്. അപ്പോൾ അത് എങ്ങോട്ടാണ്? പ്രൈമറിയുടെ പുറത്തേക്കാണോ സെക്കൻഡറി വരിക, അതോ പുറത്തേക്കാണോ വരിക? പ്ലാസ്മ മെംബ്രെയിനിൽ നിന്ന് പുറത്തേക്കായിരിക്കും പുതിയ വാൾ ലെയേഴ്സ് ആഡ് ചെയ്യപ്പെടുക. അപ്പം ഏതായിരിക്കും ഇവിടെ വരുന്നത്? ഇവിടെ വരുന്നത് സെക്കൻഡറി, പ്രൈമറി കഴിഞ്ഞിട്ട് സെക്കൻഡറി വാൾ ലെയർ. അപ്പം മനസ്സിലാക്കി വെക്കുക, എപ്പോഴും സെക്കൻഡറി വാൾ ലെയർ വരുന്നത് പ്രൈമറി സെൽ വാളിൻ്റെ താഴെയായിട്ടും പ്ലാസ്മ മെംബ്രെയിൻ്റെ മുകളിലായിട്ടും ഔട്ട്സൈഡായിട്ടും. ഓക്കെ.
സോറി കുട്ടികളെ, എന്തോ ടെക്നിക്കൽ എറർ വന്നായിരുന്നു. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് തിരിച്ചു പോകാം, സമയം കളയണ്ട. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നുകൂടെ നോക്കാം. ഇൻ prokaryotes the mitochondria are absent. Even then Krebs cycle takes place. What is the site of Krebs cycle in bacteria? അപ്പോൾ നമ്മളത് പറയായിരുന്നു, മൈറ്റോകോൺട്രിയ ഇല്ലെങ്കിലും ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത് എവിടെയാണ്? റെസ്പിറേറ്ററി എൻസൈംസ് എല്ലാം ഉള്ളത് മീസോസോംസിലാണ്. അതാണ് ആ പാർട്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 4 ആണ് വരുന്നത്. നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് ചെയ്തേ. സെൽ വാൾ ആൻഡ് മിഡിൽ ലാമെല്ല മേ ബി ട്രാവേഴ്സ്ഡ് ബൈ ഡാഷ് വിച്ച് കണക്ട് ദ സൈറ്റോപ്ലാസം ഓഫ് നെയ്ബറിംഗ് സെൽസ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഏതാണ് ഇവിടെ ആലോചിക്കേണ്ട കാര്യം? മിഡിൽ ലാമെല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്തിൻ്റെ കേസ് ഇവിടെ പറയുന്നത്? പ്ലാന്റ്സിൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ കേസിൽ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ എന്ന് പറയുന്നത് ഏത് പാർട്ടാണ് കൊടുക്കുന്നത്? കിട്ടുന്നുണ്ടോ? ഏതാണ്? പോള് മാറി വരുന്നുണ്ട് അല്ലേ? കുറച്ച് പേര് മെജോറിറ്റി ആൾക്കാർ, കുഴപ്പമില്ല, മെജോറിറ്റി ആൾക്കാർ 3 ആണ് പറയുന്നത്. അപ്പം കേസിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം നോക്കേണ്ട എന്താണ്? യൂക്യാരിയോട്ട് ആണോ പ്രോക്യാരിയോട്ട് ആണോ ചോദിച്ചേക്കുന്നത്, പ്ലാന്റ് ആണോ ആനിമൽ ആണോ ചോദിച്ചേക്കുന്നത്, അങ്ങനെ നോക്കിയിട്ടേ നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുള്ളൂ. ഓക്കെ, അടുത്തത്. The inner membrane of the mitochondria is usually highly convoluted, forming a series of infoldings known as. എന്തിൻ്റെ കേസാണ്? മൈറ്റോകോൺട്രിയയുടെ കേസാണ് ചോദിച്ചേക്കുന്നത്. മൈറ്റോകോൺട്രിയയ്ക്ക് ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട് നമുക്കറിയാം. ഇന്നർ മെംബ്രെയിൻ അകത്തോട്ട് ഇൻഫോൾഡ് ചെയ്തേക്കാണെന്ന് നമുക്കറിയാം ഇല്ലേ? ഈ ഇൻഫോൾഡിങ്സിന് എന്താണ് പറയുന്നതെന്നാണ് കിട്ടുന്നുണ്ടോ? ഏതാണ്? വെരി ഗുഡ്, ഓപ്ഷൻ 3 ക്രിസ്റ്റേ. ഓക്കെ, അടുത്തലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെല്ലാർ പാർട്സ് ആർ കറക്റ്റ്ലി ഡിസ്ക്രൈബ്ഡ്? കുറേ സെല്ലാർ പാർട്സ് പറയുന്നുണ്ട്, അതിന് ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്. ഏതാണ് ശരിയെന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ, തൈലക്കോയിഡ്സ്, ഫ്ലാറ്റൻഡ് മെംബ്രെയിനസ് സാക്ക് ഫോമിംഗ് ദ ഗ്രാൻ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. കുഴപ്പമില്ല അല്ലേ? വലിയ കുഴപ്പമില്ല. നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? സെൻട്രിയോൾസ്, സൈറ്റ്സ് ഫോർ ആക്റ്റീവ് RNA സിന്തസിസ്. ശരിയാണോ? കിട്ടുന്നുണ്ടോ? അത് ശരിയാന്ന് തോന്നുന്നുണ്ടോ? അടുത്തുകൂടെ വായിച്ചു നോക്കാം. റൈബോസോംസ്, ദോസ് ഓൺ ക്ലോറോപ്ലാസ്റ്റ് ആർ ലാർജർ വൈൽ ദോസ് ഇൻ ദ സൈറ്റോപ്ലാസം ആർ സ്മോളർ. തിരിഞ്ഞു പോയില്ലേ? നേരെ തിരിച്ചല്ലേ വരേണ്ടത്? ലൈസോസോംസ് ഒപ്റ്റിമലി ആക്റ്റീവ് അറ്റ് pH ഓഫ് അബൌട്ട് 8.5. 8.5 ആയിരുന്നോ? അല്ല. അപ്പം ഏതാണ്? അസിഡിക് pH ആണെന്ന് നമുക്കറിയാം അല്ലേ? ഇനി അപ്പം ഏതാണ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്ഡ് ആയിട്ടുള്ളത്? ഓപ്ഷൻ 1 തൈലക്കോയിഡ്സ് അല്ലേ? കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, തൈലക്കോയിഡ്സ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ മിസ്മാച്ച്? നോക്കാം. കുറെ പ്ലാസ്റ്റിഡ്സിന്റെ പേര് തന്നിട്ടുണ്ട്. അമൈലോപ്ലാസ്റ്റ്, ഇലയോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ക്രോമോപ്ലാസ്റ്റ്. ഏതാണ് മിസ്മാച്ച് എന്നാണ് ചോദിച്ചേക്കുന്നത് ഇല്ലേ? അമൈലോപ്ലാസ്റ്റ് സ്റ്റോർ പ്രോട്ടീൻ ഗ്രാന്യൂൾസ്. ശരിയാണോ? കിട്ടുന്നുണ്ടോ? നിങ്ങൾ ചെയ്തോ? എല്ലാവർക്കും കിട്ടുന്നുണ്ട് അല്ലേ? എന്താണ് അമൈലോ എന്ന് കേട്ടാൽ തന്നെ അമൈലോസ്, അമൈലോപെക്റ്റിൻ റിലേറ്റഡ് ടു സ്റ്റാർച്ചാ അല്ലേ? അപ്പോൾ അതാണ് റോങ് ഓപ്ഷൻ വരിക. ബാക്കിയെല്ലാം ശരിയാണ്. ഇലയോപ്ലാസ്റ്റ് ഓയിലാണ്, ക്ലോറോപ്ലാസ്റ്റ് ക്ലോറോഫിൽ ആണ്, ക്രോമോപ്ലാസ്റ്റ് കളേർഡ് പിഗ്മെന്റ് ആണ്. അപ്പോൾ ഏതാണ്? സെൽ. ഏത് മെംബ്രെയിനാ? ഒരു 50% കൂടുതലും ഒരു പെർട്ടിക്കുലർ മെംബ്രെയിനാണ് അബണ്ടന്റ് എന്ന് പറയുന്നുണ്ട്. അത് ഏത് മെംബ്രെയിൻ ആയിരിക്കും? എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. ER ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതെ, ERന്റെ മെംബ്രെയിൻ ആണ് ഏറ്റവും വാസ്റ്റ് ആയിട്ടുള്ളത് ഇല്ലേ? അപ്പോൾ 50 to 60% സെല്ലിലെ മെംബ്രെയിൻ നോക്കുവാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഏതായിരിക്കും? ERന്റെ മെംബ്രെയിൻ ആയിരിക്കും, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, അടുത്തത്. പോളിറൈബോസോംസ് ആർ ആൻ അഗ്രിഗേഷൻ ഓഫ്. റൈബോസോംസ് എന്താണെന്ന് നമുക്കറിയാം. നമുക്ക് പോളിറൈബോസോംസ് ആണ് ഒന്നിൽ കൂടുതൽ റൈബോസോംസ് ഉള്ളതിനെയാണ് പറയുന്നത്. പക്ഷെ എന്തോ ഒരു സ്ട്രക്ചറിന് പെക്യുലാരിറ്റി പറയുന്നുണ്ട്. എന്താണത്? കിട്ടുന്നുണ്ടോ? നോക്കിയേ, നമ്മളൊരു mRNA ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ എന്താണ് റൈബോസോംസിനെ ഇങ്ങനെ കാണിച്ചാൽ അതാണ് പോളിറൈബോസോംസ് ഇല്ലേ? അപ്പൊ ഏതാണ് ആൻസർ വരിക? റൈബോസോംസ് ആൻഡ് rRNA. ശരിയാണോ? അല്ലെ mRNA ആണ് വരേണ്ടത് അല്ലേ? ഉള്ളി rRNA ആണോ? അല്ല, ആ ഓപ്ഷനും അല്ല. പെറോക്സിസോംസ്
ഇല്ല, അതുമല്ല. സെവറൽ റൈബോസോംസ് ഹെൽഡ് ടുഗദർ ബൈ എ സ്ട്രിങ് ഓഫ് mRNA. അതെ, സെവറൽ റൈബോസോംസ് എവിടെയാണുള്ളത്? ഒരു സ്ട്രിങ് ഓഫ് mRNAയിലാണുള്ളത്. അതാണ് പോളിറൈബോസോംസ്. അപ്പം ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ 4. അടുത്ത നോക്കാം. Functions like mechanical support, motility, maintenance of shape of cell are performed by. 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മെക്കാനിക്കൽ സപ്പോർട്ട്, മോട്ടിലിറ്റി, പിന്നെ മെയിൻ്റനൻസ് ഓഫ് എ ഷേപ്പ് ഓഫ് സെൽ. ഇത് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? മോട്ടിലിറ്റി ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പം മോട്ടിലിറ്റി എന്നുള്ളൊരു വേർഡ് കാണുമ്പോഴേ നമ്മൾ വേറൊരു ഓപ്ഷനിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആലോചിക്കുക, ഇത് എന്തിൻ്റെ മോട്ടിലിറ്റിയുടെ കേസാണ് പറയുന്നതെന്ന് ആലോചിക്കുക. പിന്നെ ഏതാ, അത് മാത്രമല്ല മെക്കാനിക്കൽ സപ്പോർട്ടും പറയുന്നുണ്ട്. പിന്നെ എന്താണ്? മെയിൻ്റനൻസ് ഓഫ് ഷേപ്പ്, യൂകാരിയോട്ടിക് സെൽസിൻ്റെ കേസാണ്. ഏതാണ്? കിട്ടുന്നുണ്ടോ? സൈറ്റോസ്കെലറ്റൻ. മെജോറിറ്റി ആൾക്കാർ ശരിയാക്കിയിട്ടുണ്ട്. ത്തിലേക്ക് പോവാം. നോക്കാം. വാക്യൂൾ ഇൻ എ പ്ലാന്റ് സെൽ. വാക്യൂളിൻ്റെ ഒരു എന്താണ് അതിൻ്റെ കാര്യം പറഞ്ഞേക്കുന്നത്? ലാക്സ് മെംബ്രെയിൻ ആൻഡ് കണ്ടെയ്ൻസ് എയർ. നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കുന്നുണ്ട്. വാക്യൂളിൻ്റെ മെംബ്രെയിന് പറയുന്ന പേരാണ് ടോണോപ്ലാസ്റ്റ് എന്ന്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്തായാലും ശരിയായിട്ട് വരില്ല അല്ലേ? പിന്നെ ലാക്സ് മെംബ്രെയിൻ ആൻഡ് കണ്ടെയ്ൻസ് വാട്ടർ ആൻഡ് എക്സ്ക്രീറ്ററി സബ്സ്റ്റൻസ്. ലാക്സ് മെംബ്രെയിൻ ആണോ? അവിടെയും ലാക്ക് മെംബ്രെയിൻ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും അതിനകത്ത് പോകാൻ പറ്റില്ല. മെംബ്രെയിൻ ബൗണ്ട് ആൻഡ് കണ്ടെയ്ൻ സ്റ്റോറേജ് പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ്. മെംബ്രെയിൻ ബൗണ്ട് ആണ്, പക്ഷേ സ്റ്റോറേജ് പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ് ആണോ? അല്ല. ഏതാണ് പിന്നെ വരുന്നത്? ഈസ് മെംബ്രെയിൻ ബൗണ്ട് ആൻഡ് കണ്ടെയ്ൻസ് വാട്ടർ ആൻഡ് എക്സ്ക്രീറ്ററി സബ്സ്റ്റൻസ്. അല്ലേ, മെംബ്രെയിൻ ബൗണ്ടും ആണ്, അതിനകത്ത് എന്താ ഉള്ളത്? വാട്ടറും എക്സ്ക്രീറ്ററി സബ്സ്റ്റൻസും ആണുള്ളത്. അതല്ലേ വാക്യൂൾ? ഓക്കെ, അതിലേക്ക് പോവാം. The main function of microtubules is. നോക്കാം. മൈക്രോട്യൂബ്യൂൾസിന്റെ മെയിൻ ഫംഗ്ഷൻ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പ്രോട്ടീൻ സിന്തസിസ് ആണോ? പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്നുണ്ടോ മൈക്രോട്യൂബ്യൂൾസ്? രണ്ടാമത്തെ ഓപ്ഷൻ മൂവ്മെന്റ് ഓഫ് സീലിയ ആൻഡ് ഫ്ലജെല്ല. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫോർമേഷൻ ഓഫ് സ്പിൻഡിൽ ഫൈബേഴ്സ്, അതും പഠിച്ചിട്ടുണ്ട്. ബോത്ത് 2 and 3. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ 4. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. നോക്കാം. അപ്പം ബോത്ത് 2 and 3. മൂവ്മെന്റ് ഓഫ് സീലിയ ആൻഡ് ഫ്ലജെല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 9+2 അറേഞ്ച്മെന്റ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നില്ലേ? അത് മൈക്രോട്യൂബ്യൂൾസിന്റെ അറേഞ്ച്മെന്റ് ആണ്. പിന്നെന്താണ്? ഫോർമേഷൻ ഓഫ് സ്പിൻഡിൽ ഫൈബർ, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനിൽ നമ്മളത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഏതാ? മൈക്രോട്യൂബ്യൂൾസിന്റെ ഫംഗ്ഷൻ ആണ് ബോത്ത് 2 and 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബേസിക് സ്ട്രക്ചർ ഓഫ് ക്രോമാറ്റിൻ ഇസ് കമ്പോസ്ഡ് ഓഫ്. ക്രോമാറ്റിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം. അതിനകത്ത് എന്തുണ്ട്? DNA ഉണ്ട്. DNA-യും പ്ലസ് എന്താ ഒരാളും കൂടെ ഉണ്ടല്ലോ. കിട്ടുന്നുണ്ടോ? നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് റാപ്ഡ് അറൌണ്ട് DNA. DNA-യുടെ എന്താണ് റാപ്പ് ചെയ്ത് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് കാണുമെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ഹിസ്റ്റോൺസ് ആണ് നമുക്കറിയാം. ഓക്കെ, അടുത്ത ഹിസ്റ്റോൺ പ്രോട്ടീൻസ് റാപ്ഡ് അറൌണ്ട് DNA. ഹിസ്റ്റോൺ പ്രോട്ടീൻസ് റാപ്ഡ് അറൌണ്ട് DNA ആണോ? റാപ്ഡ് അറൌണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്മൾ അർത്ഥം മനസ്സിലാക്കണം. ഒന്നിൻ്റെ പുറത്ത് ഒന്ന് റാപ്പ് ചെയ്തേക്കുവാന്നാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം DNA ആരുടെ പുറത്ത് റാപ്പ് ചെയ്തേക്കാണ്? ഹിസ്റ്റോണിന്റെ പുറത്ത്. അങ്ങനെ അർത്ഥം വരുന്ന ഓപ്ഷൻ വേണം എടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഏതാണ്? DNA റാപ്ഡ് അറൌണ്ട് ഹിസ്റ്റോൺ. ഹിസ്റ്റോണിന്റെ പുറത്തല്ലേ DNA റാപ്പ് ചെയ്യുന്നത്? അതല്ലേ ക്രോമാറ്റിൻ എന്ന് പറയുന്നത്? ആ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ക്രോമാറ്റിൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ് വരുന്നത്? ഓപ്ഷൻ 4. ഓക്കെ, അടുത്തത്. Both cilium and flagellum of a eukaryotic cell emerge from a structure which shows. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് സീലിയ ആൻഡ് ഫ്ലജെല്ല നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, 9+2 അറേഞ്ച്മെന്റ് ഇങ്ങനെ പഠിച്ചു വെച്ചുകൊണ്ട് നമ്മൾ പെട്ടെന്ന് 9+2 പോകും. പക്ഷെ അവർ ക്വസ്റ്റ്യൻ ഒന്ന് ശരിക്കും വായിക്കുക. ബോത്ത് സീലിയ ആൻഡ് ഫ്ലജെല്ല ഓഫ് എ യൂകാരിയോട്ടിക് സെൽ എമേർജ് ഫ്രം എ സ്ട്രക്ചർ എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എമേർജ് ചെയ്യുന്നത് ബേസൽ ബോഡിയിൽ നിന്നാണ്. സീലിയ ആൻഡ് ഫ്ലജെല്ല 9+2 ആണെങ്കിലും ബേസൽ ബോഡി എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 9+0 അറേഞ്ച്മെന്റ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. കിട്ടുന്നുണ്ടോ? 9+0 arrangement. 9+0 arrangement. അടുത്തത് മിഡിൽ ലാമെല്ല. മിഡിൽ ലാമെല്ല എന്ന് പറയുന്നത് എന്താണ്? പ്ലാന്റ് സെല്ലിന്റെ അഡ്ജസന്റ് സെല്ലിന്റെ സിമെന്റിംഗ് ലെയർ ആണ് മിഡിൽ ലാമെല്ല. മിഡിൽ ലാമെല്ലിനെ പറ്റി എന്താണ് 3 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഓൾ ഓഫ് ദീസും കൊടുത്തിട്ടുണ്ട്. നോക്കാം. മെയിൻലി കൺസിസ്റ്റ് ഓഫ് കാൽഷ്യം പെക്ടേറ്റ്. അതെ അല്ലേ, കാൽഷ്യം പെക്ടേറ്റ് കൊണ്ടാണ് മിഡിൽ ലാമെല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ ഹോൾഡ് ഡിഫറെന്റ് നെയ്ബറിംഗ് സെൽസ് ടുഗദർ. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 2 നെയ്ബറിംഗ് സെൽസിന്റെ സിമെന്റിംഗ് ലെയർ ആണ്. ഈസ് ഫോംഡ് ആസ് സെൽ പ്ലേറ്റ് ഡ്യൂറിങ് സൈറ്റോകൈനസിസ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈറ്റോകൈനസിസ് ഇൻ പ്ലാന്റ് സെൽസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു 2 സെല്ലുകൾ അല്ലെങ്കിൽ ഒരു സെല്ല് 2 സെല്ലുകളാകുമ്പോൾ പ്ലാന്റിലാണെങ്കിൽ ഒരു സെൽ പ്ലേറ്റ് ഉണ്ടാകും. ആ സെൽ പ്ലേറ്റ് എന്ന് പറയുന്നതാണ് ഭാവിയിലെ മിഡിൽ ലാമെല്ല എന്ന് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഏതാണ്? 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ ഏതാണ് വരുന്നത്? ഓൾ ഓഫ് ദിസ്.
ഓക്കെ, അടുത്തതിലേക്ക് പോകാം. നോക്കാം. വിച്ച് ഓഫ് ദ ഫോർ organisms have cell wall made up of cellulose, galactans, mannans and minerals like calcium carbonate? ഏതാണ്? ഏതിൻ്റെ സെൽ വോളിലാണ് ഈ കോമ്പൗണ്ട്സ് ഒക്കെ ഉള്ളത്? നമുക്കറിയാം പ്ലാന്റിൻ്റെ ആണെങ്കിൽ നമ്മൾ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, പെക്റ്റിൻ, പിന്നെന്താണ് കാൽഷ്യം പെക്റ്റേറ്റ് എന്നൊക്കെ പറയും ഇല്ലേ. ആൽഗയുടെ സെൽ വോളിലാണ് ഇതുള്ളത്. ഫംഗസിന്റെ സെൽ വോൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ എന്നും നമുക്കറിയാം. അപ്പം ഈ കമ്പോണൻസ് ഒക്കെ ഉള്ളത് എവിടെയാണ്? ആൽഗയിലാണ്. കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ അത്? ആ, ശരിയായി വരുന്നുണ്ട് അല്ലേ. ആൽഗി, ആ നോക്കാം. ആൽഗി. ഓക്കെ, അടുത്തത് വിച്ച് നേച്ചർ ഓഫ് ലിപ്പിഡ് എനേബിൾസ് ലാറ്ററൽ മൂവ്മെന്റ് ഓഫ് പ്രോട്ടീൻസ് വിത്ത് ദ ഓവറോൾ ബൈലെയർ? നമ്മൾ ബൈലെയറിൻ്റെ കാര്യം പഠിക്കുമ്പം, അതിൻ്റെ സ്ട്രക്ചർ പഠിക്കുമ്പം നമ്മൾ അതിനൊരു നേച്ചർ ഉണ്ടെന്ന് പറയുന്നു. ഇന്ന നേച്ചറാണ് ആ ബൈലെയറിനുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, അതിന് ഫ്ലൂയിഡിറ്റി ഉണ്ട്. ഏത് നേച്ചറാണത്? എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ഇലാസ്റ്റിസിറ്റി അതുണ്ടെന്ന് പറയുന്നുണ്ടോ? ഫ്ലൂയിഡിറ്റി, ക്വാസി ഫ്ലൂയിഡ്, ആംഫിപ്പത്തിക്. ഇതിൽ ഏത് നേച്ചർ ഉള്ളതുകൊണ്ടാണ് അതിന് ഫ്ലൂയിഡിറ്റി ഉള്ളത്? ക്വാസി ഫ്ലൂയിഡ്, അതായത് സെമി ഫ്ലൂയിഡ് എന്നുള്ളൊരു അർത്ഥം വരുന്നതാണ് ക്വാസി ഫ്ലൂയിഡ്. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ക്വാസി ഫ്ലൂയിഡ്. ഓക്കെ, ആ മിക്കവരും ആൻസർ ശരിയാക്കിയിട്ടുണ്ട്. അടുത്തതിലേക്ക് പോവാം. വിച്ച് സ്റ്റേജ് ഇസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2? നമ്മൾ സെൽ സൈക്കിൾ സെൽ ഡിവിഷനിലെ ക്വസ്റ്റ്യൻസിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. അപ്പം മിയോസിസ് 1, മിയോസിസിന്റെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം G1, S, G2, M1 കഴിഞ്ഞിട്ട് M2, മിയോസിസ് 1, മിയോസിസ് 2. M1ന്റെയും M2ന്റെയും അതിന്റെ ഇടയിലുള്ള ആ ഒരു സ്പെസിഫിക് സമയത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ഒരു ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ള സമയം ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 ഇന്റർഫേസ് 2. ഇന്റർഫേസ് ആരെയാണ് വിളിക്കുന്നത്? ഇവരെയാണ് ഇന്റർഫേസ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഇന്റർഫേസ് 1, 2 ഒന്നും നമ്മൾ പറയാറില്ല അല്ലേ. ഇന്റർകൈനസിസ്, ഇന്റർ മീൻസ് ബിറ്റ്വീൻ, കൈനസിസ് മീൻസ് ഡിവിഷൻ. ആ, ഏതാണ് ആൻസർ വരുന്നത്? ആ, എല്ലാവരും പറയുന്നുണ്ട് ഇന്റർകൈനസിസ്. ഈ സമയത്തിന് വിളിക്കുന്ന പേരാണ് ഇന്റർകൈനസിസ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഡിപ്ലോയിഡ് സൊമാറ്റിക് സെൽ ക്യാൻ ഡിവൈഡ് ബൈ. ആലോചിച്ച് ചെയ്യുക. ഡിപ്ലോയിഡ് സൊമാറ്റിക് സെല്ലിന്റെ കേസാണ് പറഞ്ഞേക്കുന്നത്. ഡിപ്ലോയിഡ് സെല്ലാണ്, സൊമാറ്റിക് സെല്ലുമാണ്. ഫസ്റ്റ് ഓപ്ഷൻ മൈറ്റോസിസ് ബട്ട് നോ മിയോസിസ്. ശരിയാണോ? കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? സൊമാറ്റിക് സെല്ലിന്റെ കേസാണ് പറഞ്ഞേക്കുന്നത്. സൊമാറ്റിക് സെല്ലിൽ മൈറ്റോസിസ് മാത്രമല്ലേ നടക്കുള്ളൂ ഇല്ലേ. റീപ്രൊഡക്റ്റീവ് സെല്ലിലാണ് എന്ത് നടക്കുന്നത്? മിയോസിസ് നടക്കുന്നത് ഇല്ലേ. അപ്പൊ ഡിപ്ലോയിഡിൽ നമുക്കറിയാം മൈറ്റോസിസും മിയോസിസും നടക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഡിപ്ലോയിഡ് സൊമാറ്റിക് സെൽ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഏതേ നോക്കാവുള്ളൂ? അതിന് മൈറ്റോസിസ് പറ്റും, പക്ഷെ മിയോസിസ് പറ്റുമോ? ഇല്ല, അത് സൊമാറ്റിക് സെല്ലാണ്. ഓക്കെ, അപ്പൊ ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ 1. കിട്ടിയായിരുന്നു എല്ലാവർക്കും? എല്ലാവരും മിയോസിസ് ഓർ മൈറ്റോസിസ് ആണല്ലോ പറഞ്ഞേക്കുന്നത്. അത് അങ്ങനെ സൊമാറ്റിക് സെൽ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. സൊമാറ്റിക് സെൽ എന്ന് പറയുമ്പോൾ ഓർത്തോണം, അതിന് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? അതിന് മൈറ്റോസിസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലേ. റീപ്രൊഡക്ഷനുള്ള കപ്പാസിറ്റി വേറെ സെല്ലുകൾക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ അടുത്തത് റിപ്പൾഷൻ ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ടേക്സ് പ്ലേസ് ഇൻ. ഇവിടെ റിപ്പൾഷൻ ഓഫ് ഹോമോലോഗസ് ക്രോമസോമിന് നിങ്ങൾ സെപ്പറേഷൻ ഓഫ് ഹോമോലോഗസ് ക്രോമസോം എന്നുള്ളത് കൺഫ്യൂസ് ആവാറുണ്ട് ചിലപ്പം. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. അപ്പം ഇവർ ഇത് ഏതാ ഉദ്ദേശിക്കുന്നത്? കിട്ടുന്നുണ്ടോ നോക്കിയേ. റിപ്പൾഷൻ എന്ന് പറഞ്ഞാൽ മാറിപ്പോകുന്നതിനെയാണ് നമ്മൾ റിപ്പൾഷൻ എന്ന് പറയുക. അപ്പം റിപ്പൾഷൻ്റെ വേർഡ് മീനിങ് അറിയേണ്ടത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. മാറിപ്പോകുന്നതിനെ, റിപ്പൽ ചെയ്യുന്നതിനെ അല്ലേ. 2 ഹോമോലോഗസ് ക്രോമസോംസ്. അപ്പം നമുക്കറിയാം എന്താണ്, മിയോസിസിന്റെ പ്രോഫേസ് 1ന്റെ സമയത്ത് സൈഗോട്ടിനിൽ 2 ഹോമോലോഗസ് ക്രോമസോംസ് അടുത്തടുത്ത് വരും. ഈ അടുത്തടുത്ത് വരുന്നതിനെ പെയറിംഗ് ചെയ്യും. അപ്പോൾ അവരൊന്ന് റിപ്പൽ ചെയ്യും ഇല്ലേ. അപ്പോൾ എവിടെയാണ്? ഡിപ്ലോട്ടീനിലാണ് സിനാപ്റ്റോണൽ കോംപ്ലക്സ് പോകുന്നത്. അത് മുഴുവൻ പോയി തീരുമ്പോഴാണ് ഇവർ റിപ്പൽ ചെയ്യുന്നത്. അപ്പോൾ റിപ്പൽ ചെയ്യുന്നത് ഏത് സ്റ്റേജിലായിരിക്കും?
ഡയാകൈനസിസിലായിരിക്കും. അപ്പോൾ ആ റിപ്പൽഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ആലോചിക്കരുത്, അനാഫേസ് 1ന്റെ സമയത്ത് സ്പിൻഡിൽ ഫൈബേഴ്സ് വലിച്ചുകൊണ്ട് പോയി ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്യുന്ന കാര്യമല്ല ഇവിടെ ആലോചിക്കേണ്ടത്. റിപ്പൽഷൻ ഓഫ് ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും പിടിച്ചു നിർത്തിയത് സിനാപ്റ്റോണമൽ കോംപ്ലക്സ് ആയിരുന്നു. സിനാപ്റ്റോണമൽ കോംപ്ലക്സ് എന്താണ് ഡിസൊല്യൂഷൻ നടന്നപ്പോഴത്തേനും ഇവർ രണ്ടുപേരും റിപ്പൽ ചെയ്തു. ആ കാര്യമാണ് ആലോചിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെയാണ് ഡയാകൈനസിസ്. ഓക്കെ, അടുത്തത് ഫറോ ഫോർമേഷൻ ഡസ് നോട്ട് ഒക്കർ ഇൻ പ്ലാന്റ് സെൽ ഡ്യൂറിങ് സൈറ്റോകൈനസിസ് ബിക്കോസ് ഓഫ്. നമ്മൾ സൈറ്റോകൈനസിസ് പഠിച്ചപ്പോൾ 2 ടൈപ്പ് പഠിച്ചു. പ്ലാന്റ് സെല്ലിൽ സെൽഫ് ഫറോയിങ് മെത്തേഡ്. സെൽഫ് ഫറോയിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു ഫറോ വരും. ഇത് നമ്മൾ എവിടെ പഠിച്ചു? ആനിമൽ സെൽസിലാണ് ഇങ്ങനെയെന്ന് പഠിച്ചു. പ്ലാന്റ് സെല്ലിൽ നടക്കില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് പ്ലാന്റ് സെല്ലിൽ നടക്കില്ല എന്ന് പറഞ്ഞൊരു കാര്യം? എന്തുകൊണ്ടാണ്? ഇവർക്ക് എന്തുള്ളത് കൊണ്ട്? ഒരു ഇൻഎക്സ്റ്റെൻസിബിൾ സെൽ വാൾ ഉള്ളത് കൊണ്ട്, ഇല്ലേ? സെൽ വാൾ ഇൻഎക്സ്റ്റെൻസിബിൾ ആണ്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? പ്ലാന്റ് സെല്ലിന് അങ്ങനെ ഒരു സെൽ വാൾ ഉള്ളത് കൊണ്ട് ഒരിക്കലും എന്ത് നടക്കില്ല? സെൽ ഫറോ ഫോർമേഷൻ നടക്കില്ല. സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൽ വാൾ ഉണ്ട്. അപ്പൊ പിന്നെ അവർക്കത് നടക്കുമോ? ഇല്ല, ഇല്ലേ? അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? ഇൻഎക്സ്റ്റെൻസിബിൾ സെൽ വാൾ. ഓക്കെ, അടുത്തത് മിയോസിസ് ഇൻവോൾവ്സ് 2 സീക്വൻസ്. നമ്മളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും മിയോസിസ് എഴുതി നോക്കണം. G1 S G2 M1 M2. എന്നിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു കീ ഫീച്ചേഴ്സ് ഓഫ് മിയോസിസ് എന്ന് പറഞ്ഞൊരു പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞേക്കുന്നത്. M1ൽ നമ്മൾ എന്ത് പറഞ്ഞു? അവിടെ ന്യൂക്ലിയർ ഡിവിഷൻ ഉണ്ട്, സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ ഉണ്ട്. വീണ്ടും M2ൽ വീണ്ടും ന്യൂക്ലിയർ ഡിവിഷൻ ഉണ്ട്, സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ ഉണ്ട്. അപ്പം 2 sequential cycles of nuclear and cytoplasmic division എന്നാണ് നമ്മൾ പറയാ, ഇല്ലേ? പക്ഷെ a single ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ന്യൂക്ലിയർ ആൻഡ് സെൽ ഡിവിഷൻ. 2 സീക്വൻഷ്യൽ സൈക്കിൾ ഓഫ് ന്യൂക്ലിയർ ഡിവിഷൻ ആൻഡ് സിംഗിൾ സൈക്കിൾ ഓഫ് സെൽ ഡിവിഷൻ. അതാവോ? അല്ല, 2 പ്രാവശ്യവും ന്യൂക്ലിയർ ഡിവിഷനും സൈറ്റോപ്ലാസ്മിക് ഡിവിഷനും നടക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ല. വീണ്ടും മറ്റിടത്ത് സെൽ ന്യൂക്ലിയർ തിരിച്ചു തന്നേക്കുക. ഇല്ല, 2 പ്രാവശ്യവും ന്യൂക്ലിയർ ഡിവിഷനും നടക്കുന്നുണ്ട്, സൈറ്റോപ്ലാസ്മിക് ഡിവിഷനും നടക്കുന്നുണ്ട്. തേർഡ്, ന്യൂക്ലിയർ ആൻഡ് RNA സിന്തസിസ്. RNA സിന്തസിസ് നമ്മളിവിടെ പറയുന്നില്ല. ഫോർത്ത് നോക്കിയേ, ന്യൂക്ലിയർ ആൻഡ് DNA റെപ്ലിക്കേഷൻ. 2 തവണ ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുന്നുണ്ട്. പക്ഷെ 1 തവണ മാത്രമേ എന്ത് നടക്കുന്നുള്ളൂ? റെപ്ലിക്കേഷൻ നടക്കുന്നുള്ളൂ. മനസ്സിലായോ എന്തുകൊണ്ടാണ് വന്നതെന്ന്? പറഞ്ഞായിരുന്നു 2 ഡിവിഷൻ ഉണ്ട്, പക്ഷെ 1 റെപ്ലിക്കേഷനേ ഉള്ളൂ. ഓക്കെ, ഡ്യൂറിങ് G1 ഫേസ് ഓഫ് സെൽ സൈക്കിൾ. നമ്മൾ എന്താ G1 ഫേസ് ഓഫ് സെൽ സൈക്കിൾ പഠിച്ചേക്കുന്നത്? ഇന്റർഫേസിലെ ഫസ്റ്റ് ഫേസ് ആണ് G1. പിന്നെ തൊട്ടടുത്ത ഫേസ് അല്ലേ, ഏതാണ്? എസ് ഫേസിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെയൊക്കെ സിന്തസൈസ് ചെയ്യുന്ന സമയമാണ് G1. അങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പൊ നോക്കിയേ, ഡ്യൂറിങ് G1 ഫേസ് ഓഫ് സെൽ സൈക്കിൾ RNA ആൻഡ് പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ്. RNAയുടെ കാര്യമൊന്നും ടെക്സ്റ്റിൽ അങ്ങനെ പറയുന്നില്ല, പക്ഷെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. G1 ഫേസിന്റെ സമയത്ത് എന്തൊക്കെ സിന്തസൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. പ്രോട്ടീൻസ്, ആർക്ക് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ്? എസ് ഫേസിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനെ സിന്തസൈസ് ചെയ്യണമെങ്കിൽ RNA ആദ്യം സിന്തസൈസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം RNAയും സിന്തസൈസ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? പിന്നെ DNA ആൻഡ് പ്രോട്ടീൻസ് ആർ സിന്തസൈസ്. DNA സിന്തസിസ് എവിടെ നടക്കുന്നുള്ളൂ? എസ് ഫേസിലേ നടക്കുന്നുള്ളൂ, ഇല്ലേ? സെൽ പ്രിപ്പയർസ് ഫോർ M ഫേസ്. M ഫേസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഫേസ് ഏതാ? G2 ആ, ഇല്ലേ? പിന്നെ സെൽ അണ്ടർഗോ ഡ്യൂപ്ലിക്കേഷൻ. ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നുണ്ടോ G1ൽ? ഇല്ല. അപ്പൊ ഏതാണ് ആൻസർ? ഫസ്റ്റ് വൺ. RNA ആൻഡ് പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ്. എല്ലാവർക്കും ശരിയായിട്ട് കിട്ടുന്നുണ്ട്? ഓക്കെ. Which of the following is unique to mitosis and not a part of meiosis? അല്ലേ? അപ്പം എന്താ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. മൈറ്റോസിന് മാത്രം യൂണീക്ക് ആയിട്ടുള്ളത് എന്താ? മിയോസിന്റെ അല്ലാത്തത്. അതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം ഏതാണുള്ളത്. ഹോമോലോഗസ് ക്രോമസോംസ് ബിഹേവ് ഇൻഡിപെൻഡന്റ്ലി. ബാക്കിയുള്ള ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ക്രൊമാറ്റിഡ്സ് ആർ സെപ്പറേറ്റഡ് ഡ്യൂറിങ് അനാഫേസ്. ക്രൊമാറ്റിഡിന്റെ സെപ്പറേഷൻ 2 സ്ഥലത്ത് നടക്കുന്നുണ്ട്. മൈറ്റോസിന്റെ അനാഫേസിൽ നടക്കുന്നുണ്ട്, മിയോസിന്റെ അനാഫേസ് 2ലും നടക്കുന്നുണ്ട്.
അപ്പോൾ രണ്ട് പേർക്കും ഉള്ള സാധനമാണ് സെക്കൻഡ് ഓപ്ഷൻ. ഹോമോലോഗസ് ക്രോമസോംസ് പെയർ ആൻഡ് ഫോം ബൈവാലന്റ്. ഇത് ആർക്ക് മാത്രമേ ഉള്ളൂ? ഹോമോലോഗസ് ക്രോമസോം പെയർ ചെയ്യുന്നതൊക്കെ എവിടെയാ? സൈഗോട്ടിൻ. സൈഗോട്ടിൻ എവിടെയാ? പ്രോഫേസ് 1. പ്രോഫേസ് 1 എവിടെയാ? മിയോസിസ് ഇല്ലേ? മിയോസിസ് 1-ലാണ്. അപ്പോൾ അത് മിയോസിസിനുള്ളതാണ്. നോട്ട് എ പാർട്ട് ഓഫ് മിയോസിസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അല്ല, മിയോസിസിനുള്ള കാര്യമാണ്. അപ്പോൾ ഇതും മിയോസിസിനുള്ളതാണ്. നോക്കിയാൽ അടുത്തത് ഹോമോലോഗസ് ക്രോമസോംസ് ക്രോസ് ഓവർ. മിയോസിസിനുള്ളതാണ്. പാക്കൈറ്റിനിലല്ലേ നടക്കുന്നത്. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ ഹോമോലോഗസ് ക്രോമസോം ബിഹേവ് ഇൻഡിപെൻഡന്റ്ലി. അതായത് ഒരു സെല്ലിൽ ഞാൻ പറയുന്നു അതിന്റെ 2n = 4 ആണെന്ന് വെക്കുക. ഡിപ്ലോയിഡ് നമ്പർ 4 ആണെന്ന് വെക്കുക. 4 ക്രോമസോംസ് ഉണ്ട്. 4 ക്രോമസോമും 4 ബിഹേവ് ചെയ്യുന്നത് എപ്പോഴാ? മൈറ്റോസിസിന്റെ സമയത്താണ്. അതേസമയം മിയോസിസിനകത്ത് വരുമ്പം 4 ക്രോമസോം ഉണ്ടെങ്കിൽ നമുക്കറിയാം 2 സൈഗോട്ടിന്റെ സമയത്ത് ഒരു പെയറായിട്ട് നിൽക്കും, മറ്റ് 2 ഒരു പെയറായിട്ട് നിൽക്കും. ഡ്യൂപ്ലിക്കേറ്റഡ് ഫോമിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നേ ഉള്ളൂ ഇല്ലേ? അപ്പം ഹോമോലോഗസ് ക്രോമസോംസ് അങ്ങനെ അല്ലാതെ പെയറായിട്ടല്ലാതെ ഇൻഡിപെൻഡന്റ്ലി ബിഹേവ് ചെയ്യുന്ന എപ്പോഴാണ്? നമ്മൾ അതിന്റെ കാര്യം പറയുന്നുണ്ടോ? പെയർ ചെയ്യുന്നൊക്കെ മൈറ്റോസിസിൽ പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? ഫസ്റ്റ് വൺ. ഓക്കെ, അടുത്തത് വാട്ട് ഇസ് നോട്ട് സീൻ ഡ്യൂറിങ് മൈറ്റോസിസ് ഇൻ സൊമാറ്റിക് സെൽസ്. ചെയ്യാൻ നോക്കി. മൈറ്റോസിന്റെ സമയത്ത് നമുക്ക് കാണാൻ പറ്റാത്തത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. സ്പിൻഡിൽ ഫൈബേഴ്സ് കാണാൻ പറ്റില്ലേ? മൈറ്റോസിന്റെ സമയത്ത് കാണാൻ പറ്റും. ക്രോമസോം മൂവ്മെന്റ് കാണാൻ പറ്റും അല്ലേ? ഡിസപ്പിയറൻസ് ഓഫ് ന്യൂക്ലിയസ് കാണാൻ പറ്റാറുണ്ട്. സിനാപ്സിസ് മൈറ്റോസിന്റെ സമയത്ത് കാണുന്നതാണോ? അല്ല. കിട്ടുന്നുണ്ടോ? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഫോർത്ത് ഓപ്ഷൻ സിനാപ്സിസ് മിയോസിന്റെ സമയത്താണ്. സൈഗോട്ടിനിലാണ്. ഹോമോലോഗസ് ക്രോമസോം പെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തത് in meiosis 1 a bivalent is an association of bivalent എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? 2 ഹോമോലോഗസ് ക്രോമസോം, ഡ്യൂപ്ലിക്കേറ്റഡ് ഫോമിലുള്ള ഹോമോലോഗസ് ക്രോമസോം ഇതുപോലെ അടുത്തടുത്ത് വന്നാൽ സിനാപ്റ്റോണമൽ കോംപ്ലക്സ് വന്ന് സിനാപ്സിസ് നടന്ന് അടുത്തടുത്ത് വരുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയും? പെയർ ആയാൽ നമ്മൾ അതിനെ എന്ത് പറയും? ബൈവാലന്റ് അല്ലെങ്കിൽ ടെട്രാഡ് എന്ന് പറയും. ഇനി ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ 4 ക്രോമാറ്റിഡ്സ് ആൻഡ് 4 സെൻട്രോമിയേഴ്സ് ഉണ്ടോ? 4 ക്രോമാറ്റിഡ് ഉണ്ടോ? 1 2 3 4. 4 ക്രോമാറ്റിഡ് ഉണ്ട്. 4 സെൻട്രോമിയർ ഉണ്ടോ? സെൻട്രോമിയർ ഏതാ പൊസിഷൻ? ഇതാണ് സെൻട്രോമിയർ. 4 സെൻട്രോമിയർ ഉണ്ടോ? ഇല്ല. അപ്പൊ ഏതാണ് ആൻസർ വരിക? ഏതാണ്? 4 ക്രോമാറ്റിഡ്സ്, 4 ക്രോമാറ്റിഡ് ആൻഡ് 2 സെൻട്രോമിയർ. 2 സെൻട്രോമിയർ കിട്ടുന്നുണ്ട് ഇല്ലേ? എല്ലാവരും ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏതാണ്? ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എസ് ഫേസ് ഓഫ് ദ സെൽ സൈക്കിൾ. ഓക്കെ, എസ് ഫേസ് സിന്തസിസ് ഫേസ്, DNA റെപ്ലിക്കേഷൻ നടക്കുന്ന ഫേസ്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻ 1 ക്രോമസോം നമ്പർ ഇസ് ഇൻക്രീസ്ഡ്. ക്രോമസോം നമ്പർ കൂടുന്നുണ്ടോ? നമ്മൾ പഠിച്ചപ്പം ക്ലിയർ ആയിട്ട് പഠിച്ചായിരുന്നു. ഇങ്ങനെയാണ് G1 ഇരിക്കുന്ന ഒരു ക്രോമസോം ഇങ്ങനെയാണെങ്കിൽ എസ് എന്ന് പറയുമ്പം അത് ഇങ്ങനെയായിട്ട് മാറും. ഇങ്ങനെയായിട്ട് മാറുന്ന കാര്യം പറഞ്ഞിട്ടില്ലേ? ഇവിടെ ക്രോമസോം നമ്പർ ഞാൻ പറഞ്ഞത് ഇതെന്ന് പറയുന്ന 1 ആണ്. എസ് ഫേസിലോ 1 എന്ന് തന്നെ പറയും. അതെന്തുകൊണ്ടാ? ഇവിടെ എന്താണ്? DNA ഇവിടെ ഒരു ക്രോമസോം ആണെങ്കിൽ ഇവിടെയും ഒരു ക്രോമസോം. ക്രോമസോമിനെ എണ്ണാൻ എന്ത് ചെയ്താൽ മതി? സെൻട്രോമിയർ എണ്ണിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി DNA ഇവിടെ എത്ര DNA? 1 DNA. ഇവിടെ എത്ര DNA? 2 DNA. അപ്പോൾ ക്രോമസോം നമ്പർ കൂടിയോ? ഇല്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ക്രോമസോം നമ്പർ ഇസ് ഇൻക്രീസ്ഡ്. എസ് ഫേസിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എമൗണ്ട് ഓഫ് DNA ഇസ് റെഡ്യൂസ് ടു ഹാഫ്. റെഡ്യൂസ് ചെയ്യുവാണോ? അല്ല. എമൗണ്ട് ഓഫ് DNA ഡബിൾസ് ഇൻ ഈച്ച് സെൽ. എമൗണ്ട് ഓഫ് DNA ഡബിൾ ചെയ്യുന്നുണ്ട്. എമൗണ്ട് ഓഫ് DNA റിമെയിൻസ് സെയിം. റിമെയിൻസ് സെയിം ആണോ? 1 2 ആയി. റെപ്ലിക്കേഷൻ നടന്നു, കോപ്പി എടുത്തു, അപ്പോൾ 1 2 ആകും ഇല്ലേ? അപ്പം ഏതാണ്? എമൗണ്ട് ഓഫ് DNA ഡബിൾസ് ഇൻ ഈച്ച് സെൽ. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദ നമ്പർ ഓഫ് DNA ഇൻ ദ ക്രോമസോംസ് അറ്റ് G2 സ്റ്റേജ് ഓഫ് ദ സെൽ സൈക്കിൾ. എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു ക്രോമസോമിന്റെ കാര്യം അവിടെ ചോദിച്ചിരിക്കുന്നത്. G1 ഇങ്ങനെയാണ് ഒരു ക്രോമസോം എങ്കിൽ നമുക്കറിയാം ഇതാണ് G1, ഇതാണ് S എങ്കിൽ ഇങ്ങനെയായിരിക്കും. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഇനി നോക്കിയേ G2 ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇങ്ങനെ തന്നെ റിമൈൻ ചെയ്യും. അപ്പൊ നോക്കിയേ എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്പർ ഓഫ് DNA. ഇവിടെ എത്ര DNA ആയിരുന്നു? 1 DNA ആയിരുന്നു. ഇവിടെ എത്ര DNA ആയി? 2 DNA ആയി. ഈച്ച് ക്രോമസോമിന്റെ കാര്യം ചോദിച്ചിരിക്കുന്നത്, ഒറ്റ ക്രോമസോമിന്റെ കാര്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ് ആൻസർ വരിക? 2 ആണ് ആൻസർ വരിക. Okay. The number of chromosome groups at the equatorial plate in metaphase 1 of meiosis in a plant cell with a 2n = 50 shall be.
അപ്പം എന്താണ് ചോദിച്ചേക്കുന്നത്? 2n = 50. അതായത് ഒരു സെല്ലിൽ 50 ക്രോമസോംസ് ഉണ്ട്. ഇത് മെറ്റാഫേസ് 1 ആകുമ്പോൾ നമുക്കറിയാം ബൈവാലന്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. ഹോമോലോഗസ് ക്രോമസോം ആണ് അവിടെ അറേഞ്ച് ചെയ്യുന്നത്, ബൈവാലന്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്, ഇല്ലേ? അപ്പൊ അവിടെ എത്ര ക്രോമസോം ഗ്രൂപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ അർത്ഥം എന്താ? അവിടെ എത്ര ബൈവാലന്റ് എന്നുള്ളതാ. എത്രയാ ബൈവാലന്റ്? 50 ക്രോമസോംസ് ഉണ്ടെങ്കിൽ എത്രയായിരിക്കും ബൈവാലന്റ്? കിട്ടുന്നുണ്ടോ? മെജോറിറ്റി ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ട്, 80% ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാ നോക്കിയേ? 25. ഞാൻ അത് പറഞ്ഞു തന്നായിരുന്നു. നമ്മുടെ 2n = 46 ആണെങ്കിൽ, നമ്മുടെ സെല്ലിന്റെ കേസാണ് ചോദിക്കുന്നതെങ്കിൽ 46 ആണെങ്കിൽ നമുക്ക് എത്ര ബൈവാലന്റ് ഗ്രൂപ്പ് കാണും? 23. കാരണം എന്താ? ഒരു ബൈവാലന്റ് എന്ന് പറയുന്നത് 2 ക്രോമസോമാ, അല്ലേ? അപ്പൊ 25 ബൈവാലന്റിലായിരിക്കും, 25 ക്രോമസോം ഗ്രൂപ്പിലായിരിക്കും എന്തുള്ളത്? 25 × 2 എത്ര? 50. ഓക്കെ. അടുത്തത്, if a cell has a chromosome number after first meiosis equal to 48, the chromosome number in the daughter cell after the completion of meiosis will be. ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താ? ക്രോമസോം നമ്പർ ആഫ്റ്റർ ഫസ്റ്റ് മിയോസിസ്. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഒരു സെല്ലിങ്ങനെ എടുക്കാം. ഇത് ഡിപ്ലോയിഡ് ആണ്. ഈ സെല്ല് ആദ്യം മിയോസിസ് 1 കഴിഞ്ഞപ്പം 2 സെല്ലായിട്ട് മാറി. മിയോസിസ് 2 കഴിഞ്ഞപ്പം വീണ്ടും 2 സെല്ലായിട്ട്, ഇത് 2 സെല്ലായിട്ട്, അങ്ങനെയാണ്. ഇതാണ് മിയോസിസ് നമ്മൾ ഷോർട്ട് ആക്കി വരച്ചാൽ, അല്ലേ? ഇങ്ങനെയാണെങ്കിൽ 2n n ആകും മിയോസിസ് 1-ല്, n തന്നെയായിട്ട് റിമൈൻ ചെയ്യും മിയോസിസ് 2-ല്. എന്താ ചോദിച്ചേക്കുന്നത്? ക്രോമസോം നമ്പർ ആഫ്റ്റർ ഫസ്റ്റ് മിയോസിസ്. ഫസ്റ്റ് മിയോസിസ് കഴിഞ്ഞപ്പോൾ ക്രോമസോം നമ്പർ 48 ആണ്, ഇല്ലേ? എന്താണ് ചോദിച്ചേക്കുന്നത്? ക്രോമസോം നമ്പർ ഇൻ ദ ഡോട്ടർ സെൽസ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് മിയോസിസ്. n ആണ് 48 എങ്കിൽ കംപ്ലീഷൻ ഓഫ് മിയോസിസ് കഴിയുമ്പോൾ n തന്നെയാണെങ്കിൽ 48 തന്നെയല്ലേ വരുന്നത്? ഇത് തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ളൊരു എന്താണ്, ഈ ഒരു ബോധം നമുക്ക് വേണം. എന്താണ്? 2n n ആകും മിയോസിസ് 1 കഴിയുമ്പോൾ, മിയോസിസ് 2 കഴിയുമ്പോഴത്തേനും n തന്നെയാണ്. ഇവിടെ 48 ആണെങ്കിൽ ഇവിടെയും 48 തന്നെയാണ്. ഓക്കെ. അപ്പൊ ഏതാണ് ആൻസർ വരിക? ഓക്കെ. അടുത്തത്, how many meiotic divisions will be necessary to produce 200 pollen grains? ഓക്കെ. ഇത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു മൈക്രോസ്പോർ മദർ സെൽ എത്ര? 4 പോളൻ ഗ്രെയിൻസ് ഉണ്ടാക്കും, ഇല്ലേ? അപ്പം 200 പോളൻ ഗ്രെയിൻസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എത്ര സെല്ല് വേണം? അതായത് ഒരു മൈക്രോസ്പോർ മദർ സെൽ ഒരു മിയോസിസിലൂടെയാണ് എന്ത്? 4 പോളൻ ഗ്രെയിൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ എത്ര മിയോട്ടിക് ഡിവിഷൻസ് വേണം? അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യുക? 200 ഡിവൈഡഡ് ബൈ 4 എത്ര കിട്ടും? 50. ഓക്കെ. അപ്പൊ ഏതാണ് ആൻസർ? ഓപ്ഷൻ 1, 50. അടുത്തത്, ഹൗ മെനി മൈറ്റോട്ടിക് ഡിവിഷൻസ് ആർ നീഡഡ് ഫോർ എ സിംഗിൾ സെൽ ടു മേക്ക് 128 സെൽസ്? നമ്മൾ എങ്ങനെ ഇത് നോക്കുക? ഇതിനൊരു ഫോർമുല ഉണ്ട്. 2n എന്നുള്ളതാണ് ഫോർമുല. 2n ആണ് നമുക്ക് 128 കിട്ടിയിരിക്കുന്നത്. അപ്പൊ n എത്ര കിട്ടും? നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക? കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? 7 ആണ് ആൻസർ കിട്ടുക. ഓക്കെ. അപ്പൊ ഓപ്ഷൻ 1. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ഓൺ ടു. എങ്ങനെയാ നമുക്കറിയാം? ഒരു മെറ്റാഫേസ് സ്റ്റേജ് നോക്കാം. മെറ്റാഫേസ് സ്റ്റേജിൽ ഞാൻ ഇപ്പോൾ ഒറ്റ ക്രോമസോമിനെയാണ് ഇവിടെ വരയ്ക്കുന്നത്. ഈ ക്രോമസോമിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നമുക്കറിയാം എന്തുണ്ട്? ഡിസ്ക് ഷേപ്ഡ് എന്താണ്? കൈനറ്റോകോസ് ഉണ്ട് ഇവിടെ സെൻട്രോമിയർ റീജിയനിൽ. ഇവിടുന്നുള്ള സ്പിൻഡിൽ ഫൈബേഴ്സ് ഇവിടെയും ഇവിടുന്നുള്ള സ്പിൻഡിൽ ഫൈബേഴ്സ് ഈ കൈനറ്റോകോറിലോട്ടുമാണ് അറ്റാച്ച് ചെയ്യുന്നത്, ഇല്ലേ? അത് വെച്ച് ആൻസേഴ്സ് നോക്കുവാണെങ്കിൽ കൈനറ്റോകോസ് ഓഫ് ദ ക്രോമസോം ശരിയാ, അല്ലേ? എന്നാലും ബാക്കി ഓപ്ഷൻസ് വായിച്ചു നോക്കാം. സെൻട്രോമിയർ ഓഫ് ദ ക്രോമസോം, സെൻട്രോമിയറിലോട്ടാണോ അറ്റാച്ച് ചെയ്യുന്നത്? അല്ല, സെൻട്രോമിയറിലുള്ള കൈനറ്റോകോറിലോട്ട്. ഓക്കെ. അപ്പൊ കൈനറ്റോസോം തെറ്റിക്കാൻ വേണ്ടിയിട്ടതാണ്. ടീലോമിയർ അല്ല, നമുക്കറിയാം. അപ്പൊ ഏതാണ് ഓപ്ഷൻ വരിക? കൈനറ്റോകോസ് ഓഫ് ദ ക്രോമസോംസ്. ഓക്കെ. അടുത്തത്, ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ് ബിറ്റ്വീൻ. തെറ്റിപ്പോകുന്ന ഒരു, നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും. ഇത് ഈ ഓപ്ഷൻസ് എല്ലാം കൂടെ കാണുമ്പോൾ ഇതിലത്തെ ഏതാ ശരി എന്നുള്ളത് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ നോക്കിയേ എങ്ങനെയാന്നുള്ളത്. 2 ഹോമോലോഗസ് ക്രോമസോം സിനാപ്സ് ചെയ്തു. എന്തിനാണ് ഇവർ സിനാപ്സിസ് ചെയ്യുന്നത്? ക്രോസിംഗ് ഓവർ നടക്കാൻ വേണ്ടി. അപ്പൊ സിനാപ്സ് ചെയ്യണമെങ്കിൽ അവർ ഹോമോലോഗസ് ക്രോമസോം ആയിരിക്കണം, ഇല്ലേ? അപ്പൊ ഇവർ രണ്ടുപേരും നമ്മൾ എന്ത് വിളിക്കും? സിസ്റ്റർ ക്രോമാറ്റിഡ്. ഇവർ രണ്ടുപേരും നമുക്ക് എന്ത് വിളിക്കാം? സിസ്റ്റർ ക്രോമാറ്റിഡ്സ്.
സിസ്റ്റേഴ്സ് തമ്മിലാണോ റീകോമ്പിനേഷൻ നടക്കുന്നത്? അല്ല, ഇത് രണ്ടും തമ്മിലാണ്. ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നോൺ സിസ്റ്റേഴ്സ്. അപ്പൊ ഏതാണ് ആൻസർ വരിക? ഹോമോലോഗസ് ക്രോമസോം, നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. പിടികിട്ടിയോ? ആ, ഏതാണ്? നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം. ആ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. നോക്കിയേ, ഓപ്ഷൻ 2. ഓക്കെ, അടുത്തത് എ സെൽ ദാറ്റ് ഇസ് എൻറ്ററിംഗ് ദ എം ഫേസ് ഓഫ് ദ സെൽ സൈക്കിൾ ഈസ്. എന്താണ് എ സെൽ ദാറ്റ് ഇസ് എൻറ്ററിംഗ് ദ എം ഫേസ്? എം ഫേസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? മൈറ്റോസിസ് ഫേസിനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സെല്ല് എങ്ങനെയായിരിക്കും? ഏത് സെല്ലിന് നമുക്ക് ഒരു മൈറ്റോസിസ് ഫേസിലേക്ക് കയറാൻ പറ്റും എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഓൾവേസ് ഹാപ്ലോയിഡ്. ഹാപ്ലോയിഡ് സെല്ലിന് മാത്രമേ എന്ത് പറ്റുള്ളൂ? മൈറ്റോസിസ് പറ്റുള്ളൂ? അല്ല, അല്ലേ? അപ്പോൾ ആ ഓപ്ഷൻ അല്ല. ഐദർ ഹാപ്ലോയിഡ് ഓർ ഡിപ്ലോയിഡ്. ഡിപ്ലോയിഡ് സെല്ലിനും ഹാപ്ലോയിഡ് സെല്ലിനും മൈറ്റോസിസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഓപ്ഷൻ നമുക്ക് അവിടം വരെ ശരിയാ, അല്ലേ? ഓൾവേസ് വിത്ത് ഡ്യൂപ്ലിക്കേറ്റഡ് ക്രോമസോം. ആ G1 നമുക്കറിയാം, G1 S G2. എസ്സിൽ ഡ്യൂപ്ലിക്കേഷൻ കഴിഞ്ഞാലല്ലേ എമ്മിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പൊ ഹാപ്ലോയിഡ് ആണെങ്കിലും ഡിപ്ലോയിഡ് ആണെങ്കിലും എസ്സിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ എവിടോട്ട് കയറുള്ളൂ? എമ്മിലേക്ക് കയറുള്ളൂ. അപ്പൊ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ 2. ആ, കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. ഓക്കെ, അടുത്തത് സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് എസ് ഫേസ് ഓഫ് ഇന്റർഫേസ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വെച്ചേക്കുന്നത് ഒക്കോസ് ബിറ്റ്വീൻ G1 ആൻഡ് G2. ശരിയാ, അല്ലേ? G1 S G2 അങ്ങനെയല്ലേ? അപ്പോൾ ഒക്കോസ് ബിറ്റ്വീൻ G1 ആൻഡ് G2. DNA replication begins in the nucleus. ശരിയാണ്, ന്യൂക്ലിയസിനകത്ത് DNA റെപ്ലിക്കേറ്റ് ചെയ്യും. സെൻട്രിയോൾസ് ഡ്യൂപ്ലിക്കേറ്റ് ഇൻ ദ സൈറ്റോപ്ലാസം. ആ, അതും ശരിയാണ്. ആസ് DNA is doubled, number of chromosome also doubled. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ക്വസ്റ്റിന്റെ കേസിൽ എസ് ഫേസിൽ ഒരിക്കലും DNAയുടെ നമ്പർ ഡബിൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരിക്കലും എന്ത് ഡബിൾ ചെയ്യുന്നില്ല? ക്രോമസോം നമ്പർ ഡബിൾ ചെയ്യുന്നില്ല. ദേ റിമെയിൻ സെയിം, ഇല്ലേ? അപ്പൊ ഏതാണ് ആൻസർ വരിക? ദിസ് വൺ. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അടുത്തത് ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് മിയോസിസ്. നോക്കാം, മിയോസിസിനെ കൊണ്ട് എന്താണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് നടക്കാറുണ്ട്. സിനാപ്സിസ്. 4 ഹാപ്ലോയിഡ് സെൽസ്. ആ, മിയോസിസ് എന്ന പ്രോസസ് കഴിയുമ്പോൾ 4 ഹാപ്ലോയിഡ് സെൽസ് ഉണ്ടാവും. അറ്റ് ദ എൻഡ് ഓഫ് മിയോസിസ് ദ നമ്പർ ഓഫ് ക്രോമസോംസ് ആർ റെഡ്യൂസ്ഡ് ടു ഹാഫ്. ശരിയല്ലേ? 2n n ആയിട്ട് മാറും. 2 cycles of DNA replication occur. അല്ല, നമ്മൾ എപ്പോഴും പറയാറുണ്ട് G1 S G2 M1 M2. 2 sequential cycle of nuclear and cytoplasmic division, 1 round of replication. 2 round ഇല്ല. ഓക്കെ, അടുത്തത് the enzyme recombinase is required in which stage of meiosis? ആ, റീകോമ്പിനേസ് എന്ന് പറഞ്ഞാൽ റീകോമ്പിനേഷന് സഹായിക്കുന്ന എൻസൈം. റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ക്രോസിംഗ് ഓവർ. ഏത് എൻസൈം ആണ്? ഏത് റീകോമ്പിനേസ് എന്ന് പറഞ്ഞ എൻസൈം ഏത് ഫേസിലാണ് വരുന്നത്? ഏത് ഫേസിലാണ് വരുന്നത്? നോക്കിയേ, പാക്കൈറ്റീൻ. പാക്കൈറ്റീനിലല്ലേ നമ്മൾ ക്രോസിംഗ് ഓവർ നടക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? പാക്കൈറ്റീൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. During which phases of cell cycle the amount of DNA in a cell remains at 4C level if the initial amount as 2C? Initial amount 2C ആണെങ്കിൽ എന്താണ്? എസ് ഫേസ് കഴിയുമ്പോൾ അല്ലേ, അല്ലെങ്കിൽ എസ് ഫേസിൽ 4C ആകും എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. G1 ആൻഡ് S. G1ൽ നമുക്കറിയാം 2C ആണ്. G1ൽ 2C ആണെങ്കിലാണ് റെപ്ലിക്കേഷൻ കഴിയുമ്പോൾ 4C നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ G1 ഒരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? അടുത്ത നോക്കിയേ, only G2. G2ൽ ഓക്കെ ശരിയാണ്, നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചേക്കുന്നത്. G1ൽ ഇത് ഇങ്ങനെ, ഇല്ലേ? 2C ആണെങ്കിൽ എസ്സിൽ ഇങ്ങനെ ആവുന്നതേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് 4C ആയെന്ന് പറയാൻ പറ്റില്ല, 4C ആവുന്നതേ ഉള്ളൂ. G2ൽ എന്തായാലും എന്താണ്? ഇങ്ങനെ തന്നെയാണ്, 4C ആണ് G2ൽ, ആണല്ലോ. തേർഡ് ഓപ്ഷൻ നോക്കിയേ, G2 ആൻഡ് M. എമ്മിൽ എന്താണ്? അത് റെഡ്യൂസ് ചെയ്ത് പോകുന്നുണ്ട്, ഇല്ലേ? എമ്മിൽ മുഴുവനും എന്താണ് 4C ആയിട്ട് നിൽക്കുവാണോ? അല്ല. G0 ആൻഡ് G1. G1 എന്തായാലും ഇല്ലെന്ന് നമുക്കറിയാം. അപ്പൊ പിന്നെ G0 ഉണ്ടാവില്ല, കാരണം എസ് ഫേസിലോട്ട് കയറിയിട്ടില്ല. അപ്പൊ ഏതാണ് ആൻസർ വരിക? ഉള്ളി G2 ആണ് വരിക, ഇല്ലേ? ഉള്ളി G2 ആണ്. G2ലായിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് അത് 4Cയിൽ നിൽക്കുന്നത്. ഇവിടെ എസ് ഫേസിൽ അത് 4Cയിലേക്ക് ആവുന്നതേ ഉള്ളൂ, റെപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, 2C to 4C കൺവേർഷൻ നടക്കുന്നതേ ഉള്ളൂ. ഇവിടെയാണ് കംപ്ലീറ്റ് ആയിട്ട് അത് 4Cയിലാവുന്നത്. ഓക്കെ, ആ, കിട്ടിയിട്ടുണ്ട്. ആ, കുറച്ച് പേർക്ക് അത് തെറ്റി പോയിട്ടുണ്ട്, അല്ലേ? ആ, കുഴപ്പമില്ല. നോക്കിയേ എം എന്താ? എമ്മിൽ അത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, 4C തിരിച്ച് റെഡ്യൂസ് ചെയ്യുന്നില്ലേ? ആ, ഓക്കെ. അടുത്തത്, എസ് ഫേസ് ഇസ് നോട്ട് ക്യാരക്ടറൈസ്ഡ് ബൈ. എസ് ഫേസ് ഇസ് നോട്ട് ക്യാരക്ടറൈസ്ഡ് ബൈ DNA ഡ്യൂപ്ലിക്കേഷൻ, റെപ്ലിക്കേഷൻ ഓഫ് DNA നടക്കുന്നില്ലേ? നോ ഇൻക്രീസ് ഇൻ ക്രോമസോം നമ്പർ. നോക്കാം, ക്രോമസോം നമ്പർ ശരിയാ, ഞാൻ പറയുന്നത് ക്രോമസോം നമ്പർ കൂടില്ല.
DNA replication, അത് തന്നെയാണ് DNA duplication എന്ന് പറയുന്നതും. Duplication of centriole in nucleus of eukaryotic animal cell. നോക്കിയേ ഏതാ കറക്റ്റ് ആൻസർ വരുന്നതെന്ന് ഒന്ന് നോക്കിയേ എല്ലാവരും പറഞ്ഞത്. ഫോർത്ത് ഓപ്ഷൻ നോക്കിയേ, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് സെൻട്രിയോൾ ഇൻ ന്യൂക്ലിയസ്. സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേഷൻ ന്യൂക്ലിയസിലാണോ നടക്കുന്നത്? ആണോ? അല്ല. നമ്മൾ പെട്ടെന്ന് ഈ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് സെൻട്രിയോൾ കേൾക്കുമ്പോഴത്തേനും ശരി അതായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ നോക്കിയേ ന്യൂക്ലിയസിലാണോ നടക്കുന്നത്? അല്ല. ആനിമൽ സെല്ലൊക്കെ തന്നെ, പക്ഷെ അത് സൈറ്റോപ്ലാസ്റ്റിലാണ്. അപ്പോൾ ഏതാണ്? ദിസ് വൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സെൽ ഗ്രോത്ത് ഈസ് എ. സെൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽ ഗ്രോത്ത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈറ്റോപ്ലാസം കൂടുന്നത് കണ്ടിന്യൂസ് ആണ്. G1 G2 സെല്ല് വളർന്നുകൊണ്ടേയിരിക്കും. എപ്പോൾ ഡിവിഷനിലേക്ക് കയറുന്നോ അപ്പോഴത്തേനും അത് നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ സെൽ ഗ്രോത്ത് കണ്ടിന്യൂസ് ആണ്. DNA റെപ്ലിക്കേഷൻ ഒരു ഫേസിലേക്ക് മാത്രമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ആൻസർ വരിക? സെൽ ഗ്രോത്ത് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഓക്കെ, അടുത്തത്. Constancy of chromosome number in successive generation is brought by the process of. സിമിലർ ആയിട്ടുള്ളൊരു സെന്റൻസ് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. എന്താണ് ഓർമ്മയുണ്ടോ? മിയോസിന്റെ സിഗ്നിഫിക്കൻസ് പഠിക്കുമ്പോഴത്തേനും നമ്മൾ ഈ കോൺസ്റ്റൻസി ഓഫ് ക്രോമസോം നമ്പർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മൈറ്റോസിസ് ആയിരിക്കും ഓർമ്മ വരിക. കാരണം മൈറ്റോസിസ് ആണ് ഏതാണ് 2n എന്ന് പറഞ്ഞൊരു മദർ സെൽ ഉണ്ടെങ്കിൽ എന്താണ് ഡോട്ടർ സെൽസും 2n. ഈ കോൺസ്റ്റൻസി അല്ല അവർ ചോദിക്കുന്നത്. ഇൻ സക്സസീവ് ജനറേഷൻ ഒരു പേരന്റ് 2n ആണെങ്കിൽ അവിടെ എന്താണ് ഉണ്ടാവുന്ന പ്രോജനിയും 2n ആവാൻ കാരണം ഏതാ? മിയോസിസാ. അവിടെ ഇടയ്ക്ക് മിയോസിസ് നടക്കുന്നത് കൊണ്ടാണ് പ്രോജനിയും 2n ആവുന്നത്. അപ്പൊ സക്സസീവ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ? അത് മിയോസിസ് കാരണമാണ്. ഓക്കെ, കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ലിക്വിഡ് എൻഡോസ്പെർമസ് ഇൻ കോക്കനട്ടസ് റിസൾട്ടഡ് ഡ്യൂ ടു. നമ്മൾ അങ്ങനെ ഒരു സംഭവം പഠിച്ചിട്ടുണ്ട്. ലിക്വിഡ് എൻഡോസ്പേം ഒരു എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്? ഒരു സെല്ല് ഒരു ന്യൂക്ലിയസ്. ഇത് കാരിയോകൈനസിസ് നടക്കുമ്പം 2 ന്യൂക്ലിയസ് ആയിട്ട് മാറും. ശരിക്കും സൈറ്റോകൈനസിസ് നടക്കേണ്ടതായിരുന്നു, എന്നാലേ ഈ ഫോമിലേക്ക് വരുള്ളൂ. സൈറ്റോകൈനസിസ് നടന്നില്ലെങ്കിൽ 2 ന്യൂക്ലിയസ് അത് വീണ്ടും ഡിവൈഡ് ചെയ്ത് ന്യൂക്ലിയസിന്റെ എണ്ണം കൂടും. മൾട്ടി ന്യൂക്ലിയസ് സൈറ്റോപ്ലാസം ആകും ഇല്ലേ? അപ്പം കാരിയോകൈനസിസ് നടന്നിട്ട് സൈറ്റോകൈനസിസ് നടന്നില്ലെങ്കിലാണ് അത് സംഭവിക്കുന്നത് ഇല്ലേ? ഓക്കെ, കുറച്ച് പേർക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. നോക്കിയേ, അപ്പോൾ കാരിയോകൈനസിസ് ഇസ് നോട്ട് ഫോളോഡ് ബൈ സൈറ്റോകൈനസിസ്. ബാക്കിയുള്ള ഓപ്ഷൻ നോക്കിയേ, കാരിയോകൈനസിസ് ഫോളോഡ് ബൈ സൈറ്റോകൈനസിസ് ആണ് നോർമൽ കണ്ടീഷൻ വന്നേനെ. അപ്പോൾ അതല്ല. ഫെയിലിയർ ഓഫ് കാരിയോകൈനസിസ് ഇല്ല, കാരിയോകൈനസിസ് നടക്കുന്നുണ്ട്. കാരിയോകൈനസിസ് ട്വൈസ് ഫോളോഡ് ബൈ സിംഗിൾ ഇല്ല, സൈറ്റോകൈനസിസ് നടക്കുന്നേ ഇല്ല. പിന്നെ ഏതാണ്? കാരിയോകൈനസിസ് നോട്ട് ഫോളോഡ് ബൈ സൈറ്റോകൈനസിസ്. കാരിയോകൈനസിസ് നടക്കുന്നുണ്ട്, സൈറ്റോകൈനസിസ് നടക്കുന്നില്ല. അതല്ലേ ആൻസർ വരുന്നത്. അപ്പം ഓപ്ഷൻ 4. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൻ്റെയും സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ്റെയും 2 ചാപ്റ്റേഴ്സ് ഇപ്പം നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു സെഷൻ കെമിസ്ട്രിയുടെ ആയിരിക്കും. കെമിസ്ട്രിയുടെ രവിശങ്കർ സാർ ആയിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നീറ്റിനേക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിലാണ് നിങ്ങൾക്ക് അതിൻ്റെ സക്സസ് ഇരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
Dear students, myself is Ravi Shankar, Code CRB, handling organic chapters. Today we can go through some selected questions of the chapters hydrocarbons, haloalkanes and haloarenes. Are you ready? Let us see the questions one by one. The first one, identify the correct statement. 1. C6H14 has 7 structural isomers. 2. Ethane cannot be prepared by hydrogenation. 3. Calcium carbide on treatment with water gives methane. And 4. The simplest alkane that can exhibit optical isomerism has a molecular mass 100. See, can you answer this? See, C4H6, it is C6H14 is an alkane, right? In order to find out the number of isomers, structural isomers of an alkane having up to 7 carbon atoms, we can have a relation 2 to the power n minus 4 plus 1. Here n equals number of carbon atom, so 2 to the power 6 minus 4 plus 1, 2 to the power 2 plus 1, so number of structural isomers that can be possible from C6H14 is 5, that is not 7. So that is not the correct answer. And another one, the second one is ethane cannot be prepared by hydrogenation. Ethane is CH3 that can be obtained from ethene by catalytic hydrogenation using nickel, platinum or palladium. If you take nickel, high temperature is essential. So ethane can be prepared. Here what is given is ethane cannot be prepared. That is not your correct answer. Calcium carbide is CaC2. Calcium carbide on treatment with water, we get C2H2. That is, acetylene is formed. You won't get methane. Methane can be obtained from aluminium carbide and Be2C. Here calcium carbide is this one. This is the structure of calcium carbide. This calcium carbide with water, you can have acetylene, not methane. So that option is also not correct. The simplest alkane having optical activity, simplest alkane that can exhibit optical isomerism has a molecular mass 100. To show optical isomerism or optical activity, there should be a chiral carbon. So carbon, it should be chiral. Simplest alkane means minimum number of carbon atoms should be there. So one bond is with hydrogen, other one is with the methyl group, another one with the ethyl group, and another one with the propyl group. So number of carbon atom here C7H16. So this is the simplest alkane that can show optical isomerism. It has two structures. One is it may be C3H7 may be N-propyl or isopropyl. 3 methyl hexane
or 2,3-dimethyl pentane. These are the two structures. Here the question is simplest alkane that can show optical isomerism. Its molecular mass C7H16 is 7 into 12 plus 16 into 1. That comes to be 100. So this is your answer. Clear? Next question is, the acid which undergoes decarboxylation with a soda lime at a faster rate among the following is, one is CH3COH, second one is 2-nitroacetic acid, third one is 2-methyl propanoic acid, and the last option is 2,2-dimethyl propanoic acid. Do you know the answer? Can you answer? See, here, to get the correct answer of this question, what you have to do is you have to try to understand, you have to try to remember the mechanism of this reaction. Carboxylic acids undergo decarboxylation, RCOH. When a carboxylic acid is heated with soda lime, it is a mixture of sodium hydroxide and calcium oxide. Overall result, removal of carbon dioxide or decarboxylation. The product obtained is an alkane, and also there will be sodium carbonate. Here, decarboxylation reaction proceeds through carbanion intermediate. What happens here is, this is RCOOH. This carboxylic acid with sodium hydroxide gives RC double bond ONA. You will get sodium carboxylate. The sodium carboxylate then it will be attacked, it will react with a nucleophilic attack. Nucleophilic attack of R C double bond ONA, nucleophilic attack of OH minus, and you will get R CO minus OH and ONA. This then it becomes carbon oxygen double bond. Carbanion will be formed. Carbanion is formed here. This carbanion then abstracts one H positive from this sodium formate, giving hydrocarbon alkane. So here what you have to do is, to get the product, you have to consider the carbanion concerned. To get the carbanion, you can remove the COH. CH3 minus is the carbanion that is formed from this acetic acid. Here the carbanion is formed is methyl, nitromethyl carbanion. Here the carbanion formed is a secondary carbanion. Here the carbanion formed is tertiary. You know that stability of carbanions follow the order. Primary carbanion is more stable than, secondary carbanion is more stable than tertiary. So these are the two primary carbanions. Primary carbanions are formed from these two compounds. Also you have to remember that carbanions will be stabilized by the minus I power on that anionic carbon. Here NO2 group has minus I power. Because of that minus I power, carbanion CH2 minus NO2, this carbanion becomes more stable than this CH3 minus. So that carbanion will be much readily formed. Once it is formed,
that can react with, that can take one H positive from the sodium salt formed there, and you will get the product readily. So this 2-nitroethanoic acid undergoes decarboxylation very readily among these 4 compounds. So remember, during decarboxylation, carbanion is the intermediate formed. To get the carbanion, you have to take the hydrocarbon part of the acid taken and identify the carbanions. You have to identify the carbanions, whether it is primary, secondary or tertiary, and you have to know the stability order of the carbanions. Primary carbanion is more stable than secondary, and tertiary carbon, which is more stable than tertiary. Among the carbanions, the one which is having electron withdrawing group stabilizes that carbanion. So much more stable carbanion is formed from this second molecule, so that undergoes decarboxylation very readily. So this is your answer. Okay, next one. See, identify the correct statement regarding alkenes. See, heat of hydrogen, first one, heat of hydrogenation of alkene is directly proportional to its stability. Second one, catalytic hydrogenation of alkene is a trans addition reaction. Third one, isobutene is more stable than cis-butadiene. And the last option, catalytic hydrogenation is an endothermic process. I think all of you can answer this question readily. The first one, heat of hydrogenation of alkene. See, heat of hydrogenation is inversely proportional to stability of the alkene. That is to be very important, that you have to remember, heat of hydrogenation proportional to 1 by stability of the alkene, or heat of hydrogenation inversely related to stability. So the alkene which is more stable nature has less heat of hydrogenation. Stability of alkene that depends upon hyperconjugation. So the alkene having much more number of alpha hydrogens are more stable due to hyperconjugation. Such an alkene has less heat of hydrogenation. So heat of hydrogenation of alkene is directly proportional to its stability. That is a wrong statement. That is not the correct statement. Catalytic hydrogenation of alkene is a trans addition reaction. That is what is given here. You know that during catalytic hydrogenation, that alkene that is adsorbing on the catalytic surface will be attacked by hydrogen from the same side. So catalytic hydrogenation is cis addition reaction. Here what is given is trans. That is also wrong. Isobutene is third one. Isobutene is more stable than cis-butadiene. Is it correct? See, isobutene is CH3. This is isobutene, right? And this is cis-butadiene. Clear? Alkenes are stabilized by hyperconjugation. When you consider the hyperconjugative structures of this cis-butene and isobutene, you can see that this is isobutene. Clear? During hyperconjugation, it can form a primary carbanion will be generated, or isobutene on hyperconjugation produces a primary carbanion, to be noted. And when you consider
the hyperconjugative structures of cis-butadiene. This is during hyperconjugation, it forms a secondary carbanion. Carbanion intermediates are frequently formed during that process. During isobutene, if you see the hyperconjugative structures of isobutene, it's very clear that there will be primary carbanion formation. When you go through the various hyperconjugative structures of cis-butadiene, you can see that secondary carbanions are formed there. And also you know that stability order of the carbanions, primary is more stable than secondary. So this produces more stable carbanion. So isobutene is more stable than cis-butadiene. And also you have to remember the stability order of the different alkenes. Tetraalkylated alkene is more stable than trialkylated alkene, more stable than gem dialkylate. This is gem dialkylated, then transalkylated, then cis, then monoalkylated. Least stable is ethene. Here isobutene is more stable than cis-butadiene. That is the correct statement. Catalytic hydrogenation. Catalytic hydrogenation is an exothermic process. So that statement is also not correct. So the answer of this question is option 3. Option 3 is the correct answer. You have to go through these questions. And another one is fourth one. Identify the wrong statement regarding addition of bromine in the presence of carbon tetrachloride to alkane. See the options. Decolorization of bromine without liberation HBr is decolorization occurs. That is a test for unsaturation. Second option, it is an electrophilic addition as well as anti-addition reaction. Third option, reaction does not proceed through formation of carbocation as intermediate, but a cyclic bromonium ion intermediate. Bromonium ion is the intermediate. And option 4, none of the steps in the reaction mechanism involves attack by a nucleophile. See, you may have studied, you know that alkenes undergo halogenation. Consider the reaction of ethene with the bromine in the presence of carbon tetrachloride. You know that 1,2-dibromoethane is formed. During this reaction, the reddish orange color of bromine gets discharged. That you know. That's a test for unsaturation. So, decolorization of bromine occurs. That is correct. Identify the wrong statement. Second one, do you know the mechanism, how the reaction occurs? See, here what happens is CH2 during the halogenation of alkenes in the presence of carbon tetrachloride, the reaction proceeds through the formation of a cyclic halonium ion intermediate. Here it is electrophilic attack of Br plus occurs. This is Br2 molecule. This Br positive pi bond is shifting to this Br plus. Lone pair is connecting this carbon atom. Br minus will be ejected, and as a result a cyclic halonium ion, here it is cyclic bromonium ion is formed. The cyclic halonium ion
intermediate is cyclic halonium ion. Intermediate is formed by, it is an example of electrophilic attack. So it is electrophilic attack is the initial stage. To this cyclic halonium ion, cyclic bromonium ion, next step nucleophilic attack of bromine from the anti position, from the side opposite to that bromine connected here. So it is an anti-addition reaction. So this is the product formed. So during this reaction, it is an example, halogenation of alkenes is an example of electrophilic addition, that is correct. Here it is an example of anti-addition reaction. Again, that statement is correct. Reaction does not proceed through formation of carbocation, but cyclic bromonium ion is formed. That is also correct. None of the steps in the reaction mechanism involves attack by a nucleophile. Is it correct? That is not correct, because the cyclic halonium ion will be attacked by the nucleophile. It will be attacked by the nucleophile to complete the reaction to get the final product. So here none of the steps in the reaction mechanism involves attack by a nucleophile. That is your correct answer. Right? Next is, see, I think all of you can answer this question. A compound on ozonolysis gives glyoxal, acetone and formaldehyde. The compound could be, see, I think all of you can answer. Such a simple question. Ozonolysis products can be useful for getting the structure of the parent hydrocarbon that is subjected to ozonolysis. You know that during ozonolysis there will be the cleavage of carbon-carbon double bond. To get the product of ozonolysis, what you have to do is you have to break the double bond and connect oxygen atoms there. So from the ozonolysis products, to get the parent hydrocarbon, what is done is you have to connect the carbonyl carbons with a double bond. That's all. Here, how many products are formed during ozonolysis? Suppose X be the compound that is subjected to ozonolysis. First step, treatment with ozone to form an ozonide. Second one, hydrolysis using zinc, that is ozonolysis. Here the products formed are a glyoxal. What is glyoxal? Glyoxal is CHO, ethane 1,2-diol is glyoxal. And other one is acetone. Acetone is, this is acetone, right? And another one is formaldehyde. To get the parent hydrocarbon, you can connect these two oxygen atoms can be removed, connect these two carbon atoms with a double bond, remove these two oxygen atoms and connect these carbon atoms with a double bond. You will get the structure of the compound. So here the structure is what? Here the compound formed has a structure, what? CH2, simple question, CH2, double bond CH, single bond CH, double bond Cl, single bond CH3, CH3. This is the structure of the hydrocarbon that was subjected to ozonolysis. Clear? So, can you name this molecule? It is an alkydiene. To name an alkydiene, here two double bonds are there. One double bond is at the terminal position. The importance, the priority for the position of double bond. 1, 2, 3, 4 and 5. It is 4-methyl penta 1,3-diene
4-methyl penta-1,3-diene. Here which is that one? 1, 2, 3, 4, 5. Pentadiene 1, 2, 3, 4. This is your answer. See, an alkadiene, remember, an alkene on oxenols give 2 monocarbonyl compounds. An alkadiene on oxenols produces 3 carbonyl compounds. One among them is a bicarbonyl compound. That is important. And here a compound on oxenolysis gives glyoxal, acetone and formaldehyde. Answer is 4th one. And next question number 6. Butanone, see the question. Butanone is obtained as main product from which of the following reactions? Option 1. So this is butadiene. Butadiene, triple bond. Butadiene is subjected to hydroboration oxidation. Second one, butadiene with acid hydrolysis in the presence of Hg2 plus ion. Third one, but1-ine with a dilute acid and Hg2 plus. And fourth one, but1-ine hydroboration oxidation. Right? Here, very simple. I think all of you can answer this such a simple question. Here, what you have to remember is, this is the point to be remembered. This is butadiene, alkynes. Hydroboration oxidation is an indirect method of hydration. Alkynes undergo hydroboration oxidation. Here what you have to remember is alkynes, terminal alkynes give aldehydes. All other alkynes give ketones. It is an internal alkane. Triple bond is not at the terminal position. Internal alkane on treatment with boron, diborane and hydrogen peroxide, that is hydroboration oxidation. First one gives the product is ketone, butan-2-one is formed. And second one, acid catalyzed hydration of alkynes. Here the important point to be noted is what? Acetylene alone gives aldehyde, that is acetaldehyde, and all other alkynes give ketone. Here it is not acetylene, so second one gives butan-2-one during acid catalyzed hydration in the presence of mercury 2 plus ion. Acetylene alone gives aldehyde, all other alkynes give ketone. Here you will get butan-2-one. Here it is terminal alkane, acid catalyzed hydration. Acetylene alone gives aldehyde, all other alkynes give ketone. So here also butan-2-one is formed. It is a terminal alkyne, but1-ine, that on treatment with boron hydride, that is subjected to hydroboration oxidation. You know that terminal alkynes on hydroboration oxidation gives an aldehyde. So here butan-2-one is given by first compound, second and third one. The last one is not giving butan-2-one. There you will get a butanol. So here the option is 4. Okay. Next is, this is, see the reaction. You are treating benzene with a cyclopentyl chloromethane. In the presence of anhydrous aluminum chloride, the mechanism is very simple. See, first of all, it is Friedel-Crafts reaction. This halogenated compound, halogen, chlorine is connected to
sp3 hybridized carbon, so that forms a carbanion. This compound with anhydrous aluminium chloride produces a carbocation. You will get this halogenated compound that forms a carbocation. The carbocation initially formed is this one. This is the carbocation formed. See, this carbocation is primary. That primary cationic carbon is connected to cycloalkyl group having less than 6 carbon atom. So there will be ring expansion. 5-membered ring becomes 6-membered. You will get a cyclohexyl carbocation. That cyclohexyl carbocation is attacking to electrophilic attack of this electrophilic attack of this cyclohexyl carbocation. Cyclohexyl carbocation reacts with the benzene. Electrophilic attack. Thereafter, there will be deprotonation, and cyclohexyl benzene is the product formed. It is like Friedrich-Crafts reaction. Here, the cyclopentyl chloromethane becomes a carbocation that undergoes rearrangement, giving a 6-membered ring with a secondary carbocation that is attacking to this benzene to form the product. So here cyclohexyl benzene is your answer. It's a good question. Go through this one again. And next one is number of, that you may know, number of cyclic isomers including stereoisomers possible for C5 C5 can you answer? C5 is a compound having that can be represented as CnH2n. Both alkenes and cycloalkanes can be possible. Here you have to get the cyclic isomers only. Okay, here to get the different cyclic isomers, 5-carbon ring 1, cyclopentane is 1 isomer. Next isomer, you can reduce the size of the ring. It becomes a 5-membered ring with a methyl group. Another one, 3-membered ring with an ethyl group. Another one, 3-membered ring with 2 methyl groups on the same carbon. 3-membered ring with 2 methyl groups on adjacent carbon. Including stereo, this can be in cis and trans, right? Trans form has dextro and levo forms. So how many cyclic isomers including stereo? 1, 2, 3, 4 and 5, 6 and 7. This 1,2-dimethyl cyclopropane that is in cis and trans forms. Trans isomer has both the dextro and levo, so do not consider this one and this one. Total number is 1, 2, 3, 4, 5, 6 and 7. Answer is option 2 is your answer. Number of cyclic isomers possible from C5 Eston is a variety question, including stereoisomers. Total number of isomeric forms is 7. Clear. And next one, another next question is what? The correct order of reactivity of the following alkenes to acid catalyzed hydration. All are alkenes. I think all of you can answer this question.
See, alkenes, acid catalyzed hydration. This reaction proceeds through carbocation intermediate. First step, electrophilic attack hydronium ion this alkene to form a carbocation. So any alkene, that is the basic concept, any alkene that can form a more stable carbocation undergoes this reaction first. That's all. Here the various alkenes, this is one of the alkene that is subjected to acid catalyzed hydration. Another one is propene, and the third one is ethene. Very simple, very, very simple question. This on electrophilic attack of hydronium ion produces tertiary carbocation. This on acid catalyzed hydration, electrophilic attack produces a secondary carbocation, while ethene produces ethyl carbocation. This carbocation has 3 plus 3 plus 3, 9 alpha hydrogen atoms, 9 hyperconjugative structures. It has 6 hyperconjugative structures, 3 hyperconjugative structures. So this carbocation is more stable than this one, more stable than this one. So this molecule undergoes acid catalyzed hydration more readily than this one, that is more reactive than ethene. So the answer is, first one is the answer. Go through the other options also. Here the first one is the correct option. Is it clear? Next one. In the presence of, very simple, in the presence of peroxide, HCl and HI do not give anti-Markovnikov of addition to alkenes. You know that? Unsymmetrical alkenes undergo, unsymmetrical alkenes undergo anti-Markovnikov of addition with the HBr in the presence of organic peroxide. This reaction is not given by HCl and HI. Here, anti-Markovnikov of addition product is major. Markovnikov is also formed, but major product is anti-Markovnikov of addition. You know the reason. Here benzoyl peroxide is taken. That benzoyl peroxide becomes benzoate free radical, that becomes phenyl group. This then takes hydrogen, that takes H from HBr giving bromine atom. This type of C6H5 free radical is unable to produce chlorine atom from this HCl because hydrogen HCl bond is stronger than HBr. So this homolytic cleavage is not occurring. That is an endothermic step. And also this phenyl group produces iodine atom, but carbon-iodine bond formation is endothermic. Instead of forming carbon-iodine bond, 2 iodine atoms can combine together to get I2. So here, if you take HCl and HI, one of the steps is endothermic in HCl and HI. That is the reason why HCl and HI are not answering anti-Markovnikov of addition, or that is why they are not undergoing peroxide effect. That the reason is what? Reason is one of the steps is endothermic in nature. And 11th one, this is neopentyl iodide. Neopentyl alcohol is given, that is treating with HI. Options are neopentyl iodide,
2-iodo 2-methyl butane, 2-methyl butadiene, and the fourth one 2-methyl butanene. Very simple. It is a primary alcohol. Neopentyl alcohol is primary. Initially, it forms, it gets protonated. You will get protonated alcohol that then eliminates water to get a primary carbocation. This primary carbocation is having a quaternary carbon, so there is methyl shifter. As a result of the methyl shifter, you will get a tertiary carbocation. It will be attacked by I minus, and the product thus obtained is what? 2-iodo 2-methyl butane is the answer. Neopentyl alcohol that gets protonated with the H positive of Hi to get a protonated form, that eliminates water to get a primary carbocation. Very important. And also interesting, there is a methyl shifter that will be attacked by I minus to get the product 2-iodo 2-methyl butane. Okay, next is the major product obtained from the given reaction is, here a compound is given. It is 3-methyl 6-phenyl cyclohexene that is treated with the NBS. NBS is a specific reagent for allylic and benzyl halogenation. All right. So this one NBS, this reaction proceeds through free radical mechanism. So here two free radicals can be formed. One is this tertiary hydrogen atom is taken up by NBS. Bromine atom produced given by NBS. This is one of the free radical formed. And another free radical is this one. Here there is phenyl group. These are the two tertiary free radicals. They are formed as an intermediate. It is tertiary. Out of this is more stable because this tertiary free radical is more conjugated, that has more resonating structures. Because of that reason, this will be the predominant free radical formed in the medium that then abstracts bromine from NBS, giving a product. This is your major product. It's a good question, variety question. Okay. And this NBS, specific reagent for allylic and benzyl halogenation, it proceeds through free radical mechanism. Bromine atom that is produced by NBS can abstract to an allylic hydrogen atom, giving a free radical. All right. Here two free radicals are possible. Both are tertiary. Out of these two tertiary free radicals, this is more stable. Since it is more stable, this will be predominant. So that will be attacked by bromine atom of NBS, giving this product. Third one is your answer. Okay. Next is, which of the following combinations is correctly matched? Compound is given. Reaction name is given. Stereochemistry is also given. See, it is a primary alkyl halide. Reaction given is SN1. Walden inversion. Primary alkyl halides are usually undergoing, they are generally giving SN2 mechanism. It is not SN1. And since it is given here is SN1, so stereochemistry is not Walden inversion. So that is not correct. Here another one, alkyl halide, that is tertiary in nature. Tertiary alkyl halides can undergo SN1 mechanism. That is correct. During SN1 mechanism, this is a two-step reaction. Initial step is the formation of the carbocation, that is planar in nature. That planar carbocation will be attacked by the nucleophile from either side. So their retention of configuration only, that is not correct. No, retention alone is not occurring. Simultaneously,
the both front side attack and back side attack can takes place. So retention of configuration only, that is not your answer. Again, alkyl halide tertiary, SN1, that is correct. Racemization occurs with a slight excess of inversion product during SN1. I already told you that during SN1 mechanism, carbocation is the intermediate, that is planar in shape, that will be attacked by the nucleophile from either sides. Front side attack leads to retention and back side attack leads to inversion. That means racemization occurs with a slight excess of inversion product. That is your correct combination. So this is your answer. 3 is your answer, third one is your answer, and fourth one, alkyl halide primary, that is SN2, that is okay, but during SN2 reaction, Walden inversion occurs. Here what is mentioned is racemization, so that is not correct. So here 13th one question answer is option 3. Clear? Next one, it's a question from that polyhalogen compound. Polyhalogen compound and use, you have to identify the correct match. Carbon tetrachloride, out of these I'm going to the answer. Carbon tetrachloride is used as a feedstock in the synthesis of chlorofluorocarbon, so this is D. Chloroform, chloroform is nowadays that is used for the production of freon refrigerant, that is marked as R22, so this is E. Methylene chloride is used as a metal cleaning and finishing solvent, that is A. And iodoform on heating produces free iodine, so that is used as an antiseptic. Fourth one is B. DDT is first organic chlorinated insecticide prepared by the action of chloral with chlorobenzene in the presence of sulfuric acid. So DDT is first chlorinated organic insecticide. So here first one is D. So here first one is D. So no way to go through other options. Here only first one is having D option here. So this is your correct answer. Okay. And next one is order of reactivity towards nucleophilic substitution reaction of the following compounds. These are all nitro group substituted chlorobenzene. You know that haloarenes, chlorobenzene is less reactive than alkyl halides. Haloarenes, aryl halides are less reactive than haloalkanes towards nucleophilic substitution. You may know the reason. One is resonance effect. Due to resonance, carbon-chlorine bond has a partial double bond character, and also second one, halogenated chlorinated carbon of benzene is sp2 hybridized, that is more electronegative. More the electronegativity, that bonded electrons are so firmly connected to that carbon atom, bond length decreases. Shorter the bond length, stronger the bond, not very difficult to not easy to cleave, or that is difficult to cleave. So haloarenes are less reactive and also phenyl carbocation is unstable, so chances of SN1 mechanism can be completely ruled out. And also here these are all substituted haloarene. In the case of substituted haloarenes, reactivity order proportional to minus R effect, minus I, and inversely plus R and plus I. So here these two are minus R group, here one minus R group, two minus R, one is ortho and another one is said para. These are three minus R group. So which is more reactive? You know the answer. Fourth one is more reactive than stronger minus R here after that. So fourth one is more reactive than first one is more reactive than,
third one is more reactive than, second one is more reactive than fifth one. So answer is 3. Very simple question, purely based on your NCERT syllabus. And next question is, say this is an alkane, Newman projection is given, subject to chlorination. Here the compound is what? CH3. This is the structure of the compound. It is isobutane. Isobutane on chlorination. You know that 2 chloro products are formed. One is primary alkyl halide, isobutyl chloride and tert-butyl chloride. These are the 2 chloro products formed. You know that normally tertiary hydrogen is more reactive than secondary hydrogen, more reactive than primary. But in this case, what happens is, you know that chlorine is more reactive. Since chlorine is more reactive, that is less selective. Reactivity, selectivity rule should be applied here. Chlorine is more reactive, it is less selective, it can combine with all the available, all the types of carbon, hydrogen bonds, all the types of hydrogen atoms can be consumed by this highly reactive chlorine. So here primary hydrogens are more in number, so here primary halide is the major product, primary halide is the major product. And isobutane on chlorination produces primary halide and tertiary. Primary halide is more major product here, very important. And next one, 17th one, consider this molecule. It is treated with sodium iodide in dry acetone, and the major product is major product D. See what is here, sodium iodide in dry acetone. When you treat an alkyl bromide or chloride with sodium iodide in dry acetone, there occurs Finkelstein reaction. Bromine will be replaced by iodine. Remember, it proceeds through SN2 mechanism, so there is inversion occurs. Here, fluorine is not replaced by iodine. Bromine can be replaced, it will be replaced by iodine. So inversion occurs means this hydrogen is coming to this side, and you can write iodine here. So this is the product of that reaction. Inversion occurs. It is a question that is you have to know the mechanism to get the answer. It proceeds through SN2 mechanism. So this is your answer. And next question is, which of the following statements are correct? Which of the following statements are correct about electrophilic substitution reactions of chlorobenzene? You know that chlorine is orthopara directing group. Chlorine is an activating group or deactivating group. Chlorine is orthopara deactivating group. Chlorine is meta-directing and deactivator. That is not correct. Chlorine is orthopara directing group. When chlorobenzene is subjected to sulfonation using concentrated sulfuric acid, 2-chlorobenzene sulfonic acid and 4-chlorobenzene sulfonic acids are the products. That statement is correct. Chlorine is an orthopara directing and deactivator. That is also correct. Chlorobenzene on treatment with acetyl chloride in the presence of anhydrous aluminium chloride, this acyl group should be connected to para. Here it is connected to meta. That is not correct answer. In this case, chlorine reactivity of the ring is controlled by strong minus I effect, important, and orientation is controlled by electrophile is controlled by the weak plus R effect of the halogen atom. So the options, second one is correct, third one is correct, fifth one is correct. Very important question. And another one is 19th one. 19th one, iodoform reaction. You know that iodoform can be obtained by haloform reaction. Haloform is formed when any one of the following is treated with halogen and alkali. Do you know the compounds? Haloform is given by ethanol, only ethanol among primary alcohols. And also haloform is given by only acetaldehyde
among aldehydes. Iodoform is given by alkane among secondary alcohols. Iodoform is given by alkane among methyl ketones. Iodoform is given by ethyl esters among esters. So all these compounds can give iodoform, haloform reaction. The halogen used in this reaction is iodine, then yellow colored iodoform will be formed. All these compounds are answering iodoform test. Another one, so option is this is your answer. All these can give iodoform. And another question is the last one, ethyl bromide reacts with silver nitrate to form options ethane, second option nitroethane and ethyl nitrite, third option ethyl nitrite, and last one is nitroethane. See, alkyl halide or alkyl bromide. Here it is given as ethyl bromide, okay. AgNO2 silver nitrate, it is a covalent molecule. Since it is a covalent molecule, nitrogen's lone pair is available for nucleophilic attack. So the product is CH3CH2 NO2 nitroethane is the product. Okay. And I think you got an idea regarding these questions. Okay, go through these questions again. And I'm winding up my session here. And next, Anup Vijayan sir will come to teach you physics chapter. Okay. Thank you very much. Wish you good luck. Dear students, welcome to our online section. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഓസിലേഷൻ്റെയും ഗ്രാവിറ്റേഷൻ്റെയും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഓൾറെഡി എല്ലാം പഠിച്ച് കഴിഞ്ഞ് എക്സാം എഴുതാനൊക്കെ റെഡി ആയിട്ടിരിക്കുമെന്നറിയാം. പിന്നെ അപ്പോൾ നമുക്കൊന്ന് ഒരു എക്സാം എഴുതുന്ന ഒരു മൂഡിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്നു, പടപട ചെയ്യുന്ന ആൻസർ മാർക്ക് ചെയ്ത് പോകുന്നു. നമുക്ക് നോക്കാം എത്രയാണെന്ന് നമുക്കറിയാം. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള അശ്രദ്ധ കൊണ്ട് തെറ്റാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തേക്കുന്നത് ആക്ച്വലി. ഓക്കെ, ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒറ്റ ക്വസ്റ്റ്യൻ പോലും ഇല്ല. എല്ലാവർക്കും ഒരു 30-40 സെക്കൻഡിനുള്ളിൽ ആൻസർ കണ്ടുപിടിക്കാനും അത് ചെയ്യാനും പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സെക്ഷനിലേക്ക് പോയാലോ?
ഓക്കെ, ബേസിക്കലി ഓർക്കുക, തിയറി നന്നായിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിൽ പടപടേന്ന് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുത്തേക്കുന്നത്. ഒരു 3-4-5 എന്താ പറയുക മിനിറ്റ് എടുക്കുന്ന പ്രോബ്ലം ആയിട്ടുള്ള എന്ന് വെച്ചാൽ കുറേയേറെ സബ്സ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളും ഉള്ള ക്വസ്റ്റ്യൻ ഒന്നും എടുത്തിട്ടില്ല. പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എന്നാൽ അതേപോലെ തന്നെ നിങ്ങൾ തെറ്റിക്കാനും സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ തുടക്കം മുതൽ ശ്രദ്ധിച്ച് ചെയ്യുക. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. A particle executes simple harmonic motion along a straight line. ഓക്കെ, അപ്പോൾ എല്ലാവരും സോറി, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിട്ട് നമ്മളൊന്ന് സ്റ്റോപ്പ് ആക്കിയതാട്ടോ. സോറി ഫോർ ദി ഇൻട്രപ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പോളിലെ മജോറിറ്റി കുട്ടികളും ഓപ്ഷൻ 3 ആണ് ചൂസ് ചെയ്തേക്കുന്നത്. 54% കുട്ടികളാണ് ഓപ്ഷൻ 3 ചൂസ് ചെയ്തേക്കുന്നത്. ഒരു 22% കുട്ടികൾ ഓപ്ഷൻ 1 ചൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എന്താ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ നമുക്ക് നോക്കാം. T = 0 എന്ന് പറയുന്ന മൊമെന്റിൽ പാർട്ടിക്കിൾ എന്താ മീൻ പൊസിഷനിൽ നിൽക്കുകയാണ്. മീൻ പൊസിഷനിൽ നിന്ന് എങ്ങോട്ടാണ് മൂവ് തുടങ്ങിയത് നോക്കിയേ. മീൻ പൊസിഷനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് മൂവ് തുടങ്ങിയിരിക്കുന്നത് അല്ലേ. അടുത്തൊരു മൊമെന്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിക്കിൾ എങ്ങോട്ടാണ് വരിക, നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുക. അതുകൊണ്ട് പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഫോർമുല ഏതാ വരിക, y = -a sin ωt. ഇതാണ് നമുക്ക് വരാൻ പോകുന്നത് അല്ലേ. ഏത് എക്സ്പ്രഷൻ വരില്ല, y = a sin ωt വരായിരുന്നു. എങ്ങനെയായിരുന്നെങ്കിൽ മീൻ പൊസിഷനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കായിരുന്നു മൂവ് ചെയ്യുന്നതെങ്കിൽ a sin ωt വരായിരുന്നു അല്ലേ. ഇനി a cos ωt എപ്പം വരും, പ്ലസ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഓസിലേഷൻ ആണെങ്കിൽ a cos ωt വരായിരുന്നു. മൈനസ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഓസിലേഷൻ ആണെങ്കിൽ -a cos ωt വരായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും പ്രോബ്ലം ചെയ്യുമ്പോൾ വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്വസ്റ്റൻ എടുത്തത്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോകല്ലേ. ഫസ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാനൊന്ന് ക്വസ്റ്റ്യൻ വായിക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. A particle executing simple harmonic motion has a time period of 6 seconds. അപ്പോൾ ടൈം പീരീഡ് തന്നിട്ടുണ്ട് 6 seconds ആണ്. ടൈം ടേക്കൺ ബൈ ദി പാർട്ടിക്കിൾ ടു മൂവ് ഫ്രം മീൻ പൊസിഷൻ ടു ഹാഫ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് ഈസ്. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. എല്ലാവരും പെട്ടെന്ന് ആൻസർ ചെയ്യണം. ടൈം തരുന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യുക. മീൻ പൊസിഷനിൽ നിന്നും a/2 വരെ ട്രാവൽ ചെയ്യാൻ വേണ്ടി വരുന്ന സമയമാണ് ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എല്ലാവരും പോൾ ചെയ്യുമല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്തേക്കുന്നത് ഏതാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. മോസ്റ്റ് കുറേയേറെ കുട്ടികൾ 1/4 എടുത്തിട്ടുണ്ട്, കുറേയേറെ കുട്ടികൾ 1/2 എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിങ്ങനെ പോളിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എനിവേ നമുക്കൊന്ന് ക്വസ്റ്റ്യൻ നോക്കിയാലോ. കുറച്ച് പേര്, അതായത് ക്വസ്റ്റ്യൻ ഏകദേശം ഒരു 62% കുട്ടികൾ 60% കുട്ടികൾ പറഞ്ഞേക്കുന്നത് ഓപ്ഷൻ 2 ആണ് പറഞ്ഞേക്കുന്നത്. പോളിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. 27% കുട്ടികൾ പറഞ്ഞേക്കുന്നത് 1/4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദേ ഓപ്ഷൻ എയുടെ പോള് കൂടിക്കൂടി വരുവാണല്ലോ, ഓപ്ഷൻ 2-ന്റെ പോള് കുറഞ്ഞു വരുവാണല്ലോ. അപ്പോൾ എന്താ പറ്റിയത് നമുക്ക് നോക്കാം. നമുക്ക് തന്നേക്കുന്ന ടൈം പീരീഡ് അല്ലേ, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 6 സെക്കൻഡ് എന്നാണ് തന്നേക്കുന്നത് അല്ലേ. 6 സെക്കൻഡ് ആണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയം എന്നാണ് തന്നേക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ എന്തിനു വേണ്ടി വന്ന സമയം ചോദിച്ചേക്കുന്നത്, നമ്മളോട് ചോദിച്ചേക്കുന്നത് മീൻ പൊസിഷനിൽ നിന്നും ഹാഫ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ്, അതായത് ടൈം ടേക്കൺ ബൈ ദി പാർട്ടിക്കിൾ ടു മൂവ് ഫ്രം മീൻ പൊസിഷൻ ടു ഹാഫ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ്. അതെല്ലാവരും പഠിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. T/12 ആണ് അല്ലേ. മീൻ പൊസിഷനിൽ നിന്നും a/2 വരെ ട്രാവൽ ചെയ്യാൻ വേണ്ടി വരുന്ന സമയം T/12 ആണ്. അതുപോലെ a/2 നിന്നും എക്സ്ട്രീം എൻഡ് വരെ സ്റ്റാർട്ട് ചെയ്യാൻ മൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയമാണ് ചോദിക്കുന്നതെങ്കിൽ T/6 ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ T എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്, 6 അല്ലേ. 6/12 എത്രയാണ് വരിക, 1/2 എന്ന് വരും. അപ്പോൾ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ 2 ആണ്. ഓക്കെ, അപ്പം 53% കുട്ടികളാണ് അത് ശരിയാക്കിയിരുന്നത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എ ബോഡി മേക്സ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓൺ എ ലൈൻ ഓഫ് ലെങ്ത് 10 cm. അപ്പോൾ 10 cm ലെങ്ത് ഉള്ള ഒരു ലൈനിൽ പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
വെലോസിറ്റി അറ്റ് എ ഡിസ്പ്ലേസ്മെന്റ് 4 സെന്റിമീറ്റർ ഈസ് 12 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അതായത് മൂവ് ചെയ്ത് ഡിസ്പ്ലേസ്മെന്റ് 4 സെന്റിമീറ്റർ ആകുമ്പോൾ വെലോസിറ്റി 12 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ദെൻ ടൈം ഓഫ് ഓസിലേഷൻ ഈസ്, ഓസിലേഷന്റെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഈസ്, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും ആൻസർ കണ്ടുപിടിക്കുക, പോൾ ചെയ്യുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, അപ്പോൾ എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് കരുതുവാണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ മജോറിറ്റി കുട്ടികൾ ആൻസർ ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ 4ഉം ഓപ്ഷൻ 2ഉം ഒരേപോലെ ആൻസർ ചെയ്തിട്ടുണ്ട്. 33% കുട്ടികൾ, 43% കുട്ടികൾ ഓപ്ഷൻ 2 ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. 21% കുട്ടികൾ മാർക്ക് ചെയ്തേക്കുന്നത് ഓപ്ഷൻ 4 ആണ്. ഇതിങ്ങനെ പോളും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ കരുതുവാണ് കേട്ടോ. ഓക്കെ, 59% കുട്ടികൾ ഇപ്പം ആൻസർ ചെയ്തേക്കുന്നത് 6.28 ഓപ്ഷൻ 2 ആണ്. എന്താണ് ആൻസർ എന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏത് ലൈനിലാണെന്നാണ് പറയുന്നത്? ലൈൻ ഓഫ് ലെങ്ത് 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെയുള്ള ദൂരമാണ് അല്ലേ. ഇത് -a, ഇത് +a. അപ്പോൾ നമുക്ക് തന്നേക്കുന്നത് എന്താണ്? 2a ഈക്വൽ ടു 10 സെന്റിമീറ്റർ. Therefore ആംപ്ലിറ്റ്യൂഡ് എത്രയായി മാറി? ആംപ്ലിറ്റ്യൂഡ് 5 സെന്റിമീറ്റർ ആയി മാറി. കറക്റ്റ് അല്ലേ? ആംപ്ലിറ്റ്യൂഡ് 5 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 4 സെന്റിമീറ്റർ ആയ സമയത്തെ വെലോസിറ്റി തന്നിട്ടുണ്ട്. ദാറ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ വീണ്ടും ചെറിയൊരു ടെക്നിക്കൽ എറർ വന്നാണ്, നമ്മളത് പരിഹരിച്ചിട്ടുണ്ട്. ഓക്കെ, സോറി ഫോർ ദി ഇൻട്രപ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. V = omega × √a² - y². ഇതാണല്ലോ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് അറിയാമെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇതിനകത്ത് നമുക്ക് ആരെ കണ്ടുപിടിച്ചാൽ മതി? ഒമേഗ കണ്ടുപിടിക്കാം അല്ലേ. സോ omega = v/√a² - y². ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V എത്രയാണ്? V = 12 സെന്റിമീറ്റർ പെർ സെക്കൻഡ് അല്ലേ. ഓക്കെ, ഡിവൈഡ് ബൈ √a എത്രയാണെന്ന് നോക്കിക്കേ. a 5 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്താൽ 25 മൈനസ് y എത്രയാണെന്ന് നോക്കിക്കേ. y 4 അല്ലേ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്താൽ 16. സോ വിച്ച് ഈസ് ഈക്വൽ ടു 12 ഡിവൈഡ് ബൈ ഇതിൻ്റെ എത്ര? 9 ആണ്. 9ന്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ 3 വരും. ദറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് വരും അല്ലേ. ഒമേഗയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 4 ആണ്. ചോദ്യം ഒമേഗ അല്ല, ടൈം പീരീഡ് ആണ്. ദെൻ ടൈം പീരീഡ് ക്യാൻ ബി റിട്ടൺ ആസ് t = 2π/omega. ദറ്റ് ഈസ് 2π/4. അപ്പോൾ എന്താ കിട്ടുക? π/2 എന്ന് വരും അല്ലേ. π/2 മീൻസ് 1.57 സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ 4 ആണ്. 1.5 സെക്കൻഡ്സ് ആണ് കറക്റ്റ് ആൻസർ വരിക. ഏകദേശം 21% കുട്ടികൾ മാത്രമേ അത് ശരിയാക്കിയിട്ടുള്ളൂ. മജോറിറ്റി കുട്ടികളും പറഞ്ഞിരുന്നത് ഓപ്ഷൻ 2 ആണ്. ഓക്കെ, എനിവേ നിങ്ങൾ കാൽക്കുലേഷനിൽ വന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ വരുത്താവുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ലൈൻ ഓഫ് ലെങ്ത് 10 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് 10 ആയിട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എത്രയായിരുന്നു? ആംപ്ലിറ്റ്യൂഡ് 5 സെന്റിമീറ്റർ ആയിരുന്നു. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് വരാവുന്ന ഒരു മിസ്റ്റേക്ക്. അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഓക്കെ, the maximum restoring force acting on a body of mass 800 gram is 1.2 Newton. ഓക്കെ, അപ്പോൾ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം റീസ്റ്റോറിംഗ് ഫോഴ്സ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 1.2 ന്യൂട്ടൺ എന്നാണ് പറയുക. വാട്ട് വിൽ ബി ദി ആക്സിലറേഷൻ അറ്റ് എക്സ്ട്രീം പൊസിഷൻ? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ ഈ ആൻസർ കിട്ടിയോ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് നിന്ന് ആക്സിലറേഷൻ്റെ എക്സ്പ്രഷൻ, അതായത് നമ്മളോട് ചോദിക്കുന്നത് മാക്സിമം ആക്സിലറേഷൻ അഥവാ എക്സ്ട്രീം പൊസിഷനിലെ ആക്സിലറേഷനാണ്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആക്സിലറേഷൻ എവിടെയാണ് മാക്സിമം എന്ന ഐഡിയ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ആക്സിലറേഷൻ എവിടെയാണ് മാക്സിമം? എക്സ്ട്രീം പൊസിഷനിൽ വരുമ്പോഴാണ് ആക്സിലറേഷൻ മാക്സിമം ആവുക. ഓക്കെ, അപ്പം ഈ എക്സ്ട്രീം എൻഡിലെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ മീൻസ് മാക്സിമം ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ അല്ലേ. മാക്സിമം ആക്സിലറേഷൻ കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? മാക്സിമം ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് എടുത്താൽ മതി അല്ലേ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണല്ലോ ഫോഴ്സിന്റെ മാക്സിമം അല്ലേ. മാസ് ഇൻറ്റു മാക്സിമം
ആക്സലറേഷൻ എഴുതിയാൽ മാക്സിമം ഫോഴ്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് മാക്സിമം റീസ്റ്റോറിംഗ് ഫോഴ്സ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എത്രയാണ്? 1.2 ന്യൂട്ടൺ ആണ്. ഓക്കെ, മാസ് എത്രയാണെന്നൊക്കെ നോക്കിയേ, 800 ഗ്രാം എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റണ്ടേ? കിലോഗ്രാമിലേക്ക് മാറ്റിയാൽ 8 × 10⁻⁻1 കിലോഗ്രാം എന്ന് എഴുതാം അല്ലേ. സോ 8 × 10⁻⁻1 കിലോഗ്രാം എന്ന് എഴുതാം. ഓക്കെ, ഇത് 1.2. ഇവനെ നമുക്ക് എങ്ങനെ എഴുതാം? 12 × 10⁻⁻1 എന്ന് എഴുതാലോ, ഡിവൈഡ് ബൈ 8 × 10⁻⁻1. 10⁻⁻1 ക്യാൻസൽ ആയി പോയേ. ഓക്കെ, ഇനി നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള എന്താ നോക്കിക്കേ. ദെൻ റിമൈനിങ് ആയിട്ടുള്ള ടേം നമുക്ക് ഇതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഇത് എത്ര വരിക എന്ന് പറഞ്ഞേ? 3 ഡിവൈഡ് ബൈ 2 വെച്ചല്ല 4 വെച്ച് ഡിവൈഡ് ചെയ്യും അല്ലേ. അപ്പോൾ 3 ഡിവൈഡ് ബൈ 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, 72% കുട്ടികൾ ഓപ്ഷൻ 4 ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൊള്ളാം. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 5 ഇതാണ്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാവേ. എ ബോഡി എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് എ ഫ്രീക്വൻസി ഓഫ് 5 ഹെർട്സ്. ദെൻ ഫ്രീക്വൻസി ഓഫ് ഇറ്റ്സ് കൈനറ്റിക് എനർജി വിൽ ബി. ഇത് നമ്മൾ 2 വർഷം മുമ്പത്തെ ഒരു എക്സാമിന് വന്ന, അതായത് നീറ്റിൻ്റെ എക്സാമിന് വന്ന ക്വസ്റ്റിനുമായിട്ട് കണക്ഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ആരുടെ ഫ്രീക്വൻസിയാണ്? ഓസിലേഷൻ്റെ ഫ്രീക്വൻസിയാണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കൈനറ്റിക് എനർജിയുടെ ഫ്രീക്വൻസിയാണ്. എല്ലാവരും ഒന്ന് പോളിംഗ് സ്റ്റാർട്ട് ചെയ്തേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആൻസർ വരിക നോക്കാം. കൂടുതൽ പേര് ഏതാണ് ആൻസർ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇപ്പം നിലവിൽ 33% കുട്ടികൾ, 60% കുട്ടികൾ പറഞ്ഞേക്കുന്നത് 10 ഹെഡ്സ് എന്നുള്ള ഓപ്ഷനാണ്. എന്താണ്, വളരെ കുറച്ച് കുട്ടികളാണ് 5 ഹെഡ്സ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ ആൻസർ. ഓസിലേഷന്റെ ഫ്രീക്വൻസി 5 ഹെഡ്സ് ആണ് എങ്കിൽ കൈനറ്റിക് എനർജിയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഓസിലേഷന്റെ ഫ്രീക്വൻസി 5 ഹെഡ്സ് ആണെങ്കിൽ കൈനറ്റിക് എനർജിയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇരട്ടി ആയിരിക്കും അല്ലേ. അത് നമ്മൾ എവിടുന്നാണ് കണ്ടത്? നമ്മളതിന് മുമ്പ് ഈ ഒരു ഐഡിയ കാണുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഒക്കെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ഏറ്റവും സിമ്പിളായിട്ടൊരു ഐഡിയ പറഞ്ഞുതരാം. ഓക്കെ, എന്താണ് ഐഡിയ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു ബോഡി ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസ് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ബോഡി ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നോക്കാം. അപ്പം ഈ പോയിന്റിൽ കൈനറ്റിക് എനർജി എത്രയാ? ഈ പോയിന്റിൽ കൈനറ്റിക് എനർജി 0 വരും അല്ലേ. ഈ പോയിന്റിൽ കൈനറ്റിക് എനർജി 0 വരും. ഈ പോയിന്റിൽ വരുമ്പോൾ കൈനറ്റിക് എനർജി എന്തായി? മാക്സിമം ആയി. ഈ പോയിന്റിൽ വരുമ്പോൾ കൈനറ്റിക് എനർജി എന്തായി? 0 ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിൾ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഈ എൻഡിൽ നിന്ന് ഇവിടെ പോയി ഇവിടെ വന്ന് വീണ്ടും തിരിച്ച് ഇവിടെ വന്ന് ഇവിടെ വരാനുള്ള സമയമാണല്ലോ നമ്മൾ എന്താ പറയുക? ടൈം പീരീഡ് ടി എന്ന് പറയാം അല്ലേ. ഇവിടുന്ന് ഇവിടം വരെ പോയി തിരിച്ചിവിടെ വരാനുള്ള സമയമാണ് നമ്മൾ ടി എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്രയും സമയം കൊണ്ടാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഓസിലേഷൻ റിപ്പീറ്റ് ചെയ്തെന്ന് പറയാം. പക്ഷേ കൈനറ്റിക് എനർജിയുടെ കാര്യം നോക്കിക്കേ, ഇവിടെ നിൽക്കുമ്പോൾ ½ ആണ് മാക്സിമം ആണ് അല്ലേ. അപ്പോൾ ഇവിടുന്ന് അപ്പുറത്തെ എൻഡ് വരെ പോകുമ്പോഴേക്കും എന്താ സംഭവിക്കുക? ½ എന്ന് ഇവിടം വരെ പോകുമ്പോഴേക്കും 0 ആകും. ശരിയല്ലേ? പിന്നെ തിരിച്ചിങ്ങോട്ട് വരുമ്പോഴേക്കും എന്താവും? ½ നിന്ന് ഇവിടെ ഇത് ½ ഇവിടെ എത്തുമ്പോഴേക്കും 0 ആവും. വീണ്ടും തിരിച്ചെത്തുമ്പോൾ എന്തായി? ½ ആയി അല്ലേ. എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്തു. റിപ്പീറ്റ് ചെയ്യാനായിട്ട് എത്ര സമയം എടുത്തു നോക്കിക്കേ. ഇവിടുന്ന് ഇവിടം വരെ പോകാനായിട്ട് എത്ര സമയം എടുത്തു? T/4 അല്ലേ. മീൻ പൊസിഷനിൽ നിന്ന് എക്സ്ട്രീം എൻഡ് വരെ പോകാനുള്ള സമയം T/4. എക്സ്ട്രീം എൻഡിൽ നിന്നും തിരിച്ച് മീൻ പൊസിഷനിലേക്ക് വരാനുള്ള സമയം T/4 അല്ലേ. അപ്പോൾ T/4 + T/4 ദാറ്റ് ഈസ് ഈക്വൽ ടു T/2. ഈ T/2 സമയം കൊണ്ടാണ് എന്ത് റിപ്പീറ്റ് ചെയ്യുന്നത്? കൈനറ്റിക് എനർജി റിപ്പീറ്റ് ചെയ്യുന്നത്. നമുക്ക് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ചൊക്കെ പ്രൂവ് ചെയ്യാം. അങ്ങനെ പ്രൂവ് ചെയ്ത് നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ഓസിലേഷന്റെ ടൈം പീരീഡ് T ആണെങ്കിൽ കൈനറ്റിക് എനർജിയുടെ ടൈം പീരീഡ് T/2 ആണ്. അതുപോലെ തന്നെയാണ് കേട്ടോ പൊട്ടൻഷ്യൽ എനർജിയുടെയും. അപ്പോൾ ടൈം പീരീഡ് T/2 ആണെങ്കിൽ ഫ്രീക്വൻസി ടൈം പീരീഡ് പകുതി ആയിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി എന്താവും? ഫ്രീക്വൻസി ഇരട്ടിയാവും അല്ലേ. ടൈം പീരീഡ് പകുതി ആയിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി എന്താവും? ഫ്രീക്വൻസി ഇരട്ടിയാവും. അപ്പോൾ ഓസിലേഷന്റെ ഫ്രീക്വൻസി 5 ഹെഡ്സ് ആണെങ്കിൽ കൈനറ്റിക് എനർജിയുടെ ഫ്രീക്വൻസി എത്രയാണ്? 10 ഹെഡ്സ് എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പം 60% കുട്ടികൾ ആൻസർ ചെയ്തേക്കുന്നത് ഓപ്ഷൻ 1 ആയിരുന്നു. അപ്പോൾ കറക്റ്റ് ആണ്, കൊള്ളാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് പോയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് പോവുകയാണെങ്കിൽ displacement of simple harmonic motion is given by y is equal to 5 × sin omega t plus 4 × cos omega t. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ഈസ്, റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡിന്റെ എക്സ്പ്രഷനിലേക്ക് വരാണ്. ഈ ഫോം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. y = a1 sin omega t plus a2 cos omega t. ഈ ഫോമിൽ വന്നു കഴിഞ്ഞാൽ അല്ലേ, ഇവന്മാർ രണ്ടുപേരും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണെന്ന് ഓർമ്മയുണ്ടോ? ഇവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് π/2 ആണ്. ഓക്കെ, അപ്പോൾ ഒന്ന് a1 അടുത്തത് a2, അവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ϕ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷനാണ് √(a1² + a2² + 2 × a1 a2 × cos ϕ എന്ന് പറയുക അല്ലേ. അപ്പോൾ നമുക്ക് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഇത് എത്രയാണ് വരിക? 5² ദാറ്റ് ഈസ് ഈക്വൽ ടു 25.
4 സ്ക്വയർ ദാറ്റ് ഈസ് ഇക്വൽ ടു 16. പിന്നെ cos 90 എന്തായി പോയി? cos 90 0 ആയി പോയി അല്ലേ? ഓക്കെ, cos 90 0 ആയി പോയി. അപ്പോൾ ഇത് എത്ര? 25 പ്ലസ് 10 35 6 41 അല്ലേ? അപ്പോൾ √41 എന്ന് വരും. അപ്പോൾ √41 വരുന്ന ആൻസർ എത്ര പേര് ചെയ്തിട്ടുണ്ട്? ഒരുപാട് പേരും ഏതായിരുന്നു ചെയ്തത്? √9 ആയിരുന്നു ചെയ്തത് അല്ലേ? ഓക്കെ, പക്ഷെ നമ്മുടെ ആൻസർ എത്ര വരിക? √41 ആണ്. എന്തുകൊണ്ടാണ് √41 വന്നത്? നിങ്ങൾക്ക് വരുത്തിയ മിസ്റ്റേക്ക് എന്താണെന്ന് ഞാൻ പറയാം. പെട്ടെന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇത് 5 ഇത് 4. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു സൈഡ് 5 അടുത്ത സൈഡ് 4 അപ്പോൾ അടുത്ത സൈഡ് 3 എന്നുള്ളൊരു ഐഡിയയിലേക്ക് പെട്ടെന്ന് ആൻസർ ചെയ്തായിരിക്കാം. എനിവേ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താ വരിക? √41 ആണ്. ഞാൻ പറഞ്ഞല്ലോ, നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ തെറ്റിക്കുന്ന കുറേയേറെ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ മിസ്റ്റേക്ക് വരുത്താൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. A spring of spring constant 25 Newton per meter is cut into 4 equal parts. Okay, ഇപ്പോൾ ഒരു സ്പ്രിംഗ് ഉണ്ട്, സ്പ്രിംഗ് കോൺസ്റ്റന്റ് 25 Newton per meter ആണ്. അത് നമ്മൾ 4 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഓരോ പാർട്ടിന്റെയും ദെൻ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഓഫ് ഈച്ച് പാർട്ട് ബിക്കംസ്, ഓരോ പാർട്ടിന്റെയും സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? എന്താണ് ആൻസർ? വേഗം ഒന്ന് ആൻസർ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഐഡിയ, ഒരു സ്പ്രിംഗിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് 25 Newton per meter ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളത് 4 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യുക. 4 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലെങ്ത് എന്തായി മാറി? ലെങ്ത് 1/4 ആയി മാറും അല്ലേ? ലെങ്ത് 1/4 ആയി മാറിയാൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്നാ പറ്റും? സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി സ്പ്രിംഗ്. ഇത് നമുക്കറിയാവുന്ന കാര്യം. അപ്പോൾ ലെങ്ത് പകുതിയായാൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഇരട്ടിയാകണം. ലെങ്ത് 1/4 ആയാൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് 4 ടൈംസ് ആകണം. അപ്പോൾ ഓരോന്നിന്റെയും സ്പ്രിംഗ് കോൺസ്റ്റന്റ് എത്രയായി? 4 ടൈംസ് ആയി. 4 × k ആയി മാറി. ദാറ്റ് ഈസ് 4 × 25 ആയി മാറി. അപ്പോൾ ആൻസർ എത്രയാണ് വരിക? 100 Newton per meter എന്നാണ് വരിക അല്ലേ? ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ ചെയ്തേക്കുന്നത് നോക്കിക്കേ. 70% 70% കുട്ടികളും കറക്റ്റ് ആൻസർ ആണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഏതാണ് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ നമ്പർ 8. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8ലേക്ക് വരുവാണെങ്കിൽ, ക്വസ്റ്റ്യൻ നമ്പർ 8, എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഓഫ് ദി ഫോളോയിങ് സിസ്റ്റം ഈസ് ഗിവൺ ബൈ. ഈ ഒരു തന്നിരിക്കുന്ന സിസ്റ്റത്തിന്റെ എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ നോക്കിക്കുകയും? ഓക്കെ, ഇത് കെ ഇത് കെ അല്ലെ? ഇത് രണ്ടും എന്ത് കോമ്പിനേഷൻ ആണ് നോക്കിക്കേ. ഇത് എന്ത് കോമ്പിനേഷൻ ആണ്? പാരലൽ കോമ്പിനേഷൻ ആണ്. ഇതെന്ത് കോമ്പിനേഷൻ ആണ്? ഇത് സീരീസ് കോമ്പിനേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ എഫക്റ്റീവ് എത്രയാണെന്ന് നോക്കിക്കേ. ഇതിന്റെ എഫക്റ്റീവ് നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് ഇത് 2k എന്ന് എഴുതാം. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഇതും 2k തന്നെ വരും അല്ലേ? അപ്പോൾ ഇത് രണ്ടും എന്ത് കോമ്പിനേഷനായി? സീരീസ് കോമ്പിനേഷനായി. സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എഫക്റ്റീവ് കണ്ടുപിടിക്കാം. ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ നമുക്ക് 1/k ഈസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ 1/ks സീരീസ് കോമ്പിനേഷൻ കാണിക്കാൻ വേണ്ടി 1/2k പ്ലസ് 1/2k എന്ന് എഴുതാം അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2/2k എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/k. ഓർ എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു k എന്ന് എടുക്കാം. എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് റെസിപ്രോക്കൽ എടുക്കാം. ദാറ്റ് ഈസ് ks ഈസ് ഈക്വൽ ടു k എന്ന് എടുക്കാം. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 വരും. എത്ര പെർസെന്റേജ് കുട്ടികളെ കറക്റ്റ് ആക്കിയിട്ടുണ്ടോ നമുക്ക് നോക്കാം. 48% കുട്ടികളാണ് ഓപ്ഷൻ 1 കറക്റ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം അതിനകത്ത് ഒരു 25% കുട്ടികളൊക്കെ ഓപ്ഷൻ 2ലേക്ക് പോയിട്ടുണ്ട്. അത് ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നായിരിക്കും. സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും ഒക്കെ നിങ്ങൾ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 9. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9 ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിക്കാം. 2 springs of force constants k and 2k are connected to a mass as shown in below. അപ്പോൾ ഇതൊരു സ്പ്രിങ്, അടുത്ത സ്പ്രിങ്, ഇതാണ് കോമ്പിനേഷൻ. ഒരു മാസ് ഉണ്ട്, മാസ് 5 കിലോഗ്രാം ആണ്. ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് ദി മാസ് ഈസ്, ഈ മാസ് ഓസിലേറ്റ് ചെയ്താൽ അതിന്റെ ഫ്രീക്വൻസിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫ്രീക്വൻസി എന്ന് നമുക്ക് നോക്കാം. സ്പ്രിംഗ് ബ്ലോക്ക് സിസ്റ്റം തന്നു കഴിഞ്ഞാൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം. ഇതെന്ത് കോമ്പിനേഷൻ ആണെന്നറിയാം. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രീക്വൻസിയിലേക്ക് വന്ന എന്താ ഫ്രീക്വൻസി നോക്കിയാലോ. ദാറ്റ് ഈസ് ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു എന്താ വരിക? 1/t ആണ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2π ഇൻറ്റു √k/m എന്ന് എഴുതാം. ഓക്കെ, ഇത് എന്ത് കോമ്പിനേഷൻ ആണ്? ഈ സ്പ്രിംഗുകളുടെ ഇത് പാരലൽ കോമ്പിനേഷൻ ആണ് അല്ലേ? പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 Newton per meter എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2π ഇൻറ്റു √5 ഡിവൈഡ് ബൈ, നമുക്ക് തന്നേക്കുന്ന മാസത്തിലാണ് 5 ആണ്. അപ്പോൾ ആൻസർ എത്ര വരും? 1/2π എന്നാണ് ആൻസർ വരിക അല്ലേ? 1/2π ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ 1/2π. ഓക്കെ, അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആൻസർ ചെയ്തിട്ടുണ്ട്? 43% കുട്ടികൾ ആൻസർ ചെയ്തേക്കുന്നത് ഓപ്ഷൻ 1 ആയിരുന്നു. പക്ഷെ നമ്മുടെ കറക്റ്റ് ആൻസർ എത്രയാണ് വന്നേക്കുന്നത്? ഓപ്ഷൻ 4 ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുത്തിയാൽ കിട്ടാവുന്ന ആൻസേഴ്സ് ഒക്കെയാണ് നമ്മൾ ഓപ്ഷൻസിനകത്ത് തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും ശ്രദ്ധിച്ച് ചെയ്യുക. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 10. ക്വസ്റ്റ്യൻ നമ്പർ 10 ഇതാണ്. The bob of a simple pendulum executes simple harmonic motion in water with a time period t. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലം എന്ത് ചെയ്യുന്നു? വാട്ടറിൽ ഓസിലേറ്റ് ചെയ്യുന്നു. അതിന്റെ ടൈം പീരീഡ് ആണ് t. While the period of oscillations of the bob in air is t0. ഓക്കെ, പക്ഷേ ഈ ഒരു പെൻഡുലം എയറിൽ ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ടൈം പീരീഡ് എത്രയാണ്? t0 എന്നാണ് പറയുന്നത്.
neglecting frictional force of water and given that density of the bob is 5/3 into 1000 kilogram per meter cube, then relationship between T and T0 is. Okay. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ഫോർമുലയെ ബേസ് ചെയ്തിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതായത് ലിക്വിഡിനകത്ത് പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്ന കേസിലെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എയറിൽ ഓസിലേറ്റ് ചെയ്ത് നോക്കിക്കുമ്പോൾ ടൈം പീരീഡ് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് T0. T0 is equal to 2 pi into root of L/G അല്ലെ. T0 is equal to 2 pi into root of L/G. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡിന്റെ എക്സ്പ്രഷൻ എന്താണ്? T is equal to 2 pi into root of വെള്ളത്തിൽ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്പ്രഷൻ വരിക 2 pi into root of L divided by 1 minus sigma by rho into G എന്നാണ് നമ്മുടെ എക്സ്പ്രഷൻ അല്ലേ. ഇതിനകത്ത് സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ആണ്. അപ്പോൾ ഇവിടെ സിഗ്മ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ആണ്. അത് എത്രയാണ്? 1000 ആണ് തന്നിരിക്കുന്നത് അല്ലേ. റോ എന്ന് പറയുന്നത് എന്താണ്? റോ ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദി ബോബ്. ഡെൻസിറ്റി ഓഫ് ദി ബോബ് ആണ്. അത് ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് 5/3 into 1000. എന്തിനാണ് ഞാനിത് 1000 നടത്തത്? വാട്ടർ ആയാണ് ലിക്വിഡ്, അതുകൊണ്ട് ലിക്വിഡിന്റെ ഡെൻസിറ്റി 1000 ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് സിഗ്മ ബൈ റോ കണ്ടുപിടിക്കാമല്ലോ. സിഗ്മ ബൈ റോ ഈസ് ഈക്വൽ ടു സിഗ്മ, ഇതിനെ എന്തായിട്ട് എടുക്കാം? സിഗ്മ ആയിട്ട് എടുക്കാം അല്ലേ. 5/3 into സിഗ്മ എന്ന് എടുക്കാം. ഓക്കെ, 5/3 into സിഗ്മ എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ സിഗ്മ ബൈ റോ എന്ന് പറഞ്ഞാൽ എന്താ വരിക? 3/5 എന്ന് വരും അല്ലേ. 3/5. അപ്പോൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ടി ഈസ് ഈക്വൽ ടു 2 pi into root of L divided by 1 minus 3/5 into G എന്ന് എഴുതാം അല്ലേ. 3/5 into G എന്ന് എഴുതാം. സോ എക്സ്പ്രഷനാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ T is equal to 2 pi into root of L divided by 5 minus 3. 5 minus 3 എത്രയാ? 2 അല്ലേ. 2 into G by 5. 5 മുകളിൽ പോകും. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് root of 5/2 into ബാക്കി ടൈം എന്താണ്? നമ്മുടെ T0 അല്ലേ. അപ്പോൾ T0 എന്ന് എഴുതാം. സോ കറക്റ്റ് ആൻസർ ഏതാണ്? root of 5/2 into T0. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ 2 വരും അല്ലേ. എത്ര കുട്ടികൾ കറക്റ്റ് ആക്കിയിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, മജോറിറ്റി കുട്ടികളും കറക്റ്റ് ആൻസർ ആയിട്ട് പറഞ്ഞേക്കുന്നത് ഓപ്ഷൻ 4 ആണ്. പക്ഷെ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാ വന്നേക്കുന്നത്? ഓപ്ഷൻ 2 ആണ്. ഓക്കെ, അപ്പോൾ അത് കുഴപ്പമില്ല. നിങ്ങൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വരുത്തിയതാണ്. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞു മിസ്റ്റേക്കിലേക്ക് വരാവുന്ന ആൻസേഴ്സ് ആണ് ഓപ്ഷനകത്ത് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 11. The time period of a seconds pendulum is 2 seconds. Okay, time period of seconds pendulum is 2 seconds. അപ്പോൾ ടൈം പീരീഡ് സെക്കൻഡ്സ് പെൻഡുലം എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ടൈം പീരീഡ് 2 സെക്കൻഡ് ആണ് അല്ലേ. ഓക്കെ, ദ സ്പെറിക്കൽ ബോബ് വിച്ച് ഈസ് empty from inside has a mass 50 gram. This now replaced by another solid bob of same radius but have different mass of 100 gram. Then the new time period will be. ഇതാണ് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് സിറ്റുവേഷൻ എന്ന്. അപ്പോൾ ഇതെല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ തിയറി ഒക്കെ പഠിക്കുമ്പോൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ടൈം പീരീഡ് ഓഫ് എ സെക്കൻഡ്സ് പെൻഡുലം ഈസ് 2 seconds. അപ്പോൾ ടൈം പീരീഡ് ഒറിജിനൽ ടൈം പീരീഡ് തന്നേക്കുന്നത് എത്രയാണ്? 2 seconds ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ സ്പെറിക്കൽ ബോബ് വിച്ച് ഈസ് empty ഫ്രം ഇൻസൈഡ് ഹാസ് എ മാസ് 50 gram. അപ്പോൾ നമ്മളത് കണക്ട് ചെയ്തേക്കുന്നത് ഒരു സ്പെറിക്കൽ ബോബാണ്. ആ സ്പെറിക്കൽ ബോബിന്റെ മാസ് എത്രയാണെന്ന് പറയുന്നത് 50 gram എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഓക്കെ, അന്നേരമുള്ള ടൈം പീരീഡ് ആണ് 2 seconds. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ആ സ്പെറിക്കൽ ബോബിനെ റീപ്ലേസ് ചെയ്തു. എന്ത് വെച്ചാണ് റീപ്ലേസ് ചെയ്തത്? ഒരു സോളിഡ് സ്പിയർ വെച്ചാണ് റീപ്ലേസ് ചെയ്തത്. അവൻ എന്ത് മാറി? പ്രത്യേകം പറയുന്നുണ്ട് സോളിഡ് ബോബ് ആണ്, പക്ഷെ സെയിം റേഡിയസ് ആണ് എന്ന് പറയുന്നുണ്ട്. സെയിം റേഡിയസ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, കാരണം നമ്മളൊരു പെൻഡുലത്തിന്റെ ഡിസ്റ്റൻസ്, പെൻഡുലത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽ സെന്റർ ഓഫ് മാസ് ഓഫ് ദി ബോബ് വരെയാണ് അല്ലേ. ഓക്കെ, അതായത് നമ്മളിങ്ങനെ ഒരു പെൻഡുലം എടുക്കുകയാണെങ്കിൽ ആ പെൻഡുലത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എവിടം വരെയാണ്? പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽ സെന്റർ ഓഫ് മാസ് വരെയുള്ള ദൂരമാണ് നമ്മൾ ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്ന് പറയുക. അപ്പോൾ ഈ ലെങ്ത് ഓഫ് ദി പെൻഡുലം മാറിയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രത്യേകം പറഞ്ഞേക്കുന്നത്. എടുത്തിരിക്കുന്നത് ഒരു സോളിഡ് സ്പിയർ ആണെങ്കിലും ഷേപ്പിനോ സൈസിനോ ഒന്നും മാറ്റം വന്നിട്ടില്ല. എന്ത് മാത്രമേ മാറിയിട്ടുള്ളൂ? മാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. ആദ്യം 50 gram ആയിരുന്നു, ഇപ്പോൾ അത് 100 gram ആയി. നമുക്കറിയാം ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എന്താണ്? മാസ് ഓഫ് ദി ബോബ്. ബോബിന്റെ മാസുമായിട്ട് ഡിപ്പെൻഡൻസ് ഒന്നുമില്ല. അതുകൊണ്ട് പുതിയ ടൈം പീരീഡും എന്ത് തന്നെയായിട്ട് നിൽക്കണം? 2 seconds ആയിട്ട് തന്നെ നിൽക്കണം. കാരണം എന്താണ്? ലെങ്തും മാറിയിട്ടില്ല, ജിയും മാറിയിട്ടില്ല. അപ്പോൾ എത്ര കുട്ടികളെ കറക്റ്റ് ആക്കിയിട്ടുണ്ടാവും നമുക്ക് നോക്കാം. ഓക്കെ, 55% കുട്ടികൾ പറഞ്ഞിരിക്കുന്നത് 2 seconds തന്നെയാണ്. നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വളരെ കുറച്ച് പേര് ആൻസർ തെറ്റിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 12. The ratio of frequencies of 2 pendulums are 4:5. Then their lengths are in the ratio. ഓക്കെ, അപ്പം 2 പെൻഡുലം ഉണ്ട്. 2 പെൻഡുലത്തിന്റെ ലെങ്തുകളുടെ റേഷ്യോ, ലെങ്തിന്റെ അല്ലല്ലോ ഫ്രീക്വൻസിയുടെ റേഷ്യോ ആണ് 4:5. അങ്ങനെയാണെങ്കിൽ അവരുടെ ലെങ്തുകളുടെ റേഷ്യോ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസികളുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ν1/ν2 അല്ലേ. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം T ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് എന്നറിയാം അല്ലേ. T ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ T1 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് L1, T2 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് L2.
അപ്പോൾ ടൈം പീരീഡും ഫ്രീക്വൻസിയും എങ്ങനെയാണ്? ടൈം പീരീഡും ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് അല്ലേ? അപ്പോൾ ν1/ν2 എന്ന് എടുക്കുവാണെങ്കിൽ എങ്ങനെ എഴുതാം? L2/L1 എന്ന് എഴുതാം. ശരിയല്ലേ? L2/L1 എന്ന് എഴുതാം. അപ്പോൾ ν1/ν2 എത്രയാണ്? 4/5. 4/5 is equal to L2/L1 എന്ന് വരും അല്ലേ? ഓക്കെ, റൂട്ട് ഓഫ് ഉണ്ട് അല്ലേ? കാരണം T is directly proportional to root of L1. അപ്പോൾ ഫ്രീക്വൻസി is inversely proportional to root of L. ഓക്കെ, അപ്പോൾ ശരിയാ. ν1 is inversely proportional to root of L1. ν2 is inversely proportional to root of L2. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ 4 ഇവിടെ എന്തുണ്ട്? റൂട്ട് ഉണ്ട്. ഓക്കെ, അപ്പം ഞാനൊന്ന് സ്ക്വയർ ചെയ്യണേ. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ L2/L1 ക്യാൻ ബി റിട്ടൺ ആസ് 16/25 എന്ന് എഴുതാം അല്ലേ? 16/25 എന്ന് എഴുതാം. ഓർ L1/L2 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 25/16 എന്ന് എഴുതാം. 25/16 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 25:16. കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ 1 ആണ്. എത്ര പേര് ശരിയാക്കിയിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, 63% കുട്ടികൾ ഓപ്ഷൻ 1 ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കൊള്ളാം, എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ക്വസ്റ്റ്യൻ നമ്പർ 13. ക്വസ്റ്റ്യൻ നമ്പർ 13 ഇതാണ്. An oscillating particle obeys the following equation. അപ്പോൾ ഒരു പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഈ ഇക്വേഷൻ ഒബേ ചെയ്യുന്നുണ്ട്. ഏതാണ്? 5 × d²x/dt² + 4 × dx/dt + 2x = 0. ഫൈൻഡ് ദി ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ. ഓസിലേഷൻ്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നേക്കുന്നത്. ഇത് എന്ത് ഓസിലേഷൻ ആണെന്ന് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ? ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ട്രൈ നോക്കാം. ഇത് എന്ത് ഓസിലേഷൻ ആണെന്നൊന്ന് ട്രൈ നോക്കാം. ഇത് എന്ത് ഓസിലേഷൻ ആണ്? m × d²x/dt² + b × dx/dt + kx = 0. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഓക്കെ, ഇത് എന്തിന്റെ ഓസിലേഷൻ? ഇത് എന്ത് ടൈപ്പ് ഓസിലേഷൻ ആണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ഇതൊരു ഡാംപ്ഡ് ഓസിലേഷൻ ആണ് അല്ലേ? ഇതൊരു ഡാംപ്ഡ് ഓസിലേഷൻ ആണ്. അപ്പൊ എമ്മിന്റെ സ്ഥാനത്ത് വന്നേക്കുന്നത് എന്താണ്? 5 ആണ്. ബിയുടെ സ്ഥാനത്ത് വന്നേക്കുന്നത് എന്താണ്? 4 ആണ്. കെയുടെ സ്ഥാനത്ത് വന്നേക്കുന്നത് എന്താണ്? 2 ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്ത് കണ്ടുപിടിക്കാനാണ്? ടൈം പീരീഡ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ടൈം പീരീഡിന്റെ ഫോർമുല നോക്കാം. ടൈം പീരീഡിന്റെ ഫോർമുല ഡാംപ്ഡ് ഓസിലേഷന്റെ കേസിൽ ആംഗുലർ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഫോർമുല ω' എന്താണ്? √k/m - b²/4m². ഇതാണ് ഡാംപ്ഡ് ഓസിലേറ്ററിന്റെ കേസിൽ ആംഗുലർ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ. ശരിയല്ലേ? ദാറ്റ് ഈസ് ω' = k എത്രയാ? കെയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് 2 ആണ്. ബൈ എമ്മിന്റെ സ്ഥാനത്ത് 5 ആണ്. മൈനസ് b² എന്ന് പറഞ്ഞാൽ എത്ര വരും? b² = 16 വരും. ഡിവൈഡ് ബൈ 4 × m² എത്ര വരും? m² = 25 വരും അല്ലേ? ദാറ്റ് ഈസ് √2/5 - 16 ഡിവൈഡ് ബൈ 100 എന്ന് വരും. ശരിയല്ലേ? ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് നോക്കിക്കേ, ഇത് എന്താ വരിക? 40 - 60 ഡിവൈഡ് ബൈ 100 എന്ന് വരും. ഞാൻ LCM എടുത്താണ്. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് എത്ര വരിക എന്ന് പറഞ്ഞാൽ √24 ഡിവൈഡ് ബൈ 100 എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 24 നമുക്ക് 4 × 6 എന്ന് എഴുതാം. റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ 2 × √6 എന്ന് വരും. ഡിവൈഡ് ബൈ 10 എന്ന് വരും. ഇതാണ് ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ദി ഡാംപ്ഡ് ഓസിലേറ്റർ. അങ്ങനെയാണ് ടൈം പീരീഡ് അല്ലേ ചോദ്യം. T' = 2π/ω' എന്ന് എഴുതാം അല്ലേ? 2π/ω'. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/ω' എന്ന് പറഞ്ഞാൽ എത്രയാ? 2 × √6 ഡിവൈഡ് ബൈ 10 എന്ന് വരും. ഓക്കെ, 2 2 ക്യാൻസൽ ആയി പോയി. സോ 10π ഡിവൈഡ് ബൈ √6 എന്ന് വരും അല്ലേ? 10π ഡിവൈഡ് ബൈ √6. ഓക്കെ, 10π ഡിവൈഡ് ബൈ √6. അപ്പോൾ കറക്റ്റ് ആൻസർ വരിക ഏതാണ്? ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ എത്ര പേര് ശരിയാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ 1ലേക്ക് വന്നേക്കുന്നത് 41% കുട്ടികളാണ് ഓപ്ഷൻ 1ലേക്ക് വന്നേക്കുന്നത്. പിന്നെ കൂടുതൽ പേര് ആൻസർ ചെയ്തേക്കുന്നത് ഓപ്ഷൻ 2 ആയിരുന്നു. ഓക്കെ, എനിവേ നമ്മളെ സ്റ്റെപ്പ് മനസ്സിലായല്ലോ. ഇത് ഏത് ഐഡിയ ഓർത്തിരിക്കേണ്ടതാണ്? ഡാംപ്ഡ് ഓസിലേറ്ററിന്റെ ആംഗുലാർ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ ഓർത്തിരിക്കണം. ഇതൊക്കെ പലരും സ്കിപ്പ് ചെയ്ത് പോകുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഓസിലേഷന്റെ ചാപ്റ്ററിൽ നിന്നിപ്പം ഡാംപ്ഡ് ഓസിലേഷന്റെ ക്വസ്റ്റ്യൻ ചോദിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് തന്നിട്ടുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ ഇത് മസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 14. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14. 2 identical U-tube contains kerosene and water respectively in same height as shown below. അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നേക്കുന്നത് 2 ഐഡന്റിക്കൽ ആയിട്ടുള്ള യു ഷേപ്പിലുള്ള ട്യൂബുകൾ തന്നിട്ടുണ്ട്. ഒന്നിനകത്ത് കെറോസിനും അടുത്തതിനകത്ത് വാട്ടറും എന്നാണ് പറയുന്നത്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് കെറോസിൻ 800 kg/m³ ആൻഡ് ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 kg/m³. ഓക്കെ, ദെൻ റേഷ്യോ ഓഫ് ദെയർ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഈസ്. അപ്പോൾ ഈ യൂട്യൂബ് അതിനകത്തുള്ള ലിക്വിഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓസിലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഓസിലേഷന്റെ ടൈം പീരീഡുകളുടെ റേഷ്യോ ആണ് നമ്മുടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ടൈം പീരീഡിന്റെ റേഷ്യോ ആണ് ക്വസ്റ്റ്യൻ. എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞേ. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് തന്നെ ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പോൾ ഇതിന്റെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം.
ഇപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ യൂട്യൂബ് ഓസിലേറ്റർ തിയറട്ടിക്കൽ പാർട്ടിൽ ഡീറ്റെയിലായിട്ട് പഠിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ്. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ NCERT ബുക്കിനകത്ത് അത് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ എക്സസൈസിനകത്ത് കിടക്കുന്ന ഒരു സെക്ഷനാണ് യൂട്യൂബ് ഓസിലേറ്റർ. അപ്പോൾ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഈ ഹൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ഓസിലേറ്ററിന്റെ ടൈം പീരിയഡ് ഫോർമുലയാണ് 2π × √h/g. ഇതാണ് ഹൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ടൈം പീരിയഡ് എക്സ്പ്രഷൻ. അപ്പോൾ നോക്കുക, ഇവിടെയും എന്ത് സെയിമാ? ഹൈറ്റ് സെയിമാ. ഇവിടെ എന്തിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല, ഡെൻസിറ്റിയെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഹൈറ്റ് സെയിം ആണെങ്കിൽ അപ്പോൾ എന്ത് സെയിം ആയിരിക്കും? ടൈം പീരിയഡ് സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ രണ്ട് ടൈം പീരിയഡിനെയും കൂടെ റേഷ്യോ എടുത്താൽ എന്ത് വരും? റേഷ്യോ 1 എന്ന് വരും. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ് വരിക. എത്ര പേര് ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, 52% കുട്ടികൾ ഓപ്ഷൻ 2ലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കൊള്ളാം, എല്ലാവരും അത്യാവശ്യം ഐഡിയ ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 15ൽ പറഞ്ഞിരിക്കുന്നത്, ഫോർ എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അലോങ് എക്സ് ആക്സിസ്, ഫോഴ്സ് ആക്ടിംഗ് ഓൺ ഇറ്റ് ഈസ് ഗിവൺ ബൈ. അപ്പോൾ ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ് എന്ന് കാണിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ അത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഫോർ എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അലോങ് എക്സ് ആക്സിസ്, ഫോഴ്സ് ആക്ടിംഗ് ഓൺ ഇറ്റ് ഈസ് ഗിവൺ ബൈ. ഇതിനകത്ത് എയും കെയും ഒക്കെ കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഫോഴ്സിന്റെ എക്സ്പ്രഷൻ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, എല്ലാവരും ഓർത്തിരിക്കുന്ന കാര്യം, ഒരു പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് ഓസിലേഷൻ ആണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് എല്ലാവർക്കും അറിയാം. ആക്സിലറേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് എന്നറിയാറുണ്ട്. അതുപോലെ തന്നെ ആക്സിലറേഷന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ് അല്ലേ? എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു -x എന്നാണ് നമ്മൾ എഴുതുക അല്ലേ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഫോഴ്സ് ഈസ് ഓൾസോ പ്രൊപ്പോർഷണൽ ടു -x എന്ന് പറയാം. കാരണം ഒരു മാസിന്റെ വ്യത്യാസമല്ലേ വരുന്നുള്ളൂ. ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു -x എന്ന് എഴുതാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫോർമാറ്റ് വരുവാണെങ്കിൽ F ഈസ് ഈക്വൽ ടു -a × k × x എന്ന് കണ്ടോ. F ഈസ് ഈക്വൽ ടു -a × k × x. ഈ എക്സ്പ്രഷൻ കണ്ടോ, ഇത് ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? F ഈസ് പ്രൊപ്പോർഷണൽ ടു -x എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ആൻസർ ആയിട്ട് ഏതെടുക്കാം? ഓപ്ഷൻ 1 എടുക്കാം. ഓക്കെ, കറക്റ്റ് ആൻസർ ആയിട്ട് ഓപ്ഷൻ 1 എടുക്കാം. കണ്ടോ, ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയല്ല, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഒന്നും അല്ല, ഇത് കൊസൈൻ ആയിട്ടാണ് എക്സ് വേരി ചെയ്യുക. അതായത് ഫോഴ്സ് ട്രിഗ്നോമെട്രിക് ആയിട്ട് വേരി ചെയ്യുന്ന ഒരു കേസിലേക്ക് വരിക. നമുക്കറിയാവുന്ന കാര്യം, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റുടെ ഗ്രാഫ് വരച്ചാൽ നെഗറ്റീവ് സ്ലോപ്പുള്ള സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് നമുക്ക് കിട്ടണം. ശരിയല്ലേ? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റുടെ ഗ്രാഫ് വരച്ചാൽ നെഗറ്റീവ് സ്ലോപ്പുള്ള സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടണം. അങ്ങനെ വരുമ്പോൾ ഇത് സാധിക്കില്ല, എക്സ്പോണൻഷ്യൽ ഗ്രാഫ് സാധിക്കില്ല, ഇത് സാധിക്കില്ല. ഓൺലി ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദി കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ അത് 64% കുട്ടികൾ അത് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കൊള്ളാം, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 16. ഇഫ് മാസ് ക്യാപിറ്റൽ M ഈസ് സ്പ്ലിറ്റ് ഇൻടു 2 പാർട്സ്, M and M-M. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മാസ് ഉണ്ട് ക്യാപിറ്റൽ M. അത് നമ്മൾ എന്ത് ചെയ്തേക്കുന്നു പറയുന്നു? സ്പ്ലിറ്റ് ചെയ്തേക്കുന്നു. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നു? M and M-M ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നു. Which are then separated by distance. Then the ratio of M by capital M that maximizes the gravitational force between the 2 parts. ഓക്കെ, അതായത് ഈ ഉണ്ടായിരുന്ന മാസം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 2 ആക്കി മാറ്റി. അപ്പോൾ ഒരെണ്ണത്തിന്റെ ഒരു പീസിന്റെ മാസം എത്ര എന്ന് പറയാം? സ്മോൾ ലെറ്റർ M എന്ന് പറയുകയാണെങ്കിൽ അടുത്ത പീസിന്റെ മാസം എത്ര? ക്യാപിറ്റൽ M / സ്മോൾ ലെറ്റർ M എന്ന് പറയാം അല്ലേ? ഇവരെ നമ്മളൊരു പർട്ടിക്കുലർ സെപ്പറേഷനിൽ വെച്ചിരിക്കുന്നു. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇവർക്കിടയ്ക്കുള്ള ഫോഴ്സ് എന്ത് ഫോഴ്സ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? മാക്സിമം ആകണം. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാക്സിമം ആകണമെങ്കിൽ എന്താണ് ഈ രണ്ട് മാസുകൾ സ്പ്ലിറ്റ് ചെയ്തേക്കുന്ന റേഷ്യോ? അതാണ് ചോദ്യം. അതായത് M by capital M എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ M by capital M കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാൻ നോക്കിക്കേ, നമുക്കത് ഡിഫറൻസിയേഷൻ ഒക്കെ നടത്തി ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് എക്സാം ഹാളിൽ സമയമില്ല. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ സപ്പോസ് നമ്മളൊരു ചെറിയ എക്സാമ്പിൾ നോക്കി വെക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ടോട്ടൽ മാസ് 10 കിലോഗ്രാം ആണെന്ന് എഴുതുക. ടോട്ടൽ മാസ് 10 കിലോഗ്രാം ആണെങ്കിൽ നമുക്കത് എങ്ങനെയൊക്കെ മുറിക്കാം എന്ന് നമുക്ക് നോക്കാം. ഇനി ഫോഴ്സ് എപ്പോഴാണ് മാക്സിമം ആകുക എന്ന് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെച്ചേക്കാം. ഇപ്പോൾ രണ്ടുപേര് തമ്മിലുള്ള ഫോഴ്സ് മാക്സിമം ആകണമെങ്കിൽ G × M1M2/r². ഇതാണല്ലോ എക്സ്പ്രഷൻ. ഓക്കെ, ഫോഴ്സ് മാക്സിമം ആകണമെങ്കിൽ നമ്മൾ R മാറ്റുന്നില്ല, G നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഫോഴ്സ് മാക്സിമം ആണെങ്കിൽ M1ന്റെയും M2ന്റെയും പ്രോഡക്റ്റ് എന്തായിരിക്കണം? M1ന്റെയും M2ന്റെയും പ്രോഡക്റ്റ് മാക്സിമം ആണ് അല്ലേ? M1ന്റെയും M2ന്റെയും പ്രോഡക്റ്റ് മാക്സിമം ആണ്. ആ പ്രോഡക്റ്റ് മാക്സിമം ആകാൻ, M1ന്റെയും M2ന്റെയും പ്രോഡക്റ്റ് മാക്സിമം ആകാൻ എന്താണ് സാധ്യത എന്ന് ആലോചിച്ചാൽ പോരെ? സിമ്പിൾ ലോജിക്ക. എന്താണ് ലോജിക് എന്ന് പറഞ്ഞേ? ഈ 10 കിലോഗ്രാം ഞാൻ ഇങ്ങനെ മുറിക്കുക. ഒന്ന് 1, ഒന്ന് 9. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് എത്ര? 9 വരും.
ഒന്ന് 2, ഒന്ന് 8. അപ്പോൾ പ്രോഡക്റ്റ് എത്ര വരും? 16 വരും. ഒന്ന് 3, ഒന്ന് 7. അപ്പോൾ പ്രോഡക്റ്റ് എത്ര വരും? 21 ആയി. കണ്ട പ്രോഡക്റ്റ് കൂടി വരുന്നുണ്ടല്ലേ? അടുത്തൊരു പോസിബിലിറ്റി 4ഉം 6ഉം ആണ്. അപ്പോൾ പ്രോഡക്റ്റ് എത്രയായി? 24 ആയി. ഓക്കെ, വീണ്ടും നമ്മൾ മുറിക്കുന്നു. എങ്ങനെ? 5ഉം 5ഉം ആയിട്ട് മുറിക്കുന്നു. അപ്പോൾ അവരുടെ പ്രോഡക്റ്റ് എത്രയായി? 25 ആയി. ഇനി നമ്മുടെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 6ഉം 4ഉം ആണ്, വീണ്ടും 24 ആയി മാറും. അപ്പോൾ എപ്പോഴാണ് പ്രോഡക്റ്റ് മാക്സിമം ആവുക എന്ന് വെച്ചാൽ എപ്പോഴാണ് ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് മാക്സിമം ആവുക? പ്രോഡക്റ്റ് മാക്സിമം ആവുക. അതായത് ഈവൻ ഇത് ഈ സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ക്യാപിറ്റൽ M/2 ആയിരിക്കണം. അപ്പോൾ ഇതും എന്തായിരിക്കണം? ക്യാപിറ്റൽ M/2 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതായത് സ്മോൾ ലെറ്റർ എം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ മാസിന്റെ എന്തായിരിക്കണം? പകുതി ആയിരിക്കണം. അപ്പോൾ ചോദ്യം എന്താണ്? ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത് M/M എത്രയെന്നല്ലേ? M/M എത്ര വരും? 1/2 എന്ന് വരും. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? 1:2 എന്നതാണ് കറക്റ്റ് ആൻസർ വരും അല്ലേ? അപ്പോൾ ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. എത്ര പെർസെൻറ്റേജ് ആൾക്കാർ കറക്റ്റ് 52% കുട്ടികളാണ് കറക്റ്റ് ആക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 17. The escape velocity of a body on the surface of the earth is 11.2 km/s. ഓക്കെ, അപ്പം escape velocity വാല്യൂ എർത്തിന്റെ സർഫസിൽ escape velocity 11.2 km/s ആണ്. If the earth's mass increases to twice its present value, എർത്തിന്റെ മാസ് ഇരട്ടിയായി, അതേസമയത്ത് റേഡിയസ് എന്തായി? റേഡിയസ് ഹാഫുമായി. അങ്ങനെയാണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എർത്തിന്റെ മാസ് ഡബിളായി, അതേസമയത്ത് എന്ത് ഹാഫായി? റേഡിയസ് ഹാഫായി. അങ്ങനെയാണ് എസ്കേപ്പ് വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് എന്താണ്? അപ്പം എസ്കേപ്പ് വെലോസിറ്റി എക്സ്പ്രഷനിലേക്ക് പോകണം. എന്താ വരിക? എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 × gm ഡിവൈഡ് ബൈ ക്യാപിറ്റൽ R. ഇങ്ങനെയല്ലേ പറയുക? അപ്പം ന്യൂ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് 2 × g × മാസ് ഡബിളായി എന്നാ പറയല്ലേ? അതേസമയത്ത് റേഡിയസ് എന്തായി? റേഡിയസ് ഹാഫായി. അപ്പോൾ ആ 2 മോളി വരില്ലേ? അപ്പോൾ ഈ 2 × 2 എന്തായി? 4 ആയി. അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 2 അല്ലേ? അപ്പോൾ റൂട്ട് ഓഫ് 2 × gm/r എന്ന് വരും. അതായത് പഴയ എസ്കേപ്പ് വെലോസിറ്റിയുടെ എന്തായി? ഡബിളായി എന്ന് പറഞ്ഞാൽ എത്ര വരിക? 22.4 km/s എന്ന് വരും. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ 3 ആണ്. എത്ര പെർസെൻറ്റേജ് കുട്ടികൾ അത് കറക്റ്റ് ആക്കി നമുക്ക് നോക്കാം. ഓപ്ഷൻ 3 ഓപ്റ്റ് ചെയ്തേക്കുന്നത് 42% കുട്ടികൾ ഓപ്ഷൻ 3 ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊള്ളാം, കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 18. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 18 ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് m വേരീസ് ആസ്. എസ്കേപ്പ് വെലോസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഒരു ബോഡിയുടെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ എഴുതിയിരിക്കുന്ന 2gm/r എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ M ആരുടെ മാസാണ്? പ്ലാനറ്റിന്റെ മാസാണ്. അതിന് ആരുമായിട്ട് ബന്ധമില്ല. നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന ബോഡിയുടെ മാസുമായിട്ട് ബന്ധമില്ല. അപ്പോൾ m/0 എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. എത്ര കുട്ടികൾ കറക്റ്റ് ആക്കിയിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, 63% കുട്ടികൾ കറക്റ്റ് ആൻസർ ആണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് An Earth satellite is moved from one stable circular orbit to a further stable circular orbit. Which of the following quantities increases? Okay, ഇതും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എർത്തിന്റെ ഒരു സാറ്റലൈറ്റ് ആദ്യം ഒരു സ്റ്റേബിൾ സർക്കുലർ ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് കുറച്ചും കൂടി അകലെയുള്ള ഫാർദർ ആയിട്ടുള്ള മറ്റൊരു സ്റ്റേബിൾ ഓർബിറ്റിലേക്ക് നമ്മൾ അതിനെ മാറ്റി. അങ്ങനെ മാറ്റുമ്പോൾ താഴെ പറയുന്നതിൽ ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യുക. അങ്ങനെ ചേഞ്ച് ചെയ്യുക? ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? അതാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ഇൻക്രീസസ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് ഇൻക്രീസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ലീനിയർ ഓർബിറ്റൽ സ്പീഡ് എന്ത് സംഭവിക്കുന്നുണ്ട്? ലീനിയർ ഓർബിറ്റൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കിളിന്റെ ഓർബിറ്റൽ വെലോസിറ്റി ആണ് അല്ലേ? ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഫോർമുല എന്താണ്? v = സ്ക്വയർ റൂട്ട് ഓഫ് gm/r + h എന്നാണ് എഴുതുക അല്ലേ? ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് സർക്കുലർ പാത്തിന്റെ റേഡിയസ് എന്നുള്ള ഫോമിൽ എഴുതുവാണെങ്കിൽ gm / സ്മോൾ ലെറ്റർ r എന്ന് എഴുതാം. ഒരു സാറ്റലൈറ്റ് ഒരു പ്ലാനറ്റിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാനറ്റ്. ഈ പ്ലാനറ്റിന് ചുറ്റും ഒരു സാറ്റലൈറ്റ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് എഴുതുക. ഒരു സാറ്റലൈറ്റ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സർക്കുലർ പാത്തിന്റെ റേഡിയസ് 6. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ, ഓർബിറ്റൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ആണ് റൂട്ട് ഓഫ് gm/r എന്ന് പറയാം. അപ്പോൾ നോക്കുക, കുറച്ചും കൂടി അകലേക്ക് പോകാന്ന് പറഞ്ഞാൽ 6 കൂടിയാൽ എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലേ. അപ്പോൾ v എന്ത് ചെയ്യണം? v കുറയണം. പക്ഷെ ഇവിടെ കൂടുന്നവരുടെ ലിസ്റ്റിലാണ് തന്നേക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറച്ചും കൂടി അകലേക്ക് പോയി കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉറപ്പായിട്ടും കുറയുകയല്ലേ ചെയ്യുക. അപ്പോൾ കൂടില്ല, അതും പോയി. ഇനി സെൻട്രിപെറ്റൽ ആക്സലേഷൻ, ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറഞ്ഞെങ്കിൽ സെൻട്രിപെറ്റൽ ആക്സലേഷനും എന്ത് ചെയ്യും? കുറയും. ശരിയല്ലേ? സെൻട്രിപെറ്റൽ ആക്സലേഷനും കുറയും. ഇനി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, അപ്പോൾ ഈ ഒരു പ്ലാനറ്റ് അല്ലെങ്കിൽ ഈ ഒരു സാറ്റലൈറ്റും ഈ പ്ലാനറ്റും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എന്താ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ക്യാൻ ബി റിട്ടൺ ആസ് -gmm/ ഡിസ്റ്റൻസ് എത്ര? r അല്ലേ? -gmm/r എന്ന് വരും. ഇതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയാം അല്ലേ?
അപ്പോൾ ഇതാണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ എത്ര പേര് അത് കറക്റ്റ് ആക്കിയിട്ടുണ്ടെന്ന് നോക്കിയേ. ഓപ്ഷൻ 3 ഓപ്റ്റ് ചെയ്തേക്കുന്നത് 28% കുട്ടികളെ ഉള്ളൂ. 35% കുട്ടികളും ചൂസ് ചെയ്തത് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആയിരുന്നു അല്ലേ. അപ്പോൾ അത് മിസ്റ്റേക്ക് ആയിപ്പോയി, സാരമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 20. ക്വസ്റ്റ്യൻ നമ്പർ 20ലേക്ക് പോകാം. If m is the mass of earth and capital R its radius, m mass of earth ഉം capital R radius ഉമാണ്, then the ratio of the gravitational acceleration and gravitational constant. ഓക്കെ, അപ്പോൾ എന്താണ് തന്നിരിക്കുന്നത്? m എന്ന് പറയുന്നത് മാസ് ഓഫ് എർത്ത്, അതുപോലെ തന്നെ r റേഡിയസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം G is equal to ഫോർമുല എന്താണ്? G is equal to gm/r². ഇതാണ് ഫോർമുല അല്ലേ. നമുക്ക് ആരുടെയൊക്കെ റേഷ്യോ വേണ്ടത്? G by ക്യാപിറ്റൽ G. ഇതല്ലേ ചോദ്യം. ഗ്രാവിറ്റേഷൻ ആക്സിലറേഷനും ആക്സിലറേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റും തമ്മിലുള്ള റേഷ്യോ ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ G/G എന്ന് പറഞ്ഞാൽ എന്താ വരിക? m/r². അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ 4 വരും അല്ലേ. ഓക്കെ, അപ്പോൾ എത്ര പെർസെൻറ്റേജ് കുട്ടികൾ അത് കറക്റ്റ് ആക്കിയിട്ടുണ്ടെന്ന് നോക്കിയേ. 36% കുട്ടികളാണ് ഓപ്ഷൻ 4 ചൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, വേറെ കുട്ടികൾ അതായത് ഓപ്ഷൻ 2ലേക്ക് പോയിരിക്കുന്നത് 32% ഉണ്ട്. അപ്പോൾ അതൊരു മിസ്റ്റേക്ക് വന്നാണ്. നമുക്ക് m/r² കറക്റ്റ് ആൻസർ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 21ലേക്ക് വരുവാണെങ്കിൽ ആസ് വി ഗോ ഫ്രം ദി ഇക്വേറ്റർ ടു പോൾസ് ദ വാല്യൂ ഓഫ് G. ഇക്വേറ്ററിൽ നിന്ന് നമ്മൾ പോളിലേക്ക് പോവാണ്. ഓക്കെ, ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് പോകുമ്പോൾ ജിയുടെ വാല്യൂവിന് എന്ത് ചേഞ്ച് ആണ് ഉണ്ടാകുക എന്നാണ് ചോദ്യം. ഓക്കെ, ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് പോകുമ്പോൾ ജിയുടെ വാല്യൂവിന് ഉണ്ടാകുന്ന ചേഞ്ച് എന്താണ്? അത് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുന്ന ഒരു ഐഡിയ ആണ് അല്ലേ. ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് പോകുമ്പോൾ ഷേപ്പിന്റെ ബേസിസിൽ നോക്കിയാലും എർത്തിന്റെ റൊട്ടേഷന്റെ ബേസിസിൽ നോക്കിയാലും ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് പോകുമ്പോൾ ജിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുക അല്ലേ. സോ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഏതാണ്? കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ 3 ആണ് വരിക. ഓക്കെ, ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ അത് ഒരു 67% കുട്ടികളും അത് കറക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 22. A point mass m is placed inside a spherical shell of radius r and mass m at a distance r/2 from the center of the shell. Gravitational force exerted by the shell on the point mass is. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പോയിന്റ് മാസ് m ഉണ്ട്, അത് എവിടെ വെച്ചിരിക്കുന്നു? ഷെല്ലിന്റെ അകത്ത് വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഷെല്ലുണ്ട്. ഓക്കെ, ഷെല്ലിന്റെ മാസ് എത്രയാണ്? ക്യാപിറ്റൽ M. ഷെല്ലിന്റെ അകത്ത് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു പോയിന്റ് മാസ് വെച്ചിട്ടുണ്ട്, സ്മോൾ ലെറ്റർ m. എത്ര ഡിസ്റ്റൻസ് അകലെ? സെന്ററിൽ നിന്ന് r/2 ഡിസ്റ്റൻസ് അകലെയാണ് വെച്ചേക്കുന്നത്. ഷെല്ലിന്റെ മാസ് ആണ് എത്ര? ക്യാപിറ്റൽ M. ഷെല്ലിന്റെ റേഡിയസ് ആണ് എത്ര? ക്യാപിറ്റൽ R എന്ന് പറയാം. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ഷെൽ ഓൺ ദി പോയിന്റ് മാസ്. ഈ പോയിന്റ് മാസിൽ ഷെല്ല് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് എന്താണ് ആൻസർ വരിക? ഒരു ഷെല്ലിന്റെ അകത്ത് ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ ആ ഒബ്ജക്റ്റിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ ഷെൽ തിയറം എന്ന് പറഞ്ഞ് പഠിക്കുന്ന ഐഡിയ ആണ് അല്ലേ. ഷെൽ തിയറം ആയിട്ട് പഠിക്കുന്ന ഐഡിയ ആണ്. ഇതാരും തെറ്റിച്ചിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. ഓക്കെ, 65% കുട്ടികൾ ഓപ്ഷൻ 3 ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൊള്ളാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 23. If G is the acceleration due to gravity on Earth's surface, എർത്തിന്റെ സർഫസിലെ acceleration due to gravity G ആണെന്ന് എഴുതുക. Then gain in potential energy of the body at a height equal to 2 times the radius r. At a height 2 times radius r of the Earth will be. അതായത് പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടാകുന്ന ഗെയിൻ ആണ് ചോദ്യം. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടാകുന്ന ഗെയിൻ ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, G എന്ന് പറയുന്നത് acceleration due to gravity on the surface ആണ്. അങ്ങനെയാണെങ്കിൽ എർത്തിന്റെ സർഫസിൽ നിന്ന് നമ്മൾ എത്ര ഹൈറ്റിലേക്ക് കൊണ്ടുപോകണം? 2 times the radius. അത്രയും ഹൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടാകുന്ന ഗെയിൻ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ഫോർമുല പഠിക്കാറുണ്ടല്ലോ. ഇതെല്ലാവരും മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കുന്നതാണ്. പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടാകുന്ന ഗെയിൻ അല്ലെങ്കിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ്പ്രഷൻ? mgr × h/r+h. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ അല്ലേ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ mgr × hന്റെ സ്ഥാനത്ത് എത്രയാണ്? നമ്മൾ 2 times റേഡിയസ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ 2r/r + 2r എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? mgr × 2r/3r എന്ന് വരും അല്ലേ. 3r എന്ന് വരും. ഓരോ r ക്യാൻസൽ കളയുക. ദാറ്റ് ഈസ് 2/3 × mgr എന്ന് വരും അല്ലേ. 2/3 × mgr. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 23 കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തേക്കുന്നത് 32% കുട്ടികളാണ് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 24. ഓക്കെ, എ സാറ്റലൈറ്റ് ഓഫ് മാസ് m is revolving in a circular orbit of radius 2r. ഓക്കെ, അപ്പോൾ ഒരു സാറ്റലൈറ്റ് ഉണ്ട്. സാറ്റലൈറ്റിന്റെ മാസ് m ആണ്.
അത് 2r റേഡിയസ് ഉള്ള സർക്കുലർ പാത്തിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, എർത്തിന്റെ മാസ് ക്യാപിറ്റൽ M. The work done to shift the satellite to an orbit of radius 3r. ഓക്കെ, 3r റേഡിയസ് ഉള്ള ഒരു ഓർബിറ്റിലേക്ക് ഈ സാറ്റലൈറ്റിനെ കൊണ്ടുപോകാനായിട്ട് ചെയ്യേണ്ട വർക്ക് എത്ര എന്നാണ് ക്വസ്റ്റിനകത്ത് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് വർക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? വർക്ക് ഡൺ. ഇപ്പോൾ സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ സാറ്റലൈറ്റിനെ സംബന്ധിച്ച് എന്തുണ്ട്? ഒരു ടോട്ടൽ എനർജി ഉണ്ട് അല്ലേ? അപ്പം ആദ്യം ഇരിക്കുന്ന ഓർബിറ്റിൽ ഒരു ടോട്ടൽ എനർജി ഉണ്ട്, ഫൈനലായിട്ട് നമ്മൾ കൊണ്ടുപോയി വെക്കുന്ന ഓർബിറ്റിലും ഒരു ടോട്ടൽ എനർജി ഉണ്ട് അല്ലേ? ഈ രണ്ട് ടോട്ടൽ എനർജിയുടെയും കൂടി ഡിഫറൻസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടി? ഈ രണ്ട് ടോട്ടൽ എനർജിയുടെയും കൂടി ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട വർക്ക് കിട്ടി. അതായത് ഫൈനൽ ടോട്ടൽ എനർജി മൈനസ് ഇനീഷ്യൽ ടോട്ടൽ എനർജി അല്ലേ? ഫൈനൽ ടോട്ടൽ എനർജി മൈനസ് ഇനീഷ്യൽ ടോട്ടൽ എനർജി എടുത്താൽ നമ്മുടെ വർക്കായി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു സാറ്റലൈറ്റിനെ സംബന്ധിച്ച്. ഓക്കെ, ഇത് നമ്മുടെ പ്ലാനറ്റ് ആണ്. പ്ലാനറ്റിന്റെ മാസ് ക്യാപിറ്റൽ M, പ്ലാനറ്റിന്റെ റേഡിയസ് r. ഇനി പ്ലാനറ്റിന് ചുറ്റും ഒരു സാറ്റലൈറ്റ്. ഓക്കെ, സാറ്റലൈറ്റിന്റെ മാസ് സ്മോൾ ലെറ്റർ M. ഓക്കെ, സ്മോൾ ലെറ്റർ r റേഡിയസ് ഉള്ള സർക്കുലർ പാത്തിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ അവന്റെ ടോട്ടൽ എനർജിയുടെ ഫോർമുല എന്താണ്? ടോട്ടൽ എനർജിയുടെ ഫോർമുല E is equal to total energy E is equal to minus of GMM divided by R അല്ലേ? 2R. ഇതാണ് ടോട്ടൽ എനർജിയുടെ എക്സ്പ്രഷൻ. മൈനസ് ഓഫ് GMM divided by 2R. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആദ്യത്തെ പാത്തിലെ റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത് 2R ആണ്. പുതിയ പാത്തിലേക്ക് വരുമ്പം റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത് 3R ആണ് അല്ലേ? അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്ത് വരിക? മൈനസ് ഓഫ് GMM divided by 2 into ഓക്കെ, റേഡിയസ് എത്രയാ വരിക? റേഡിയസ് രണ്ടാമത്തെ പാത്തിൽ 3R വരും. ഓക്കെ, ഇനി മൈനസും മൈനസും പ്ലസ് ആയി. ദെൻ GMM ഡിവൈഡ് ബൈ 2 into 2R എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക നോക്കിയേ? GMM ഡിവൈഡ് ബൈ 2R ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. അപ്പോൾ ഇവിടെ ഒരു 1/2 വരും, മൈനസ് എന്ത് വരും? 1/3 വരും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു GMM ഡിവൈഡ് ബൈ 2R into 3 minus 2 that is 1/6 എന്ന് വരും അല്ലേ? 1/6 ശരിയല്ലേ? 3 minus 2 1 വരും, 1/6 എന്ന് വരും. ദാറ്റ് ഈസ് GMM ഡിവൈഡ് ബൈ എന്താ വരിക? 12R എന്ന് വരും. GMM ഡിവൈഡ് ബൈ 12R എന്ന് വരും അല്ലേ? GMM ഡിവൈഡ് ബൈ 12R. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 വരും. എത്ര പെർസെൻറ്റേജ് കുട്ടികൾ കറക്റ്റ് ആക്കിയിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, 15% കുട്ടികളെ അത് കറക്റ്റ് ആക്കിയിട്ടുള്ളൂ കേട്ടോ. 15%. 42% പേരും പറഞ്ഞത് ഓപ്ഷൻ 3 ആണ്. അപ്പോൾ അത് റോങ് ആയിട്ടുള്ള ആൻസർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 25. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 25. 25ാമത്തെ ക്വസ്റ്റിലേക്ക് വരുവാണെങ്കിൽ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഹൈറ്റ് അറ്റ് വിച്ച് വാല്യൂ ഓഫ് G ബിക്കംസ് 1/4 ടു ദാറ്റ് ഓൺ എർത്ത് സർഫസ്. എർത്തിന്റെ സർഫസിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ 1/4 ആയിട്ട് G മാറുന്ന ഹൈറ്റ് എത്ര എന്ന ചോദ്യം അല്ലേ? അപ്പോൾ നമുക്ക് എർത്തിന്റെ സർഫസിലാണെങ്കിൽ G is equal to GM/R² എന്നാണ് എഴുതുക അല്ലേ? അപ്പോൾ G' is equal to ഹൈറ്റിലേക്ക് വരുവാണെങ്കിൽ GM ഡിവൈഡ് ബൈ R+H². ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഓക്കെ, ഇത് എത്രയായി മാറണം പറഞ്ഞാൽ 1/4 ആയി മാറണം. അതായത് G/4 ആയി മാറണം അല്ലേ? G/4 ആയി മാറണമെങ്കിൽ എന്ത് വരും നോക്കിക്കേ? ദാറ്റ് ഈസ് ഈക്വൽ ടു GM ഡിവൈഡ് ബൈ R+H² R+H² G/4 ആയി മാറണമെങ്കിൽ ഹൈറ്റ് എത്രയായിരിക്കണം? ഹൈറ്റ് 6 ആയ പോരെ? ശരിയല്ലേ? ഓക്കെ, നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/4 ഇൻറ്റു ഈ ജിക്ക് പകരം എന്ത് ഇട്ട് കൊടുത്തു? GM/R² ഇട്ട് കൊടുത്തു. ദാറ്റ് ഈസ് ഇപ്രാവശ്യത്തെ എന്തുണ്ട്? GM/R+H² എന്ന് വരും അല്ലേ? ആര് ക്യാൻസലായി? GM ക്യാൻസലായി. സോ നമുക്ക് എന്ത് എഴുതാം? 4 into R² is equal to R+H² എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2R is equal to R+H എന്ന് എഴുതാം. Therefore H is equal to എത്ര? R എന്ന് വരും. ശരിയല്ലേ? സോ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ 1 ആണ്. എത്ര പെർസെൻറ്റേജ് കുട്ടികൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട്? ഓക്കെ, 24% കുട്ടികളാണ് കറക്റ്റ് ആക്കിയിരിക്കുന്നത്. മജോറിറ്റി ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ 4 ആയിരുന്നു. ഓക്കെ, അത് റോങ് ആയി പോയി, സാരമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26. ക്വസ്റ്റ്യൻ നമ്പർ 26. A point mass M is placed at the center of a shell of same mass capital M. ഓക്കെ, ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഒരു പോയിന്റ് മാസ് ക്യാപിറ്റൽ M ആണ്. അവനെ നമ്മളൊരു ഷെല്ലിന്റെ സെന്ററിൽ വെക്കുന്നു. ഷെല്ലിന്റെ മാസും ക്യാപിറ്റൽ M, ഷെല്ലിന്റെ റേഡിയസ് A. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് A/2 ഫ്രം ദി സെന്റർ ഓഫ് ദി ഷെൽ ഈസ്. ഷെല്ലിന്റെ സെന്ററിൽ നിന്നും A/2 ഡിസ്റ്റൻസ് അകലെയുള്ള ഷെല്ലിന്റെ സെന്ററിൽ നിന്നും A/2 ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പോയിന്റ് മാസ് ക്യാപിറ്റൽ M ആണ്. അതിനെ നമ്മൾ ഷെല്ലിന്റെ സെന്ററിൽ വെച്ചിരിക്കുന്നു. ഷെല്ലിന്റെ മാസം ക്യാപിറ്റൽ M ആണ്. ഷെല്ലിന്റെ റേഡിയസ് A ആണ്. ഷെല്ലിന്റെ സെന്ററിൽ നിന്നും A/2 ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഫിഗർ എന്ന് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ഷെല്ലിന്റെ മാസ് ക്യാപിറ്റൽ M, ഷെല്ലിന്റെ റേഡിയസ് എത്ര? സ്മോൾ ലെറ്റർ A. ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിനെ കുറിച്ചാണ് പറയുന്നത്? A/2 ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ്.
ഇനി ഇത് പോരാഞ്ഞിട്ട് കറക്റ്റ് സെൻട്രൽ ആര് ഇരിപ്പുണ്ട്, സെൻട്രൽ ഒരു പോയിന്റ് മാസ് ഇരിപ്പുണ്ട്, അവന്റെ മാസം എത്ര തന്നെ, ക്യാപിറ്റൽ എം തന്നെ. അപ്പോൾ എനിക്ക് വേണ്ടത് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണ് അല്ലേ. ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് മാസ് വേണം. പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് മാസ് പ്ലസ് എന്തുണ്ട്, പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഷെല്ലുണ്ട് അല്ലേ. ഷെല്ല് കാരണമുള്ള പൊട്ടൻഷ്യലും വേണം, പോയിന്റ് മാസ് കാരണമുള്ള പൊട്ടൻഷ്യലും വേണം അല്ലേ. പോയിന്റ് മാസ് കാരണമുള്ള പൊട്ടൻഷ്യൽ എത്ര, -GM ബൈ പോയിന്റ് മാസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കയ്യിൽ ഒരു പോയിന്റ് മാസ് ഉണ്ട്, എം ഉണ്ട്. പോയിന്റ് മാസിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെ, പോയിന്റ് മാസിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഫോർമുല എന്താ, -GM/R. ഇതാണ് പോയിന്റ് മാസിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറഞ്ഞ ഫോർമുല. ശരിയല്ലേ. ഒരു പോയിന്റ് മാസിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറഞ്ഞ ഫോർമുല -GM/R ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് മാസ് കാരണം ഇവിടുത്തെ പൊട്ടൻഷ്യൽ -GM/Rന്റെ സ്ഥാനത്ത് A/2. അപ്പോൾ 2 മൂളി വന്നേ. ഇനി ഷെല്ല് കാരണമുള്ള പൊട്ടൻഷ്യൽ, അത് നമ്മൾ എപ്പോഴും പഠിക്കുന്ന അറിയാം. ഒരു ഷെല്ലിന്റെ അകത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 0 അപ്പോൾ ഷെല്ലിന്റെ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താ, ഷെല്ലിന്റെ സർഫസ് വരെ കൊണ്ടുവരാൻ എന്താണോ ചെയ്ത വർക്ക്, അത് തന്നെയാണ് ഷെല്ലിന്റെ അകത്തുള്ള ഓരോ പോയിന്റിലെയും വർക്ക്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ലേ പറയാം. ഏതെങ്കിലും ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് മാസിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ആ പോയിന്റ് വരെ ബ്രിങ് ചെയ്യാൻ വേണ്ടി വന്ന വർക്ക് എന്നാ മീനിങ് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലെ ഷെല്ല് കാരണമുള്ള പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചാൽ അത് സർഫസിലെ പൊട്ടൻഷ്യൽ തന്നെയാണ് അല്ലേ. സർഫസിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ, -GM/റേഡിയസ്. ഓക്കെ, സോ ഇതെന്താ വരിക, -3GM/A എന്ന് വരും അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ആൻസർ ഉണ്ടോ, ഉണ്ടല്ലോ. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ വരിക. എത്ര പെർസെന്റേജ് കുട്ടികൾ കറക്റ്റ് ആക്കിയിട്ടുണ്ടോ നോക്കാം. 38% കുട്ടികൾ പറഞ്ഞത് ഓപ്ഷൻ 1 ആയിരുന്നു. ഓക്കെ, പക്ഷേ കറക്റ്റ് ആൻസർ അതാണ്, ഓപ്ഷൻ 3 ആണ്. ഓക്കെ, അപ്പോൾ അത് 23% കുട്ടികളെ അത് പറഞ്ഞിട്ടുള്ളൂ. എനിവേ ഓപ്ഷൻ 3 ആയിരുന്നു കറക്റ്റ് ആൻസർ. നിങ്ങൾ ഈ പോയിന്റ് മാസ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ കൗണ്ട് ചെയ്യാൻ മറന്നു പോകുന്നതാണ് റീസൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 27ലേക്ക് വരുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. An artificial satellite moving in a circular orbit around the earth has a total mechanical energy E0. ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്തിനു ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എത്ര, E0. ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജീസ്. അങ്ങനെയാണ് അവന്റെ പൊട്ടൻഷ്യൽ എനർജി എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് കറക്റ്റ് ആൻസർ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ടോട്ടൽ എനർജി ഒരു സാറ്റലൈറ്റിനെ സംബന്ധിച്ച് ടോട്ടൽ എനർജിയുടെ ഫോർമുല -GMM ഡിവൈഡ് ബൈ എന്താണ്, 2R ആണ്. കൈനറ്റിക് എനർജിയുടെ ഫോർമുല ആണെങ്കിലോ മൈനസ് ഇല്ല, GMM ഡിവൈഡ് ബൈ 2R ആണ്. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല ആണെങ്കിലോ -GMM ഡിവൈഡ് ബൈ R. ഇതാണ് എക്സ്പ്രഷൻസ് വരിക അല്ലേ. ഓക്കെ, ഇനി ഇവർ തമ്മിലൊരു റിലേഷൻ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. എന്താണ്, ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയുടെ നെഗറ്റീവ് എടുത്താൽ മതി. ശരിയല്ലേ. ഓക്കെ, കൈനറ്റിക് എനർജിയുടെ നെഗറ്റീവ് എടുത്താൽ എന്ത് കിട്ടി, ടോട്ടൽ എനർജി കിട്ടി. ഇനി പൊട്ടൻഷ്യൽ എനർജിയാണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ടോട്ടൽ എനർജിയെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ടോട്ടൽ എനർജിയെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടി, പൊട്ടൻഷ്യൽ എനർജി കിട്ടി. അപ്പോൾ 2 ടൈംസ് ടോട്ടൽ എനർജി എടുത്താൽ എന്ത് കിട്ടും, പൊട്ടൻഷ്യൽ എനർജി കിട്ടും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അത് പറയുന്നത് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് സാറ്റലൈറ്റിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് E0 ആണ്. ടോട്ടൽ എനർജി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ എന്നാ ചെയ്താൽ മതി, 2 ടൈംസ് ടോട്ടൽ എനർജി എടുത്താൽ മതി. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 2 ടൈംസ് E0 എന്നെടുത്താൽ മതി. ഓക്കെ അല്ലേ. സോ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ 3 ആണ്. എത്ര ശതമാനം പേര് കറക്റ്റ് ആക്കിയിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 3 ചൂസ് ചെയ്തിരിക്കുന്ന 32% പേരേ ഉള്ളൂ. കൂടുതൽ പേരും എന്തെടുത്തിട്ടുണ്ട്, ഓപ്ഷൻ 1 ആണ് ചൂസ് ചെയ്തത്. എനിക്കറിയാം അത് അങ്ങനെ വരുമുണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ അങ്ങനെ ഓർക്കുള്ളൂ. നിങ്ങൾ ഈ മൈനസിനെ കുറിച്ച് കണ്ട, ടോട്ടൽ എനർജി എന്താ, E0 ആണ്. അപ്പോൾ ഇവനെ വിളിച്ച പേരാണ് E0. ആരെ, -GMM/2R വിളിച്ച പേരാണ് E0. അപ്പോൾ ഇവനെ എന്താണ് 2E0 എന്നല്ലേ വിളിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ആ മൈനസും കൂടെ ചേർത്താണ് എന്ത് വിളിച്ചേക്കുന്നത്, E0 എന്ന് വിളിച്ചേക്കുന്നത്. ഓക്കെ അല്ലേ. സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 28ലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 28. The depth at which effective value of acceleration due to gravity is G/4. ഓക്കെ, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G/4 ആകണമെങ്കിൽ എത്ര ഡെപ്തിലേക്ക് പോകണം അല്ലേ. ഡെപ്തിലെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ നമ്മുടെ ഒരു ഫോർമുല ഉണ്ടല്ലോ, G×1 - D/R. ഇതല്ലേ നമ്മുടെ എക്സ്പ്രഷൻ. ഇത് എന്തായി മാറി, G/4 ആയി മാറി അല്ലേ. ദാറ്റ് ഈസ് G×1 - D/R എന്ന് വരും. ഓക്കെ, ആര് ക്യാൻസലായി, G ക്യാൻസലായി. ഒപ്പം നമുക്ക് എന്താ വരിക, 1/4 ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു 1 ഉണ്ട്, 1 - D/R എന്ന് വരും. ശരിയല്ലേ. സോ ഇതിനകത്ത് നമുക്ക് എന്ത് എഴുതാം, D/R ഈസ് ഈക്വൽ ടു 1 - 1/4 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 എന്ന് വരും. ഓക്കെ, സോ D ഈസ് ഈക്വൽ ടു 3/4 × R എന്ന് വരും അല്ലേ. അതായത് ഡെപ്ത് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കണം, 3R/4 ആയിരിക്കണം. 3R/4. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ വരിക, ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ വരിക അല്ലേ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ വരിക.
അപ്പം 59% കുട്ടികൾ അത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 29. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 29. Which one of the following graph represents correctly the variation of the gravitational field with the distance r from the center of a spherical shell of mass capital M and radius a? അപ്പോൾ അതായത് എം മാസുള്ള ഒരു ഷെല്ലുണ്ട്, അതിന്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഷെല്ല് കാരണം ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡും ഷെല്ലിന്റെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസും കൂടി ഗ്രാഫ് വരച്ചാൽ എന്തായിരിക്കും കറക്റ്റ് ഗ്രാഫ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് കറക്റ്റ് ആൻസർ വരിക. ഒരു ഷെല്ലിനെ സംബന്ധിച്ച് ഷെല്ലിന്റെ ഔട്ട് സൈഡിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ gm/r² ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. ഇനി ഷെല്ലിന്റെ സർഫസിൽ എത്രയാണെന്ന് വെച്ചാൽ gm/R² ആണ്. ഇൻസൈഡ് ദ ഷെൽ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഈസ് ഈക്വൽ ടു 0. ഫോഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് എന്താണ് അകത്ത് ഫീൽഡ് ഇല്ല. പക്ഷേ ഔട്ട് സൈഡിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആയിരിക്കും. ശരിയല്ലേ? സോ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഏതാണ്? ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 4 കറക്റ്റ് ആയിട്ട് വന്നേക്കുന്ന എത്ര പേര് പോൾ ചെയ്ത് നമുക്ക് നോക്കാം. 51% കുട്ടികൾ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ 4 ആണ്. അപ്പോൾ കറക്റ്റ് ആണ്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 13th ക്വസ്റ്റ്യൻ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് h ഫ്രം ദി എർത്ത് സർഫസ് ഈസ് g/3. ഓക്കെ, അപ്പം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g/3 ആണ് എന്നാണ് പറയുന്നത്. ഇഫ് എർത്ത് സഡൻലി സ്ട്രിങ് ടു ഹാഫ് ഇറ്റ്സ് റേഡിയസ് വിത്തൗട്ട് ചേഞ്ച് ഇൻ മാസ്. ഈ ഒരു ക്വസ്റ്റ്യൻ ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിക്കുക. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് h ഫ്രം എർത്ത് സർഫസ്. എർത്തിന്റെ സർഫസിൽ നിന്നും h ഹൈറ്റ് ഉള്ള ഒരു പോയിന്റ്, ആ പോയിന്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്ര? g/3. ഓക്കെ, ഇനി എർത്ത് എന്ത് ചെയ്തു? എർത്ത് സഡൻലി ഷ്രിങ്ക് ചെയ്തു. എന്തിന് മാറ്റമില്ല? മാസിന് ചേഞ്ച് ഇല്ല, വിത്തൗട്ട് ചേഞ്ച് ഇൻ മാസ്. ദെൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദി സെയിം പോയിന്റ് വിൽ ബി. എന്താണ് ആൻസർ വരിക? ഓക്കെ, അപ്പൊ നമ്മൾ ഈ എർത്ത് എന്ത് ചെയ്തു? എർത്ത് സ്ട്രിങ്ക് ചെയ്തു. അപ്പൊ ഞാൻ പുതിയൊരു ഫിഗർ വരയ്ക്കുകയാണ് കേട്ടോ. എർത്ത് സ്ട്രിങ്ക് ചെയ്തു, ചെറുതായി മാറി. ഓക്കെ, നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്ത് കാര്യമാണ്? സെയിം പോയിന്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ പോയിന്റിന് മാറ്റമില്ല. ഓക്കെ, അപ്പൊ നേരത്തെ കേസിൽ ഇവിടുന്ന് സെന്ററിൽ നിന്ന് ഇവിടം വരെയുള്ള ദൂരം 6 എഴുതിക്കോ. അപ്പൊ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ g/3 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതായിരുന്നു? gm/ഡിസ്റ്റൻസിന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് r² എന്ന് എഴുതായിരുന്നു. ഇവിടെ വരുമ്പോഴും എന്താണ്? മാസിന് മാറ്റമില്ല. അപ്പൊ ഇവിടെയും ഈ പോയിന്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ g' ഈസ് ഈക്വൽ ടു gm by സ്റ്റിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം എന്താണ്? നമ്മൾ ജസ്റ്റ് ഷ്രിങ്ക് ചെയ്തതേ ഉള്ളൂ, മാസ് മാറിയിട്ടില്ല. അപ്പൊ ജിക്കും എമ്മിനും മാറ്റമില്ല. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരവും എന്ത് ചെയ്തിട്ടില്ല? മാറിയിട്ടില്ല. അപ്പൊ ഇത് എത്ര എഴുതി? r² തന്നെ വരും. എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ? g/3 എന്ന് തന്നെ വരും. ശരിയല്ലേ? ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഏതാണ്? g/3. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, 57% കുട്ടികൾ അത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ചു എന്ന് കരുതുവാണ്. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പക്ക നല്ല രീതിയിൽ തിയറിയൊക്കെ പഠിച്ചേക്കുന്ന ഒരു കുട്ടിക്ക് ഓക്കെ 1 മിനിറ്റ് കൊണ്ട് ഉറപ്പായിട്ടും ചെയ്തു തീർക്കാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തത് മനസ്സിലായിട്ടുണ്ട്, ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് കരുതുവാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കൂളായിട്ട് എക്സാമിന് വേണ്ടി പഠിച്ച് ഇപ്പോൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഇനി കൂളായിട്ട് ഒന്ന് ഫ്രീ മൈൻഡോടെ ഇരുന്ന് എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് നമ്മുടെ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ശരി, താങ്ക് യു. ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.